Good morning, everyone. Welcome to Adda247 Malayalam channel. This is Rintu Sebastian, and welcome to the Hindu editorial analysis of 12th July 2022. എല്ലാവർക്കും നമസ്കാരം. ഗുഡ് മോർണിംഗ്. നമുക്ക് ഇന്ന് രാവിലെ ഹിന്ദു എഡിറ്റോറിയലിലെ ആർട്ടിക്കിൾസ് ഏതൊക്കെയാ നോക്കാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മുടെ സെഷൻ ഡെയിലി 8:30 സെഷനാണ്. അപ്പോൾ റെജിം പറഞ്ഞ പോലെ കുറച്ച് താമസിച്ചു. എല്ലാ ദിവസവും ഉണ്ട് ഇപ്പോൾ താമസിക്കുന്നത് അല്ലേ. ഐ എം സോ സോറി ഫോർ ദാറ്റ്. നമുക്ക് എന്തായാലും പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യാം. മിക്കവാറും നമ്മുടെ സമയം 8 മണിക്ക് ആക്കേണ്ട ഒരു പ്രശ്നമുണ്ട് കേട്ടോ. കാര്യം കറണ്ട് അഫയേഴ്സ് ഇനി മോർണിംഗ് ആക്കാൻ പോവാണ്. അപ്പോൾ റിജിൻ സാർ 9 മണിക്ക് ആണ് കറണ്ട് അഫയേഴ്സ് എടുക്കാൻ പോവുക. അപ്പോൾ റിജിൻ സാർ എന്തായാലും ഒരു 45 മിനിറ്റ്സ് കറണ്ട് അഫയേഴ്സ് എന്തായാലും വരും. അപ്പോൾ നമ്മുടെ ടൈം ഒന്ന് മാറ്റേണ്ടി വരും. മിക്കവാറും ഫ്രണ്ടിലോട്ട് നമ്മളാക്കേണ്ടി വരും. അപ്പോൾ 8 o'clock ആയിരിക്കണം. അപ്പോൾ ഞാൻ നേരത്തെ വീണ്ടും എണീക്കേണ്ടി വരും. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. നമുക്ക് എന്തായാലും അതാവുന്നവരെ ഞാൻ പറയാം എപ്പോഴാണെന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കുക. ചിലപ്പോൾ 8 o'clock നമ്മൾ മാറ്റും കേട്ടോ. രാവിലെ 8 o'clock എന്താവും എൻ്റെ അവസ്ഥ എന്ന് എനിക്കറിയില്ല. എന്നാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം വിത്ത് അവർ കോട്ട്. ഇതാണ് നമ്മുടെ കോട്ട്. ട്രൈ 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 ആൻഡ് കീപ് ഓൺ ട്രൈയിങ് ഇസ് ദ റൂൾ ദാറ്റ് മസ്റ്റ് ബി ഫോളോഡ് ടു ബിക്കം ആൻ എക്സ്പേർട്ട് ഇൻ എനിത്തിങ്. എന്ത് കാര്യത്തിലും നിങ്ങൾക്ക് ഒരു എക്സ്പേർട്ട് ആവണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു തവണ ചെയ്താൽ പോരാ, 2 തവണ ചെയ്യുക, 3 തവണ ചെയ്യുക, പിന്നെയും ചെയ്തുകൊണ്ടേ ഇരിക്കുക. റിപ്പീറ്റ് നമ്മൾ പ്രാക്ടീസ് ട്രൈ ചെയ്യുക. അങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കുക. അതാണ് റൂള്. ആ റൂൾ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ എന്താവുള്ളൂ, ആ റൂൾ നിങ്ങൾ ലൈഫിൽ പാലിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ആരാവുള്ളൂ, ഒരു എക്സ്പേർട്ട് ആവുള്ളൂ. എന്ത് കാര്യത്തിലും നിങ്ങൾക്ക് ഒരു എക്സ്പേർട്ട് ആവണം, എക്സ്പെർട്ടീസ് കിട്ടണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ട്രൈ ഓൺ ചെയ്തുകൊണ്ടേയിരിക്കുക. ഓക്കെ, അതാണ് നമ്മൾ ഇന്നത്തെ കോട്ട്. അപ്പോൾ മറക്കരുത്, ഒരു കാര്യം ചെയ്തു, എന്നെ കൊണ്ട് പറ്റില്ല, നീ മടുത്തു, ഇനി എന്നെ കൊണ്ട് പറ്റില്ല എന്ന് വിചാരിച്ച് അവിടെ ഇട്ടേച്ച് പോരുത്. ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കുക. കാര്യം എല്ലാവരും ഇങ്ങനെ തന്നെയാണ്. ഒരാളും ഇങ്ങനെ പെട്ടെന്നൊന്നും എത്തിയിട്ടില്ല. എല്ലാവരും ട്രൈ ചെയ്ത് എത്തിയവരാണ്. സോ ദാറ്റ്സ് ഇറ്റ്. ലെറ്റ് സ്റ്റാർട്ട്. അപ്പോൾ നമ്മുടെ Adda247 ചാനൽ, മലയാളം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ക്ലാസ്സുകൾ, ഫ്രീ യൂട്യൂബ് ക്ലാസ്സുകൾ ഇവിടെ കിട്ടും. അതിപ്പോൾ കേരള PSCയുടെ ക്ലാസ്സുകളായിക്കോട്ടെ, SSCയുടെ ആയിക്കോട്ടെ, ബാങ്കിങ്, ഇൻഷുറൻസ്, ESIC ക്ലാസ്സുകളായിക്കോട്ടെ, അല്ലെങ്കിൽ സുപ്രീം കോർട്ട് അസിസ്റ്റൻറ്റിൻ്റെ ക്ലാസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് ക്ലർക്കിൻ്റെ ക്ലാസ് ആയിക്കോട്ടെ, എല്ലാ ക്ലാസ്സുകളും ഇവിടെ കിട്ടും. കൂടാതെ നോട്ടിഫിക്കേഷൻ വീഡിയോസ്, നിങ്ങൾക്ക് സ്ട്രാറ്റജിയുടെ വീഡിയോസ്, മോട്ടിവേഷണൽ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഇവിടെ കിട്ടും. സോ ഓൾറൗണ്ടറാണ്. നിങ്ങൾക്ക് എല്ലാവരോടും സജസ്റ്റ് ചെയ്ത് കൊടുക്കുകയും ചെയ്യാം ഈ ചാനലിൻ്റെ കാര്യം. അതുപോലെ തന്നെ നിങ്ങൾക്കൊരു നമ്മുടെ ആപ്പ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം, സൈൻ ഇൻ ചെയ്യാം. പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ് Adda247 ആപ്പ്. അപ്പോൾ നിങ്ങൾ ഡെയിലി പ്രാക്ടീസ് ചെയ്യുക. ക്വിസസ് ആൻഡ് മോക്ക് ടെസ്റ്റുകൾ, ഡിഫറെൻറ്റ് സബ്ജക്റ്റുകളുടെ ക്വിസസ് ഡെയിലി ഉണ്ട്. അപ്പോൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? പഠിക്കും. അതാണല്ലോ നമ്മൾ പറയുന്നത്, ട്രൈ ചെയ്താൽ പഠിക്കും, എക്സ്പേർട്ട് ആകും ഒരു കാര്യത്തിൽ. കൂടാതെ എക്സാം നോട്ടിഫിക്കേഷൻസ്, ജോബ് അലേർട്സ്, കറണ്ട് അഫയേഴ്സ് ഒക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. മറക്കണ്ട കേട്ടോ, ആപ്പ് ഡൗൺലോഡ് ചെയ്യുന്നവരും. ആൻഡ് നമ്മുടെ ടെലിഗ്രാം ചാനലായിട്ട് ഞാൻ എപ്പോഴും പറയാറുണ്ട്, ടെലിഗ്രാം ചാനലിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ സെൻട്രൽ എക്സാംസിന് ഒരു ടെലിഗ്രാം ചാനൽ നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ സെൻട്രൽ എക്സാമിൻ്റെ ടെലിഗ്രാം ചാനലിൻ്റെ പ്രത്യേകതയാണ്, നിങ്ങൾക്ക് അവിടെ രാവിലെ തന്നെ നമ്മൾ എന്ത് ചെയ്യും? നോട്ടിഫിക്കേഷൻസ് വരും. അതുകൂടാതെ നിങ്ങൾക്ക് വേർഡ് ഫോർ ദ ഡേ ഉണ്ട്, ഏതെങ്കിലും സബ്ജക്റ്റിൻ്റെ ക്വിസസ് ഉണ്ടാകും. അതുപോലെ എല്ലാ YT സെഷൻസിൻ്റെയും PDFs നിങ്ങൾക്ക് അവിടെ കിട്ടും. അപ്പോൾ നമ്മുടെ Adda247 കേരള സെൻട്രൽ എക്സാംസ് മറക്കണ്ട. ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ സെൻട്രൽ എക്സാംസ് ടെലിഗ്രാം ചാനൽ. കൂടാതെ നമ്മുടെ പഴയ ചാനലുണ്ടല്ലോ, KPSC ഷോർട്ട് സെലക്ഷൻ, അതിലും ജോയിൻ ചെയ്യാം. നമ്മൾ ഈ 2 ടെലിഗ്രാം ചാനലും നമ്മുടെ ചാനലാണ്. ജോയിൻ ചെയ്യാൻ മറക്കണ്ട കേട്ടോ. യെസ്, ഇനി നമുക്ക് നേരെ പോകാം നമ്മുടെ ആർട്ടിക്കിളിലോട്ട്. സോ ഇന്ന് 12-ാം തീയതി, ജൂലൈ 12, 2 എഡിറ്റോറിയൽ, എല്ലാ ദിവസവും 2 എഡിറ്റോറിയൽ ആർട്ടിക്കിളാണല്ലോ വരുന്നത്. ഞാൻ എപ്പോഴും പറയുന്നുണ്ട്, ഈ ഒരു സെഷന് പ്രത്യേകത നമ്മൾ വൊക്കാബുലറി പഠിക്കും, ഗ്രാമർ സ്ട്രക്ചേഴ്സ് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കും. ഡെയിലി പ്രാക്ടീസ് ചെയ്യുമ്പോൾ എപ്പോഴും നമുക്കൊരു സന്തോഷത്തോടെ എല്ലാ കാര്യം ഓർത്തിട്ട് പോകാം അല്ലേ, റിവൈസ് ചെയ്ത് പോകാം. കൂടാതെ നിങ്ങളുടെ കമ്മ്യൂണിക്കേറ്റീവ് സ്കിൽസ് നിങ്ങൾ ഉറപ്പായിട്ടും നിങ്ങളുടെ ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യും. കൂടാതെ റൈറ്റിംഗ് സ്കിൽസ് നിങ്ങൾക്ക് ഉറപ്പായിട്ടും ചെയ്യാൻ പറ്റും, മാറ്റാൻ പറ്റും. കൂടുതലായിട്ട് കോംപ്രഹെൻസീവ് സ്കിൽസ്, റീഡിംഗ് എബിലിറ്റി ആർട്ടിക്കിൾ വായിക്കുമ്പോഴേക്കും നിങ്ങളുടെ കൂടും. ആ ഒരു ഗുണം ഇവിടെ എന്തായാലും സെഷൻ കൊണ്ട് നിങ്ങൾക്ക് കിട്ടും. അത് എല്ലാ എക്സാംസിനും ഉപയോഗിക്കാം. അത് UPSC ലെവൽ ആയിക്കോട്ടെ, കേരള PSC ആയിക്കോട്ടെ, SSC ആയിക്കോട്ടെ, ESIC ആയിക്കോട്ടെ, ബാങ്കിങ് ലെവൽ ആയിക്കോട്ടെ, അതോ സുപ്രീം കോർട്ട് അസിസ്റ്റന്റ് ലെവൽ ആയിക്കോട്ടെ, എല്ലാ എക്സാംസിനും നമുക്ക് ഉപയോഗിക്കപ്പെടുന്ന ഒരു സെഷനാണ് കേട്ടോ. അപ്പോൾ എൻ്റെ പേര് റിന്റു സെബാസ്റ്റ്യൻ, അറിയില്ലാത്തവർക്ക് വേണ്ടി പറയാം. അപ്പോൾ നമ്മൾ എല്ലാ ദിവസവും ആർട്ടിക്കിൾ ചെയ്യാറുണ്ട്, ഹിന്ദു എഡിറ്റോറിയൽ അനാലിസിസ് ചെയ്യാറുണ്ട്. അപ്പോൾ ആ സെഷനാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ 2 ആർട്ടിക്കിളിൽ ഒരു ആർട്ടിക്കിൾ നമ്മുടെ എയർലൈൻ്റെ മൺസൂണൊക്കെയാണ്, എയർലൈൻ്റെ പ്രശ്നങ്ങൾ, അപ്പോൾ തകരാറ്, അതിനെപ്പറ്റിയൊക്കെയാണ് ഒരു ആർട്ടിക്കിൾ പറഞ്ഞിരിക്കുന്നത്. എയർലൈൻ ഡിഫെക്ട്സിനെ പറ്റി അതിനെ കുറച്ചുകൂടെ കാര്യമായിട്ട് നോക്കുക എന്നുള്ള ഒരു ആർട്ടിക്കിൾ, ഒരു അനാലിറ്റിക്കൽ ആർട്ടിക്കിൾ ഉണ്ട്. കൂടാതെ നമ്മുടെ ഇന്ത്യ ചൈന ടോക്കിനെ പറ്റി ഒരു ആർട്ടിക്കിൾ ഉണ്ട്. ഇന്ത്യ ചൈന ടോക്സിനെ പറ്റി ഒരു ആർട്ടിക്കിൾ കേട്ടോ, ഡിസ്കഷനെ പറ്റി ഒരു ആർട്ടിക്കിൾ ഉണ്ട്. സോ അതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കാരണം ഇന്ത്യൻ ചൈന നമ്മൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് നമുക്ക് ജെൻഡർ അവയർനെസ്സിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ആർട്ടിക്കിളാണ്. സോ
നമുക്ക് ആർട്ടിക്കിൾ മിസ് ചെയ്യാൻ പറ്റില്ല. മറ്റേ ആർട്ടിക്കിൾ വളരെ സിമ്പിൾ റീഡാണ്, വേറെ പ്രത്യേകിച്ച് വൊക്കാബുലറി ഒന്നും ഇല്ല താനും. അത് നമുക്ക് പെട്ടെന്ന് വായിച്ചു വിടാൻ പറ്റുന്ന ഒരു ആർട്ടിക്കിളാണ്. ഇതും പെട്ടെന്ന് വായിച്ചു വിടാൻ നമുക്ക് പറ്റും, പക്ഷെ നമ്മൾ ഈ ആർട്ടിക്കിളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. യെസ്, ഓൾ റൈറ്റ്, സോ ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം കേട്ടോ, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്, നമസ്കാരം. സുഖമല്ലേ? മഴയൊക്കെ ഉണ്ടല്ലോ അവിടെയൊക്കെ? അയ്യോ എൻ്റെ പൊന്ന് റജിനെ, എനിക്ക് വയ്യ. യെസ്, അപ്പോൾ എല്ലാവരും പരസ്പരം എല്ലാവരും സന്തോഷം പങ്കുവെച്ചല്ലോ, സ്നേഹ എന്താ പറയുക, രാവിലത്തെ മോർണിംഗ് ഇതെല്ലാം കൊടുത്തല്ലോ. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം ആൻഡ് ഗുഡ് മോർണിംഗ്. താമസിപ്പിക്കേണ്ട, നമ്മൾ ആദ്യമേ നമ്മുടെ വൊക്കാബുലറിയാണ്, ഇഡിയംസ്, ഫ്രേസൽ വെർബ്സ്, വൺ വേർഡ്സ്. അതിനുശേഷം നമ്മുടെ സിനണിംസ്, ആന്റണിംസ്, വേർഡ്സ് എല്ലാം കൺഫ്യൂസിങ് വേർഡ്സ് ഒക്കെ പോകും. എന്നിട്ട് നമ്മൾ നേരെ വരുന്നത് നമ്മുടെ ആർട്ടിക്കിളിലോട്ട്. അപ്പോൾ അതാണ് നമ്മുടെ ഫ്ലോ. ആൻഡ് നമ്മുടെ സ്പോട്ട് ദ എറർ ക്വസ്റ്റനും ഉണ്ട്, അത് നമുക്ക് ഡിസ്കസ് ചെയ്ത് വേണം. അപ്പോൾ എല്ലാവരും ക്വസ്റ്റൻ ആൻസർ ചെയ്യണം കേട്ടോ. കുറച്ച് പേര് ഇന്നലെ എനിക്ക് ആൻസർ തന്നുള്ളൂ. അപ്പോൾ ഞാൻ ഓർത്ത് എന്ത് പറ്റി ബാക്കിയുള്ളവർക്കെന്ന്. സ്പോട്ട് ദ എറർ ക്വസ്റ്റൻ എനിക്ക് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതല്ല, സ്പോട്ട് ദ എറർ ക്വസ്റ്റൻ നിങ്ങൾ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള. അപ്പോഴല്ലേ നിങ്ങൾക്ക് സ്പോട്ട് ദ എറർ ക്വസ്റ്റൻസ് വരുമ്പോൾ എറർ ഡിറ്റക്ഷൻ ചെയ്യാൻ പറ്റുള്ളൂ. ഓർത്തോളൂ കേട്ടോ. സോ ലെറ്റ് സ്റ്റാർട്ട്. താമസിപ്പിക്കേണ്ട, ഇഡിയംസ് ആൻഡ് ഫ്രേസസ്. ഇന്നലെ കോൾ ഫോർ ഡിസ്കസ് ചെയ്തു, ഇന്നും കോൾ ഫോർ ഉണ്ട് കേട്ടോ. കോൾ ഫോർ ആക്ഷൻ, വേണം, ഡിമാൻഡ്. വി ഡിമാൻഡ് ആൻ ആക്ഷൻ. റിക്വസ്റ്റ് ചെയ്യുന്നു, ഡിമാൻഡ് ചെയ്യുന്നു. കോൾ ഫോർ മീൻസ് റിക്വസ്റ്റ് ചെയ്യുക ഓർ ഡിമാൻഡ് ചെയ്യുക. അതാണ് നമ്മുടെ കോൾ ഫോർ എന്ന ഫ്രേസൽ വേർബിൻ്റെ അർത്ഥം. ഓക്കെ, അടുത്ത് നോക്കിയേ, ഡ്രാഗ് വൺസ് ഫീറ്റ്. നമ്മുടെ ഫീറ്റ് ഡ്രാഗ് ചെയ്യുന്ന പറഞ്ഞാൽ പയ്യെ നടക്കുക. ലിറ്ററലി അതിൻ്റെ മീനിങ് എന്താ? പയ്യെ സ്ലോ ആയിട്ട് ഇങ്ങനെ വലിച്ച് തിരിച്ച് നടക്കുക എന്നുള്ളതിനാണ് നമ്മൾ എന്ത് പറയുക, ഈ പറയുന്ന ഡ്രാഗ് വൺസ് ഫീറ്റ് എന്ന് പറയാം. ലിറ്ററലി. അല്ലാതെ നമ്മൾ അതിന് പറയാം, എന്തൊരു കാര്യം നമ്മൾ ചെയ്യുമ്പോഴും അറിഞ്ഞുകൊണ്ട് നമ്മൾ സ്ലോ ആക്കുകയാണെങ്കിൽ അതിന് നമുക്ക് പറയാം ഡ്രാഗ് വൺസ് ഫീറ്റ്. മനസ്സിലായോ? അവനവൻ്റെ ഫീറ്റ് ഡ്രാഗ് ചെയ്യുക മീൻസ് നമ്മൾ വളരെ സ്ലോ ആവണം. ഒരു കാര്യത്തിൽ അറിഞ്ഞുകൊണ്ട് സ്ലോ ആണ്. ഇങ്ങനെ നമുക്കറിയാം സ്ലോ ആവേണ്ട കാര്യമല്ല അതെന്ന്. പക്ഷെ നമ്മൾ അറിഞ്ഞുകൊണ്ട് ഡെലിബറേറ്റ് വേർബായിട്ട് വരുമ്പോൾ അതിൻ്റെ മീനിങ് സീരിയസ് ആയിട്ട് കൺസിഡർ ചെയ്യുക എന്നുള്ളതാണ്. ബട്ട് ഡെലിബറേറ്റ് എന്ന അഡ്ജക്റ്റീവാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഡെലിബറേറ്റ് വേർബ് അല്ല, ഡെലിബറേറ്റ്ലി എന്ന അഡ്ജക്റ്റീവിൻ്റെ അഡ്വേർബ് ഫോർമുലേഷൻ. ഡെലിബറേറ്റ് ആയിട്ട് എന്നാണ്. സോ ഡെലിബറേറ്റ് ആയിട്ട് എന്ന് പറയുമ്പോൾ ഇൻറ്റൻഷനലി. അപ്പോൾ അറിഞ്ഞ് നമുക്ക് നല്ല ബോധമുണ്ട്, സ്ലോ ആണ് നമുക്ക് നല്ല ബോധമുണ്ട്. ദാറ്റ് ഈസ് ഡെലിബറേറ്റ്ലി. ഓർത്തോളം, ഡെലിബറേറ്റ് വേർബ് ഉണ്ട്, ഡെലിബറേറ്റ് അഡ്ജക്റ്റീവ് ഉണ്ട്. അത് മനസ്സിലുണ്ടായിരിക്കണം. ഡെലിബറേറ്റ്ലി അഡ്വേർബാണ്. അടുത്ത നോക്കിയേ, സ്റ്റേറ്റസ് കോ. എന്താ സ്റ്റേറ്റസ് കോ എന്ന് പറഞ്ഞാൽ? ഇപ്പം നമ്മുടെ നിലവിലുള്ള സ്റ്റേറ്റ് ഓഫ് അഫയേഴ്സ്, അവസ്ഥ, നമ്മുടെ പരിപാടികൾ, അതിനെയാണ് നമ്മൾ എന്താ പറയുക, സ്റ്റേറ്റസ് കോ. ലാറ്റിൻ ഫ്രേസ് ആണ്, എപ്പോഴും ഞാൻ പറയുന്നതാണ്, ലാറ്റിൻ ഫ്രേസുകൾ ചോദ്യം വരാറുണ്ട് എല്ലാ എക്സാമിനും. അതിപ്പോൾ നിങ്ങൾ ദേവസ്വം ബോർഡ് ട്രൈ ചെയ്യുന്നവരാണെങ്കിലും, കേരള PSC ഏത് എക്സാം ട്രൈ ചെയ്യുന്നവരാണെങ്കിലും, SSC എക്സാം ആയിക്കോട്ടെ, ബാങ്കിങ് ആയിക്കോട്ടെ, ഇൻഷുറൻസ് ആയിക്കോട്ടെ, ഫോറിൻ ഫ്രേസസ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്. വൊക്കാബുലറിലെ മെയിൻ ഒരു ഇതാണ് ഫ്രേസൽ വേർബ്സ്, ഫോറിൻ ഫ്രേസസ്, വൺ വേർഡ്സ്, അതുപോലെ ഇഡിയംസ്. സോ ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ നമ്മുടെ സ്റ്റേറ്റസ് കോ, എക്സിസ്റ്റിംഗ് സ്റ്റേറ്റ് ഓഫ് അഫയേഴ്സ്. അടുത്തത് ഗ്ലോസ് ഓവർ. ഗ്ലോസ് ഓവർ ചെയ്യാന്ന് പറഞ്ഞാൽ കൺസീൽ ചെയ്യുക അല്ലെങ്കിൽ കവറപ്പ് ചെയ്യുക. ഒരു കാര്യം നമ്മൾ കവറപ്പ് ചെയ്യുക അല്ലെങ്കിൽ ഓർത്തോണം, ഇത് നമ്മൾ ആദ്യമായിട്ട് പഠിക്കുക. എഡിറ്റോറിയൽ നമ്മൾ ആദ്യമായിട്ട് ഡിസ്കസ് ചെയ്യുന്നതാണ് ഗ്ലോസ് ഓവർ. ഗ്ലോസ് ഓവർ നമ്മൾ അറിയാം, ഒളിച്ചു വെക്കുക എന്ന് പറയില്ലേ, ഹൈഡ് ചെയ്യുക എന്ന് പറയില്ലേ, സെയിം സാധനം തന്നെ. ഒരു കാര്യം നമ്മൾ ഹൈഡ് ചെയ്ത് വെക്കുക അല്ലെങ്കിൽ കവറപ്പ് ചെയ്യുക, അതിനെയാണ് നമ്മൾ എന്ത് പറയുക, ഗ്ലോസ് ഓവർ എന്ന് പറയാം കേട്ടോ. ഗ്ലോസ് ഓവർ, കൺസീൽ ചെയ്യുക, ഒളിപ്പിച്ച് വെക്കുകയാണ് കേട്ടോ. ദാറ്റ് ഈസ് ഗ്ലോസ് ഓവർ, മറക്കണ്ട. യെസ്, കോൾ ഫോർ ഇന്നലെ പറഞ്ഞ റിമംബേഴ്സും പറഞ്ഞോ? ഓക്കെ. കോൾ ഫോർ ഇന്നലെ നമ്മളും ഡിസ്കസ് ചെയ്തു, ഇന്നും ഉണ്ട്. സ്റ്റേറ്റസ് കോ പൃഥ്വിരാജ് ഇന്നലെ പ്രസ് മീറ്റിൽ പറഞ്ഞു. സ്റ്റേറ്റസ് കോ പൃഥ്വിരാജ് അല്ല പറയും, പൃഥ്വിരാജ് ആകുമ്പോൾ ഇതൊക്കെ പറയും. ഓക്കെ, യെസ്, കരടിയുടെ സെൻസർഷിപ്പിൻ്റെ ഇഷ്യൂ അല്ലേ? ഓക്കെ. The only strategy win is drag their feet. The only strategy is അങ്ങനെ കൊടുക്കണം. The only strategy to win അങ്ങനെ കൊടുക്കണ്ടേ ഷമ്മാസെ? The only strategy to win is to drag their feet. The only strategy to win is to drag their feet. കേട്ടോ? All right. ക്ലാൻഡസ്റ്റൈൻ എന്ന് പറഞ്ഞാൽ, പക്ഷേ ക്ലാൻഡസ്റ്റൈൻ സീക്രട്ട് ആണ്. ചിപ്പി, ക്ലാൻഡസ്റ്റൈൻ അഡ്ജക്റ്റീവ് ആണ്. ഗ്ലോസ് ഓവർ ഫ്രേസൽ വേർബ് അല്ലേ? ഗ്ലോസ് ഓവർ ഫ്രേസൽ വേർബ് ആണ് കേട്ടോ. ഗ്ലോസ്ഡ് ഓവർ ആണ് കേട്ടോ പാസ്റ്റ് ടെൻസ്, ഓർത്തോണം. ഫ്രേസൽ വേർബ് ആയിരുമ്പോൾ അതിൻ്റെ കൂടെ എന്ത് വരും? എന്താ പറയുക, കരടിയല്ലല്ലോടെ, കടുവയല്ലേ? ശരിയാ, ഞാനിപ്പോഴും ഓർത്ത കരടിയല്ലോ കടുവയല്ലേ. കരടി എന്ന് പറഞ്ഞപ്പോൾ ഞാനും അങ്ങ് കരടിയാകുമോ? എന്താല്ലേ? ഓക്കെ, അപ്പോൾ എന്തായാലും പറഞ്ഞു വന്നതാണ്, നമ്മുടെ ഫ്രേസൽ വേർബുകൾക്കൊരു ഇതും ഉണ്ടാവും, ഒരു വേർബ് ഉണ്ടാവും, പിന്നെ ഒരു അഡ്ജക്റ്റീവോ അല്ലെങ്കിൽ ഒരു പ്രിപ്പോസിഷനോ ആണല്ലോ ഉള്ളത്. സോ ഗ്ലോസ് ഓവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓർത്താൽ മതി, നമ്മുടെ കൺസീൽ ചെയ്യുക, കവറപ്പ് ചെയ്യുക. അപ്പോൾ ഗ്ലോസ് ആണ് ഇവിടുത്തെ വേർബ്, ഓവർ നമ്മുടെ അഡ്വേർബ് ആകാം അല്ലെങ്കിൽ പ്രിപ്പോസിഷൻ ആകാം. അടുത്ത് നോക്കിയേ, കട്ട് കോർണേഴ്സ്. കട്ട് കോർണേഴ്സ് കേട്ടിട്ടുണ്ടോ? എന്താണ്
ഈ നിങ്ങൾക്ക് അറിയാമായിരിക്കും, ജോലി ചെയ്യുന്നവർക്കൊക്കെ അറിയാം, മന്ത് എൻ്റെയൊക്കെ ആകുമ്പോഴേക്കും നമ്മളെല്ലാവരും വി വിൽ കട്ട് കോർണേഴ്സ് എന്ന് വെച്ചാൽ ഒന്ന് ചിലവ് ചുരുക്കും, എല്ലാം ഒന്ന് എളുപ്പപ്പണിയാക്കും, പെട്ടെന്ന് എളുപ്പപ്പണിയാക്കും എല്ലാ കാര്യങ്ങളും. സോ ഡു സംതിങ് ഫങ്ഷണലി ടു സേവ് ടൈം ഓർ മണി. നമുക്ക് സമയമില്ല, അല്ലെങ്കിൽ ടൈമും ഇല്ല, മണിയും ഇല്ല, സമയവും ഇല്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അത് പെട്ടെന്നൊന്നാക്കും, പെട്ടെന്ന് ക്വിക്കായിട്ട് ഈസിയസ്റ്റ് വേയിൽ ചെയ്യാൻ നോക്കും. അതിനാണ് നമ്മൾ എന്ത് പറയുക, കട്ട് കോർണേഴ്സ്. പെട്ടെന്ന് ഏറ്റവും ഈസി മെത്തേഡിൽ, ഏറ്റവും ക്വിക്കായ മെത്തേഡിൽ നമ്മളൊരു കാര്യം ചെയ്തു തീർക്കാൻ നോക്കും. സമയവും കയ്യിലില്ല, മണിയും കയ്യിലില്ല, അപ്പോഴാണ് നമ്മൾ കട്ട് കോർണേഴ്സ് എന്ന് പറയാം. ഇഡിയമാണേ. ഓർത്തോളം ഡ്രാഗ് വൺ സ്പീറ്റും കട്ട് കോർണേഴ്സും ഇഡിയംസ് ആണ്. സ്റ്റേറ്റസ് കോ ഫോറിൻ ഫ്രേസ് ആണ്. ആൻഡ് ഗ്ലോസ് ഓവറും കോൾ ഫോറും 2 ഫ്രേസൽ വേർബ്സ് ആണ്. അപ്പോൾ ഈ ഒരു രീതികൾ അറിഞ്ഞിരിക്കണം. അതിനുവേണ്ടിയാണ് ഞാൻ പറയുന്നത്. പുതിയതായിട്ടുള്ളവരുണ്ടെങ്കിൽ കാണുന്നുണ്ടെങ്കിൽ ഓർത്തു വെച്ചോളൂ. യെസ്, ഓക്കെ. സോ ഡു സംതിങ് ഫങ്ഷണലി ടു സേവ് ടൈം ഓർ മണി, അതിന് നമ്മൾ കട്ട് കോർണേഴ്സ് പറയും. സെന്റൻസസ് പോരട്ടെ, ഡിസ്കഷൻസ് മതി. കം ബാക്ക്, പീപ്പിൾ കം ബാക്ക്, മതി. കം ബാക്ക്. ജോക്സ് അപ്പാർട്ട്, ഓൾറെഡി എല്ലാവരും വന്നോളൂ. The participants called for the change in competition. Great. Demanded the change in competition. Great. After the incident, she called for police. Requested police called for police to help her. Okay, great. All right. The Kashmir issue is a status quo of India. Other countries have nothing to do with it. All right. I have to cut corner. Cut corner alla Devika. Cut corners nu thanne kodukkanam. അതാണ് അതിൻ്റെ ഇഡിയം. ഇഡിയത്തിന് നമുക്ക് എന്താ പറയാൻ പറ്റില്ല, വേർഡ്സ് മാറ്റാനോ അതിൻ്റെ ഒന്നും മാറ്റാൻ പറ്റില്ല. സോ കട്ട് കോർണേഴ്സ് എന്ന് പറയാം, വെട്ടിച്ചുരുക്കുക. നമ്മൾ പറയില്ലേ, നമ്മൾ പൈസ ഇല്ലാതെ വരുമ്പോൾ നമ്മൾ എല്ലാ കാര്യങ്ങളും വെട്ടിച്ചുരുക്കുക, എന്താ എല്ലാ അറ്റവും വെട്ടിച്ചുരുക്കുക എന്ന് പറയും. അറ്റങ്ങളെല്ലാം വെട്ടിച്ചുരുക്കി നോക്കും. അതിനാണ് കോർണറുകൾ എന്ന് പറയില്ലേ, അത് കട്ട് കോർണേഴ്സ് എന്ന് തന്നെ പറയണം കേട്ടോ. ഐ ഹാവ് ടു കട്ട് കോർണേഴ്സ് ഓൺ ദിസ് മന്ത് അല്ല കേട്ടോ, ഇൻ ദിസ് മന്ത്, ഈ മാസം. മന്തിൻ്റെ കൂടെ എപ്പോഴും ഇന്ന കൊടുക്കുക, ഓർത്തോണേ. ഐ ഹാവ് ടു കട്ട് കോർണേഴ്സ് ഇൻ ദിസ് മന്ത് ബിക്കോസ് ഐ ഹാവ് എ ട്രിപ്പ് ടു വയനാട്. ആണോ, ഉള്ളതാണോ? ഹൈക്കോർട്ട് ഓഫ് കേരള ആസ്ക്ഡ് ദി കേരള ഗവൺമെന്റ് അബൌട്ട് ദ സ്റ്റാറ്റസ് കോ ഓഫ് റോഡ് കൺസ്ട്രക്ഷൻ വർക്ക്. യെസ്, കൺസ്ട്രക്ഷൻ വർക്ക്. ഹീസ് ആൻ എക്സ്പേർട്ട്. ഫാത്തിമ, അവിടെ നമ്മൾ എന്ത് കൊടുക്കണം അറിയോ? ഷിറിൻ, നമ്മൾ ഇത് കൊടുക്കണം. ഷിറിൻ ഇപ്പോൾ കുറേ ആയല്ലോ ഞാൻ കണ്ടിട്ട്, അല്ലേ? നമ്മളിപ്പോൾ കുറേ ആയല്ലോ കണ്ടിട്ട്. അത് ഇന്നലെ ഉണ്ടായിരുന്നോ? ഇന്നലെ ഞാൻ കണ്ടതായിട്ട് എനിക്ക് ഓർമ്മ വരുന്നില്ല. ഷിറിനെ ഇപ്പോൾ ഞാൻ കുറേ ആയി കണ്ടിട്ട് പോലെ എൻ്റെ മനസ്സിൽ. ഇനി എൻ്റെ ബോധം പോയതിട്ടാണെന്ന് എനിക്കറിയത്തില്ല. ഹീസ് എൻ എക്സ്പേർട്ട് ആണ് കേട്ടോ, അങ്ങനെ കൊടുക്കണം. ഹീസ് ആൻ എക്സ്പേർട്ട്, ഒരു എക്സ്പേർട്ടാണ് ഇൻ ഗ്ലോസിംഗ് ഓവർ തിങ്സ് ദാറ്റ് ഇസ് എക്സിസ്റ്റിംഗ് സ്റ്റേറ്റസ് കോ ഓഫ് ദ കറന്റ് സിറ്റുവേഷൻ. എടാ, എക്സിസ്റ്റിംഗ് സ്റ്റേറ്റസ് കോ എന്ന് പറയേണ്ട കാര്യമില്ല, ഓൾറെഡി എക്സിസ്റ്റിംഗ് സ്റ്റേറ്റ് ഓഫ് അഫയേഴ്സ് ആണ് സ്റ്റേറ്റസ് കോ. അപ്പോൾ പിന്നെ വീണ്ടും എക്സിസ്റ്റിംഗ് കൊടുക്കേണ്ട കാര്യമില്ല കേട്ടോ റെജിൻ. പിന്നെ കറണ്ട് സിറ്റുവേഷൻ ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല. കറണ്ട് സിറ്റുവേഷൻ കുഴപ്പമില്ല, എക്സിസ്റ്റിംഗ് കൊടുക്കണ്ട. ഓക്കെ. An expert public speaker is good at goes over. At കഴിഞ്ഞിട്ട് നിമി, അറ്റ് ഈസ് എ പ്രിപ്പോസിഷൻ. പ്രിപ്പോസിഷൻ കഴിഞ്ഞിട്ട് ഒരിക്കലും വേർബ് വരരുത്. പ്രിപ്പോസിഷൻ കഴിഞ്ഞിട്ട് വേർബിന് നൗൺ ഫോർമുലേഷൻ കൊടുത്തു, ജറണ്ട് കൊടുത്തു. വേർബിന്റെ നൗൺ അല്ലേ, വേർബൽ നൗൺ അല്ലേ, അപ്പം അത് കൊടുത്തു. അപ്പം എന്ത് കൊടുക്കണം? An expert public speaker is good at glozing over his stage fear if any. കേട്ടോ, glozing over. Supreme Court recently called for many job vacancy അല്ല അമർജിത് സിംഗ്, വേക്കൻസി അല്ല. വേക്കൻസി എന്ന് പറയുമ്പോൾ സിംഗുലർ അല്ലേ, വി വോണ്ട് പ്ലൂറൽ. അപ്പം എന്ത് കൊടുക്കണം? മെനിയുടെ കൂടെ യു ഓൾവേസ് യൂസ് പ്ലൂറൽ നൗൺ മാത്രമേ മെനിയുടെ കൂടെ ഉപയോഗിക്കണം. മെനി മീൻസ് കൗണ്ടബിൾ ആണ്. കൗണ്ടബിൾ ആയെന്ന് പറയുമ്പോൾ അതിൻ്റെ പ്ലൂറൽ പറയാനല്ലേ, ഒരുപാട്, ധാരാളം എന്നല്ല അതിൻ്റെ അർത്ഥം. മെനി, സെവറൽ, ന്യൂമറസ് എന്നൊക്കെയല്ല അർത്ഥം. സോ മെനിയുടെ കൂടെ എപ്പോഴും പ്ലൂറൽ. സോ സുപ്രീം കോർട്ട് റീസെൻ്റ്ലി കോൾഡ് ഫോർ, അവിടെ ഒരു പ്രശ്നമുണ്ട്. റീസെൻ്റ്ലി കോൾഡ് ഫോർ ആണ് കുഴപ്പമില്ല, ഈ ഇടയായിട്ട് വിളിച്ചു, കോൾഡ് ഫോർ അങ്ങനെ കൊടുക്കുക. അല്ലെങ്കിൽ കോൾസ് ഫോർ കൊടുക്കണം, കാരണം സുപ്രീം കോർട്ട് സിംഗുലറാ, കോർട്ട് അപെക്സ് കോർട്ട് ഒന്നല്ലേ ഉള്ളൂ. അപ്പം കോൾസ് ഫോർ കൊടുക്കുക, അല്ലെങ്കിൽ പാസ്റ്റ് ടെൻസ് കൊടുക്കുക. കോൾഡ് ഫോർ മെനി ജോബ് വേക്കൻസീസ്. ദ കൾപ്രിറ്റ്സ് ഗ്ലോസ്ഡ് ഓവർ ബൈ bringing in many strategies. Great. The company is planning to cut corners to meet its new expenses. That's great. Police gloss over the evidence of case. അത് ഉറപ്പ് നടക്കാറുണ്ടല്ലേ? ശരിയാണ്. യെസ്. അപ്പോൾ പോലീസ് ഗ്ലോസ് ഓവർ കറക്റ്റാണ്, കാരണം പോലീസ് പ്ലൂറലാണ്. സോ ഗ്ലോസ് ഓവർ കറക്റ്റാണ്. ഗ്ലോസ് ആണ്, ഗ്ലാസ് ഓവർ അല്ല കേട്ടോ. ഐ ഡോണ്ട് ഗെറ്റ് മൈ കോഷൻ ഡിപ്പോസിറ്റ് ഫ്രം കോളേജ്. ഐ തിങ്ക് ദേ ഡ്രാഗ് ദ ഫീറ്റ്. ദാറ്റ്സ് ഗ്രേറ്റ്. ഞാൻ പറഞ്ഞ തെറ്റല്ലേ? സ്റ്റാറ്റസ് കോ പോയിന്റ്സ് ടു കറന്റ് സിറ്റുവേഷൻ, റൈറ്റ്? കറന്റ്, അതാ ഞാൻ നേരത്തെ പറഞ്ഞത്. അത് ഒന്ന് ആലോചിച്ച് നോക്കി. ഇപ്പം എക്സിസ്റ്റ് ചെയ്യുന്ന സ്റ്റേറ്റ് ഓഫ് അഫയേഴ്സ് ആണ്. അപ്പോൾ പിന്നെ എക്സിസ്റ്റിംഗും കറന്റിനും കൊടുക്കേണ്ട കാര്യം വരുന്നില്ല കേട്ടോ. ദ സ്റ്റാറ്റസ് കോ ഓഫ് ഇന്ത്യ ഇസ് വേഴ്സ് എന്ന് പറയുകയാണെങ്കിൽ ഇപ്പോഴത്തെ ഇന്ത്യയുടെ എക്സിസ്റ്റിംഗ് സ്റ്റേറ്റ് ഓഫ് അഫയേഴ്സ്, എക്സിസ്റ്റ് ചെയ്യുന്ന സ്റ്റേറ്റ് ഓഫ് അഫയേഴ്സ് മോശമാണെന്നാണ്. അപ്പോൾ പിന്നെ വീണ്ടും കറണ്ടും എക്സിസ്റ്റിംഗ് കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. അതാ ഞാൻ ചോദിച്ചത്, അതാ ഞാൻ നിന്നോട് നേരത്തെ പറഞ്ഞത്. യെസ്.
ഉള്ളതാണല്ലേ? ആഹാ, വരുന്നുണ്ടല്ലേ? കൊള്ളാം. A good businessman knows how to cut corners to achieve the profit. Yes. അവരാണല്ലോ നമ്മൾ ബിസിനസ് മാൻ എന്ന് പറയുന്നത് അല്ലേ? റെക്കോർഡഡ് കാണുന്നുണ്ട് മാം, ലൈവ് അറ്റൻഡ് ചെയ്തില്ലെങ്കിൽ. അതാണ്. അപ്പം ശരിയാണ്, ഞാൻ ഓർക്കണം കറക്റ്റ്. കുറച്ചായി ഞാൻ കണ്ടിട്ട്. എന്താ ഞാൻ പറഞ്ഞത്, ഒരുപാട് ആയി. ഞാൻ ഓർക്കുന്നുണ്ട് ഷെറിനെ നമ്മൾ ലൈവിൽ വരാറുള്ള ആളാണ്, ബട്ട് കുറേ ആയി ഇപ്പോൾ കണ്ടിട്ട്. അതാണ് ഞാൻ പറഞ്ഞത്. എ ഫ്രണ്ട് ഓഫ് മൈൻ കോളിംഗ് ഫോർ സ്റ്റേ ഓവർ അറ്റ് ഹെർ ഹോം. ശ്രീദേവി ഇല്ല ഇന്ന്? ശ്രീദേവിനെ ഇന്ന് കണ്ടില്ലല്ലോ. ഹരി ഇനി കുറച്ച് നാളത്തേക്ക് ഉണ്ടാവില്ല എന്ന് പറഞ്ഞിരുന്നു. ഹരി ഇനി ജോലിയൊക്കെ പയ്യെ ഒന്ന് സെറ്റാക്കിയിട്ടേ വരത്തുള്ളൂ. ഹരിയുടെ ആയിരുന്നില്ല, ശ്രീദേവിയെ കണ്ടില്ല. അനു എത്തിയിട്ടില്ലല്ലോ. യെസ്, എ ഫ്രണ്ട് ഓഫ് മൈൻ കോളിംഗ് ഫോർ അല്ല കേട്ടോ, ഫ്രണ്ട് ഓഫ് മൈൻ ഈസ് കോളിംഗ് ഫോർ അല്ലേ? ഈസ് കോളിംഗ് ഫോർ വേണം. കാര്യം ഫ്രണ്ട് ഓഫ് മൈൻ കഴിഞ്ഞിട്ട് കോളിംഗ് ഫോർ കൊടുക്കുവാണെങ്കിൽ കണ്ടിന്യൂസ് ടെൻസ് വേണ്ട. അപ്പോൾ ബി ഫോർമുലേഷനിൽ കണ്ടിന്യൂസ് ടെൻസ് ആയില്ല. ഈസ് കോളിംഗ് ഫോർ സ്റ്റേ ഓവർ അറ്റ് ഹെർ ഹോം. ഓ കൊള്ളാലോ, അത് നന്നായി, അടിപൊളി, അത് കൊള്ളാം. അതൊരു മാറ്റം അല്ലേ? ചേഞ്ച് ഇൻ ദ സെനേറിയോ വിൽ ഹെൽപ്പ് യു. ഒരുപാട് ഹെൽപ്പ് ചെയ്യും. നമ്മൾ പെട്ടെന്നൊരു മാറ്റം വീട്ടിൽ നിന്നൊക്കെ ഒന്ന് മാറി ഇപ്പോൾ ആ സിറ്റുവേഷനൊക്കെ ഒന്ന് മാറുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിച്ചൊന്ന് ശാന്തമാവും. ദാറ്റ്സ് ഗ്രേറ്റ്. ഒരു ട്രിപ്പ് ഒരു നല്ലൊരു കാര്യമാണ്. പക്ഷെ മഴയാണ്, ഒന്ന് സൂക്ഷിക്കുക. മഴ വയനാട്ടിലൊക്കെ നല്ല മഴയാണ്. അടുത്ത മാസമാണ് കുഴപ്പമില്ല, അപ്പോഴേക്കും മഴ കുറയുമെന്ന് എൻ്റെ ഒരു വിശ്വാസം. അങ്ങനെയാണ്, കുഴപ്പമില്ല. ഒന്ന് ആലോചിച്ചിട്ട് കേട്ടോ, കാരണം മഴയത്ത് യാത്ര അത്ര സേഫ് അല്ല. ഇൻ ദ സെൻസ് ഒരുപാട് മഴയുള്ളപ്പോൾ ഈ ചുരമൊക്കെ അതുകൊണ്ടാണ്. Apex Court warned the state government to continue the status quo in the legislature. All right, that's great. ഓക്കെ, അവരുടെ അത് ഞാൻ കണ്ടില്ലല്ലോ ഷമാസെ. നമ്മുടെ കോൺട്രാക്ട് സർട്ടിഫിക്കറ്റിൻ്റെ കാര്യം അല്ലേ? ക്വസ്റ്റ്യൻ പേപ്പർ ഐ തിങ്ക് they drag their feet. അല്ലല്ല ഷമാസെ, അവിടെ ദേ ആർ ഡ്രാഗിങ് ദ ഫീറ്റ് കൊടുത്താലും കറക്റ്റാ, ദേ ഡ്രാഗ് ദ ഫീറ്റ് പറഞ്ഞാലും കറക്റ്റാ. ഐ തിങ്ക് ഞാൻ വിചാരിച്ചു അവർ ഡ്രാഗ് ചെയ്യാണ്, കണ്ടിന്യൂ ചെയ്യുന്നു എന്ന് പറയണ്ട, പ്രസന്റ് ടെൻസിൽ പറയാം കേട്ടോ. അതിലും തെറ്റൊന്നുമില്ല കേട്ടോ, ഓർത്തോണം. Yes, Amajit, great. A new case is dragged out to the center to gloss over the gold smuggling case. അതെ, പുതിയ കേസ് വന്നിട്ടുണ്ടല്ലേ? കൊള്ളാം. Don't drag their feet, just leave them. All right, that's great. My friend tried to gloss over her romantic relationship from her parents, but got caught last day. Yes, Anu, hi. All right. The research journalist called for new articles. Yes, great. I always try to gloss over my low marks papers. Low marks papers വേണ്ട, ലോ മാർക്സ് മാത്രമാണെങ്കിൽ ലോ മാർക്സ് കറക്റ്റാണ്. ഇപ്പം ലോ മാർക്ക് പേപ്പേഴ്സ് എന്ന് പറയുമ്പോൾ അവിടെ ലോ മാർക്ക് അഡ്ജക്റ്റീവാണ്. അപ്പോൾ ലോ മാർക്സ് പേപ്പർ വേണ്ട, അത് നീ എങ്ങനെ കൊടുക്കാം? ഐ ട്രൈ ടു ഗ്ലോസ് ഓവർ മൈ ലോ മാർക്ക് പേപ്പേഴ്സ് വിത്ത് ഹൈ മാർക്ക് പേപ്പേഴ്സ്. അവിടെ ഹൈ മാർക്ക് പേപ്പർ കറക്റ്റായിട്ട് ഇല്ല, അതുപോലെ ലോ മാർക്സ് വേണ്ട. ഇൻ ദ PTA meeting, great. Criminals can know how to gloss over their actions. Yes, അവരാണല്ലോ ക്രിമിനൽസ് അല്ലേ? കൊള്ളാം. റെഡ് പ്രിൻസ്, ഗുഡ് മോർണിംഗ്. പാർവതി, ഹായ്, ഗുഡ് മോർണിംഗ്. അനുവൻ ശ്രീദേവി രാവിലെ ചാറ്റ് ബോക്സിൽ ഗുഡ് മോർണിംഗ് അയച്ചു മിസ്. അയച്ചായിരുന്നു, പക്ഷെ സെൻറ്റൻസ് കണ്ടില്ല, അപ്പോൾ ഞാൻ പെട്ടെന്ന് ശ്രദ്ധിച്ചില്ല. സോറി പിള്ളേരെ, സോറി. ഓക്കെ, യെസ്. ഫോമർ DGP റിവീൽ ദാറ്റ് police trying to അല്ല അമജിത്തെ, വീണ്ടും റിവീൽ ദാറ്റ് ദ പോലീസ് വേർ ട്രൈങ് ടു. തീർന്നല്ലോ, അത് കളഞ്ഞോ? ഓക്കെ, പോട്ടെ. യെസ്, ഗുഡ് മോർണിംഗ്. രമ്യ, ഹായ്, ഗുഡ് മോർണിംഗ്. ഓക്കെ, ബൈ. ശരി, ബൈ, ടേക്ക് കെയർ. ഓക്കെ, മൾട്ടി ടാസ്കിംഗ് ഇസ് എ ഗുഡ് മെത്തേഡ് ടു കട്ട് കോർണേഴ്സ്. യെസ്, ആണ്, അത് കറക്റ്റാണ്. സോനൽ, ഗുഡ് മോർണിംഗ്. കാസ്റ്റ് ആൻഡ് റിലിജൻ ഇസ് എ സ്റ്റേറ്റസ് കോ ദാറ്റ് യൂസ് ടു ഗ്ലോസ് ഓവർ ഈസ് ദ സ്റ്റേറ്റസ് കോ എന്ന് പറയില്ല. ആർ ദ സ്റ്റേറ്റ് ഓഫ് അഫയേഴ്സ്, അല്ലേ? കാരണം കാസ്റ്റ് ആൻഡ് റിലിജനെ രണ്ടായിട്ട് കൂട്ടാം. കാസ്റ്റ്, ജാതിയും മതവും, അങ്ങനെ കേട്ടോ, ജാതിയും മതവും രണ്ട്. കാസ്റ്റ് ആൻഡ് റിലിജൻ ആർ ദ സ്റ്റേറ്റസ് കോ ദാറ്റ് are used വീണ്ടും that are used to gloss over the exact reason behind the issue എന്ന് കൊടുക്കാം. ഓക്കെ വിനു? യെസ്. സോ അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഇഡിയംസ്, ഫ്രേസൽ വേർബ്സ് ഒക്കെ. അപ്പോൾ മനസ്സിലായെങ്കിൽ, നിങ്ങൾക്കത് യൂസ്ഫുൾ ആയെങ്കിൽ, സംഭവം ഇഷ്ടമായെങ്കിൽ ഒരു തംസപ്പ് ഇട്ടേ. ആൻഡ് ഷോ മി സം ലവ് ആൻഡ് സപ്പോർട്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. ഞാൻ പറഞ്ഞു തരണോ? അത് 50+ വ്യൂവേഴ്സ് ലൈവിലുണ്ട്, ആകെ 21 പേരുടെ ലൈക്ക്. ദാറ്റ്സ് നോട്ട് ഗുഡ്, ദാറ്റ്സ് ബാഡ്. അപ്പോൾ എന്ത് ചെയ്യണം? ഷോ മി സം ലവ് ആൻഡ് സപ്പോർട്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് പിള്ളേരെ. മൂവിങ് ടു ആർ മറ്റു വേർഡ്സ്, നെക്സ്റ്റ് വേർഡ്സിലോട്ട് നമുക്ക് പോകാൻ. എന്തായാലും നമുക്ക് 17% ഡിസ്കൗണ്ട് നമ്മുടെ കോഴ്സുകൾക്ക് എല്ലാം ഉള്ള കാര്യം അറിയാലോ. നമ്മുടെ കോഡ് അറിയാലോ, Y314. അപ്പോൾ Y314 എന്ന കോഡ് ഉപയോഗിച്ച് നിങ്ങൾക്ക് നമ്മുടെ കോഴ്സുകൾ പർച്ചേസ് ചെയ്യാം. സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യയുടെ ജൂനിയർ കോർട്ട് അസിസ്റ്റന്റിന്റെ ബാച്ച് നിങ്ങൾക്ക് ഉണ്ട് അല്ലേ? നമ്മൾ പറഞ്ഞു കഴിഞ്ഞ ദിവസം, മിനിഞ്ഞാന്നായിരുന്നു നമ്മുടെ ലാസ്റ്റ് ഡേറ്റ് ടു അപ്ലൈ. എല്ലാവരും അപ്ലൈ ചെയ്തു അല്ലേ? അപ്ലൈ ചെയ്തു. ഇനി പഠിക്കണം, പഠിച്ചുകൊണ്ടിരിക്കണം. ഇന്നലെ നമ്മൾ
എസ്സേസ് എങ്ങനെ നോക്കണം എന്നുള്ള പോയിന്റ്സ് നോക്കിയില്ലേ. അപ്പോൾ നമുക്ക് ഇനി ഓരോ ദിവസമായിട്ട് പഠിച്ചു പോകണ്ടേ. 3400 വേണം നമ്മുടെ കോഴ്സിന്. ഇന്ന് നമ്മൾ ഒരു കൃത്യമായിട്ടൊരു പാറ്റേൺ സെറ്റ് ചെയ്ത് പഠിക്കുന്ന രീതി എങ്ങനെയാണ് വേണ്ടതെന്നുള്ളത് ഇതിപ്പോൾ എല്ലാ സബ്ജക്റ്റിനും IT ആയിക്കോട്ടെ, കറണ്ട് അഫയേഴ്സ് ആയിക്കോട്ടെ, ഇംഗ്ലീഷ് ആയിക്കോട്ടെ, എല്ലാത്തിനെ പറ്റി ഇന്ന് ഒരു ഐഡിയ തരാൻ വേണ്ടി ഇന്ന് സൂം ഇവൻ്റ് ഉണ്ട് രാത്രി 8 മണിക്ക്. അപ്പോൾ 8 മണിക്ക് നമുക്ക് കാണാം കേട്ടോ. അപ്പോൾ ഈ കോഴ്സിൻ്റെ പ്രത്യേകത നമുക്ക് ടെസ്റ്റ് സീരീസ് ഉണ്ട്, ബുക്ക് ഉണ്ട്, കംപ്ലീറ്റ് പാക്കേജ് ആണ് കേട്ടോ. ഇത് നിങ്ങൾക്ക് ഡിസ്ക്രിപ്റ്റീവ് ഉണ്ട്, ഒബ്ജക്റ്റീവ് ക്ലാസ്സുകളുണ്ട്. അതുകൂടാതെ നിങ്ങൾക്ക് ടെസ്റ്റ് സീരീസ് പ്രാക്ടീസ് ചെയ്യാൻ ടെസ്റ്റ് സീരീസ് ഉണ്ട്, പഠിക്കാൻ ബുക്ക് ഉണ്ട്, എല്ലാം അവൈലബിൾ ആണ്. അപ്പം ജൂലൈ 14 ക്ലാസ് ആരംഭിക്കും. ഇന്ന് എത്ര തീയതി? 12 ആണ്. അപ്പോൾ വെച്ച് താമസിപ്പിക്കാൻ സമയമില്ല, അഡ്മിഷൻ എടുക്കാനുള്ളവർ വേഗം അഡ്മിഷൻ എടുക്കുക, നമുക്ക് പഠിച്ചു തുടങ്ങാം കേട്ടോ. അപ്പോൾ 3 ക്ലാസ്സുകളാണ് ഡെയിലി ഉള്ളത്, 2 മണിക്ക്, 5 മണിക്ക്, 8 മണിക്ക്. കൂടാതെ എല്ലാ സെൻട്രൽ ഗവൺമെൻറ് എക്സാം പിള്ളേരെ ഞാൻ പിന്നെയും ആവർത്തിച്ച് പറയാണ്, ഇത്തവണയുള്ള സെൻട്രൽ ഗവൺമെൻറ് എക്സാം ഏത് വന്നാലും കണ്ണും പൂട്ടി അപ്ലൈ ചെയ്യാം കേട്ടോ. നമ്മളെ കൊണ്ട് പറ്റും, പഠിച്ചാൽ പറ്റും എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യുക. ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മളോട് ചോദിക്കുക, നമ്മളിപ്പോഴും എപ്പോഴും ഇവിടെ ഉണ്ട്, ചോദിക്കുക, അപ്ലൈ ചെയ്യുക. കാരണം ഇത്തവണ ഒരുപാട് വേക്കൻസീസ് ആണ്. നിങ്ങൾ വൺസ് ഒന്ന് അറ്റംപ്റ്റ് ചെയ്തു, അത്യാവശ്യം പഠിച്ചൊന്ന് അറ്റംപ്റ്റ് ചെയ്താൽ ഉറപ്പായിട്ട് റാങ്ക് ലിസ്റ്റ് കയറാൻ പറ്റും. കാര്യം ഇത്തവണ വേക്കൻസീസിന്റെ ചാകരയാണ്. എല്ലാ തവണ ഇത് കിട്ടില്ല, ചില തവണയാണ് കിട്ടുക. സോ ഇതൊക്കെ നമുക്ക് എന്താ പറയുക, വൺസ് ഇൻ എ ലൈഫ് ടൈം ഓപ്പർച്യൂണിറ്റിയാണ് ഈ ഇയറിൽ വരാൻ പോകുന്ന ഓപ്പർച്യൂണിറ്റി. അപ്പോൾ റെയിൽവേ എക്സാംസ് ആയിക്കോട്ടെ, SSC ആയിക്കോട്ടെ, സുപ്രീം കോർട്ട് 210 വേക്കൻസി ഇത്തവണ. അപ്പം തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ അതിൻ്റെ ഒരു വലുപ്പം. അതുപോലെ ബാങ്കിങ് ആയിക്കോട്ടെ, നിങ്ങൾക്ക് പറ്റുമെന്ന് തോന്നി ഉറപ്പായിട്ട് അപ്ലൈ ചെയ്തോണം കേട്ടോ. പഠിക്കാൻ അറിയില്ലെങ്കിൽ ചോദിച്ചാൽ മതി, ഞങ്ങൾ പറഞ്ഞുതരാം എന്തൊക്കെ രീതികളാണ് പഠിച്ചു തരേണ്ടതെന്നുള്ളത് കേട്ടോ. അല്ല ഒരു വിഷയമില്ല, നിങ്ങൾ കോഴ്സ് തന്നെ ജോയിൻ ചെയ്യണമെന്നൊന്നുമില്ല. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ യു ക്യാൻ ആസ്ക് us. ദാറ്റ്സ് ഇറ്റ് കേട്ടോ. അപ്പോൾ നമ്മുടെ SSCയുടെ കംപ്ലീറ്റ് ബാച്ച് വന്നിട്ടുണ്ട്, CGL, CHSL, MTS. അത് പഠിച്ചിട്ടുണ്ടെങ്കിൽ ബാക്കി എല്ലാത്തിനും നിങ്ങൾക്ക് ക്ലാസ് ആയി കേട്ടോ. ജനറൽ അവയർനെസ്, ജനറൽ അവയർനെസ് മാത്രമല്ല, ഇംഗ്ലീഷ് ഉണ്ട്, മാത്ത്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ഉണ്ട്, റീസണിംഗ് ഉണ്ട്, എല്ലാം ഇവിടെ നമ്മൾ പഠിപ്പിച്ചു തരും. ഓക്കെ, എല്ലാം ഡീറ്റെയിൽ ആയിട്ട്. നമ്മുടെ 5 മാസത്തെ ലോങ് കോഴ്സാണ്. ഈ കോഴ്സ് ജൂലൈ 1 തുടങ്ങി. ഓൾട്ടർനേറ്റ് ഡേയ്സ് ഞാൻ പറയുന്നില്ല, ആഴ്ച 4 ദിവസമേ ക്ലാസ് ഉള്ളൂ. 1 days, Wednesdays, Fridays and Saturdays. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യത്തിന് സമയമുണ്ട് ബാക്കിയുള്ള സമയം പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട്. റിലാക്സ് ചെയ്ത് തന്നെ പഠിക്കാം കേട്ടോ. അപ്പോൾ 3 മണിക്കും 6:30ക്കും 2 ക്ലാസ്സുകളേ ഉള്ളൂ ഉള്ള ദിവസങ്ങളിൽ, 1.5 മണിക്കൂറിൻ്റെ ക്ലാസ്സുകൾ. ഓക്കെ, അപ്പോൾ വേർഡ്സിലോട്ട് പോവാം. പിടിച്ചോ. റിസോൾവ് എന്നാണ് ഇന്നത്തെ ആദ്യത്തെ വേർഡ്. റിസോൾവ് ഈസ് നൗൺ ആണ്, അതുപോലെ വേർബ് ആണ്. റിസോൾവ് എന്ന് പറഞ്ഞാൽ റെസൊല്യൂഷൻ. നമ്മൾ ഈ പറയില്ലേ, എന്താ പറയുക, നമ്മുടെ ന്യൂ ഇയറിൻ്റെ ഒക്കെ ആയിക്കഴിയുമ്പോൾ നമുക്കൊരു റെസൊല്യൂഷൻ എടുക്കലുണ്ട്. റെസൊല്യൂഷൻ, ഒരു തീരുമാനം. ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ റിസോൾവ് എന്ന് പറഞ്ഞാൽ റെസൊല്യൂഷൻ, ഡിറ്റർമിനേഷൻ എന്നൊക്കെ നമുക്ക് പറയാം. മനസ്സിലായല്ലോ? റെസൊല്യൂഷൻ അല്ലെങ്കിൽ ഡിറ്റർമിനേഷൻ എന്നാണ് നൗൺ ഫോർമുലേഷൻ അർത്ഥം. റെസൊല്യൂഷൻ അല്ലെങ്കിൽ അതാണ് റിസോൾവ് എന്ന് പറഞ്ഞാൽ. അതുപോലെ റിസോൾവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ വേർബ് ഉണ്ട്. സോൾവ് ചെയ്യുക, സെറ്റിൽ ചെയ്യുക, ഡിസൈഡ് ചെയ്യുക, ഡിറ്റർമൈൻ ചെയ്യുക, അല്ലേ? ഒരു കാര്യം തീരുമാനിക്കുക, ഉറപ്പിച്ച് തീരുമാനിക്കുക. ഡിറ്റർമൈൻ ചെയ്യുക, ഡിസൈഡ് ചെയ്യുക, സെറ്റിൽ ചെയ്യുക, സോൾവ് ചെയ്യുക എന്നൊക്കെ അർത്ഥമുണ്ട്, അല്ലെ? ഒരു കാര്യം സോൾവ് ചെയ്യുക, അല്ലേ? സെറ്റിൽ ചെയ്യുക, സോൾവ് ചെയ്യുക എന്നൊക്കെ പറയില്ലേ, അതിനെ നമ്മൾ ഡിസോൾവ് ചെയ്യുക എന്ന് പറയും. ഓർത്തോണം കേട്ടോ. യെസ്, മറക്കണ്ട. എന്തോ സെന്റൻസുകൾ വന്നിട്ടുണ്ടല്ലോ. യെസ്. The former DGP revealed that Kerala police were trying to gloss over many. അവിടെ ഒരു തെറ്റ് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അതുവരെ വളരെ കറക്റ്റാണ് കേട്ടോ അമർജിത്ത്, അവിടെ വരെ വളരെ കറക്റ്റാണ്. മെനി ഉപയോഗിക്കരുത്, അവിടെ മച്ച് ഉപയോഗിക്കുക. ഒരുപാട് എന്ന് പറയുമ്പോൾ അളവ് പറയുന്നത്. മെനി ഇസ് ഫോർ amount. അല്ല, സോറി, മച്ച് ഇസ് ഫോർ amount, മെനി ഇസ് ഫോർ നമ്പർ. എവിഡൻസ് കൗണ്ടബിൾ അല്ല, എവിഡൻസ് അൺകൗണ്ടബിൾ ആണ്. ഞാൻ എപ്പോഴും പറയും, എവിഡൻസ് ഓർത്ത് വെച്ചോണ്ട് എപ്പോഴും എക്സാമിന് നമുക്ക് തെറ്റുന്നതാണ്, എഴുതുമ്പോഴും തെറ്റും. എവിഡൻസസ് എന്നില്ല, ഇറ്റ് ഇസ് അൺ അൺകൗണ്ടബിൾ നൗൺ. പ്രൂഫിന് പ്രൂഫ്സ് ഉണ്ട്, എവിഡൻസ് ഇല്ല, എവിഡൻസ് അൺകൗണ്ടബിൾ ആണ്. അപ്പം എവിഡൻസ് എന്ന് പറയുമ്പോൾ മച്ച് എവിഡൻസ്, ഒരുപാട് തെളിവ് കിട്ടി ഇൻ ആക്ട്രസ് ഡിഫെയിം കേസ് കേട്ടോ. PWD is dragging its feet in the road construction. അതെ കേട്ടോ, അത് തന്നെ. ഇപ്പം മഴക്കാലം വന്നപ്പോൾ റോഡിൻ്റെ ഒക്കെ ഗതി ഉണ്ട്. ഇപ്പോൾ വണ്ടി കൊണ്ട് പോകുമ്പോൾ നമുക്കത് ബുദ്ധിമുട്ട് മനസ്സിലാവുന്നത്. വാട്ട് ഈസ് ദ സ്റ്റേറ്റസ് ഓഫ് യുവർ ഇൻ്റർവ്യൂ? എന്തായല്ലേ, കൊള്ളാം. ശ്രീലങ്കൻ അതോറിറ്റി could have cut corners. അപ്പം ഇങ്ങനെ കൊടുക്കാം. അവിടെ ഒരു പ്രിപ്പോസിഷൻ ഉണ്ട്. ഗുരുദാസ് ഇവിടം വരെ കറക്റ്റാ. ആ പ്രിപ്പോസിഷൻ പറഞ്ഞ് മിസ്സിംഗ് ആ. ശ്രീലങ്കൻ അതോറിറ്റി കുഡ് ഹാവ് കട്ട് കോർണേഴ്സ് ഇൻ ദ സ്റ്റേറ്റസ് കോ, അല്ലെങ്കിൽ അബൌട്ട് ദ സ്റ്റേറ്റസ് കോ, അല്ലെങ്കിൽ ഇൻ ദ സ്റ്റേറ്റസ് കോ ഇൻ ശ്രീലങ്ക. കൊടുക്കണം കേട്ടോ, അങ്ങനെ കൊടുക്കണേ ഗുരുദാസെ, ഓർത്തോണം. സംഭവം കൊള്ളാം കേട്ടോ, സെറ്റാണ്. ഫസ്റ്റ് ടൈം ആണോ ലക്ഷ്മി? ഹായ്, വെൽക്കം ടു ദ ക്ലബ്. നമ്മുടെ എഡിറ്റോറിയൽ ക്ലബിലേക്ക് സ്വാഗതം. ഗുഡ് മോർണിംഗ് കേട്ടോ. പാർവതി 3 ക്ലാസ്സും കയറണം. 3 ക്ലാസ് 3 സബ്ജക്റ്റ് ആയിരിക്കും കേട്ടോ. 3 ക്ലാസ് 3 സബ്ജക്റ്റ്. ഇപ്പോൾ സുപ്രീം കോടതി ഞാൻ ഇപ്പോൾ രാവിലത്തെ ക്ലാസ് ഇംഗ്ലീഷ് റീമ, ഇപ്പം ഞാൻ 14ാം തീയതി ഇത് പറയാം, സിലബസ് ഞാൻ പറയാം. 14ാം തീയതി എനിക്ക് തോന്നുന്നു രാവിലെ റീമ മിസ്സാണ്, ഉച്ചയ്ക്ക് മാത്സ് ആണെന്ന് എൻ്റെ വിശ്വാസം, ആരാണെന്ന് എനിക്ക് ഓർമ്മയില്ല. രാവിലെ അല്ല, സോറി, ഉച്ചയ്ക്ക് റീമ മിസ്, 2 മണിക്ക് റീമ മിസ്,
പിന്നെ ഈവനിങ്ങിൽ ആദ്യത്തെ സെഷൻ എനിക്ക് തോന്നുന്നു ഗ്രീഷ്മ മിസ്സോ ഗ്രീഷ്മ മിസ് അല്ല സോറി കാവ്യ മിസ്സാണ് എൻ്റെ ഒരു വിശ്വാസം. അതോ അമൃത മിസ്സാണോ ജി കെ ആണോ എന്ന് എനിക്ക് അറിയത്തില്ല, ഒരു ഓർമ്മയില്ല. പിന്നെ എന്തായാലും വൈകുന്നേരം എനിക്ക് രാത്രി ടൈമിൽ നമ്മുടെ സുബിൻ സാറിൻ്റെ റീസണിങ് ആണ്. യെസ്, അതാണ്. അപ്പോൾ ഓരോ സബ്ജക്റ്റ് അല്ല. അപ്പോൾ നമ്മൾ ഒരു സബ്ജക്റ്റ് കയറില്ല, ഒരു സബ്ജക്റ്റ് വിട്ടുപോകും. ഇനി നിങ്ങൾ കയറിയില്ലെങ്കിലും കുഴപ്പമില്ല. ഇപ്പം നിങ്ങൾക്ക് സമയമില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും ഇപ്പം ഹൗസ് വൈഫാണ്, വീട്ടിലെ കാര്യങ്ങൾ നോക്കാനുണ്ട്, അല്ലെങ്കിൽ ജോലി കഴിഞ്ഞിട്ട് വരുമ്പോഴേക്ക് സമയം പോകും, മിസ് എന്താ ചെയ്യുക, അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളാണ് എങ്കിൽ എന്ത് ചെയ്യണം, ആ ഒരു സെഷൻ മിസ് ചെയ്തിട്ട് ആ സെഷൻ എന്താ റെക്കോർഡായിട്ട് കാണാം. റെക്കോർഡ് അവൈലബിൾ ആണ്, റെക്കോർഡായിട്ട് കാണാം. അപ്പോൾ ഒരു കാര്യമുണ്ട്, കൃത്യമായിട്ട് ഡൗട്ട് തോന്നണം അപ്പം ചോദിക്കാം. അന്നന്ന് ഡൗട്ട് തോന്നി ചോദിക്കുക, അല്ലെങ്കിൽ 2 ദിവസം കൂടുമ്പോൾ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ച് ക്ലിയർ ചെയ്ത് പോകണം കേട്ടോ. ഇല്ല പിന്നെ കുന്നുപോലെ ഡൗട്ട്സ് കൂട്ടി വെച്ച് കഴിയുമ്പോൾ ഒന്നും മനസ്സിലാവാത്ത പോലെ. അതൊന്നും ശ്രദ്ധിച്ചോണം, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. യെസ്. ഇൻ എവറി ന്യൂ എൻവയോൺമെന്റ് ഐ എം ട്രൈഡ് ടു ഗ്ലോസ് ഓവർ മൈ ടെൻഷൻ. ഐ എം ട്രൈഡ് അല്ല, ഐ ട്രൈഡ്. പാർവതി കുറേ നാളായി ഇപ്പോൾ സെൻറ്റൻസ് മേക്ക് ചെയ്ത് ഇടയ്ക്കിടയ്ക്ക് വരും, ഇടയ്ക്കിടയ്ക്ക് പോകും. അതിൻ്റെ കാണാനുണ്ട്, സെൻറ്റൻസ് ശ്രദ്ധിച്ചോണം. ഇൻ എവറി ന്യൂ എൻവയോൺമെന്റ് ഐ എം ട്രൈഡ് അല്ല, ഐ ട്രൈഡ് ടു ഗ്ലോസ് ഓവർ മൈ ടെൻഷൻ. ഐ ട്രൈഡ് ടു ഗ്ലോസ് ഓവർ, കൺസീൽ മൈ ടെൻഷൻ കേട്ടോ. യെസ്, വേർഡ്സ്വർത്തിൻ്റെ ഒരു പോം ഉണ്ട്, റെസൊല്യൂഷൻ ആൻഡ് ഇൻഡിപെൻഡൻസ്. നമ്മുടെ ലിറ്ററേച്ചർ ഇങ്ങെത്തി, കൊള്ളാം. യെസ്, അൺലെസ് യു സക്സീഡഡ് ദിസ് അല്ല, അൺലെസ് യു സക്സീഡഡ് ഇൻ ദിസ്, ഇതിൽ സക്സീഡ് ചെയ്തില്ലെങ്കിൽ യു കാണ്ട്. അപ്പോൾ ഒരു പ്രശ്നം, അൺലെസ് യു സക്സീഡ് ഇൻ ദിസ് കേട്ടോ, അൺലെസ് യു സക്സീഡ് ഇൻ ദിസ് യു കാണ്ട് റിസോൾവ് ദിസ് പ്രോബ്ലം കേട്ടോ. അതൊന്ന് ശ്രദ്ധിച്ചോണം. സക്സീഡ് എന്ന് പറയുന്നത് ഇതല്ല, ട്രാൻസിറ്റീവ് വേർബ് അല്ല കേട്ടോ ഷമാസെ. അപ്പോൾ അതിൻ്റെ കൂടെ പ്രിപ്പോസിഷൻ വേണം, ഇൻ ദിസ് വേണം കേട്ടോ. They tried to resolve the family issue without any chaos. Okay, great. Resolution is one of the keys to success. Satyam. We are going to resolve this problem. Pinna alla Gibson. Rita resolves to. Rita singular alle. അപ്പോൾ സിംഗുലർ സബ്ജക്റ്റിന് സിംഗുലർ വേർബ് കൊടുക്കണം. റീത്ത റിസോൾവ്സ് ടു പ്രിപ്പയർ ഫോർ ബാങ്ക് എക്സാംസ്. ഡിറ്റർമൈൻസ് ടു അല്ലെ ഡിസൈഡ്സ് ടു അല്ലേ. Yes, just results can strengthen upcoming matters. Just resolution, അങ്ങനെയല്ല, resolution can just അങ്ങനെ കൊടുക്കാം. Resolutions can just strengthen upcoming matters എന്ന് കൊടുക്കണം. ജസ്റ്റ് ഇവിടെയല്ല വരണ്ട കേട്ടോ. ജസ്റ്റ് റെസൊല്യൂഷൻ. ഓക്കെ, ശരി. ന്യായമായ റെസൊല്യൂഷൻ. സോറി, ഞാൻ പെട്ടെന്ന് മറ്റേ അഡ്വേർബ് ആണെന്ന് ഓർത്തു, ഇപ്പം എനിക്ക് കത്തിയത്. സോറി. ഗുരുദാസ കറക്റ്റാ. ന്യായമായ റെസൊല്യൂഷൻസ്. യെസ്, ഗ്രേറ്റ്. ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ് ടു ഹാവ് ഡിറ്റർമിനേഷൻ ടു അച്ചീവ് യുവർ ഗോൾസ്. ഗ്രേറ്റ്. യെസ് നീരജ്. ഷീ നോസ് ഹൗ ടു റിസോൾവ് ദ ഇഷ്യൂ. യെസ്. ഹയർ അതോറിറ്റി ഇൻ Sri-Lankan government still trying to resolve the issues in the nation. Yes. Government failed to resolve the issues regarding KPSC project. Yes. In status quo in Sri Lanka. Yes. Alas, the problems of retreating in his life. റീട്രേറ്റ് വരെ എത്തിയോ? എന്നാ പിടിച്ചോ അടുത്ത്. എന്നാൽ പിന്നെ റീട്രേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിപ്പീറ്റ് ചെയ്യുക, വീണ്ടും പറയാം, വീണ്ടും എടുത്ത് നമ്മൾ തിരിച്ച് ഒരു കാര്യം നമ്മൾ പറഞ്ഞ കാര്യം പിന്നെ ആവർത്തിക്കുന്നതിന് റീസ്റ്റേറ്റ് ചെയ്യുക, റിപ്പീറ്റ് ചെയ്യുക, റീക്യാപിച്ചുലേറ്റ് ചെയ്യുന്നത് നമ്മൾ എന്ത് പറയും? റീട്രേറ്റ്. ഓക്കെ, പഠിച്ചിട്ടുണ്ട്, എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നതാണ്, ഇടയ്ക്കിപ്പോൾ കുറച്ച് നാളായിട്ട് ഇല്ലാത്തുള്ളൂ. ഈ ആർട്ടിക്കിളിൽ ഇപ്പം നമ്മൾ വായിക്കുന്ന ആർട്ടിക്കിളിൽ 3-4 തൊട്ട് നമ്മൾ പറയുന്നുണ്ട് റീട്രേറ്റ് എന്ന വാക്ക് തന്നെ. അടുത്ത പ്രീ റിക്വസ്റ്റ് ഏറ്റവും അത്യാവശ്യ സാധനം അല്ലേ. അതിനെ അഡ്ജക്റ്റീവ് ഫോർമുലേഷനിൽ ഉപയോഗിക്കാം, noun formulation ഉപയോഗിക്കാം. ദാറ്റ് മീൻസ് പ്രീ റിക്വസ്റ്റ് മീൻസ് ഇംപെററ്റീവ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്കിപ്പോൾ വേണ്ടത് ഇതാ. എസെൻഷ്യൽ, ഇംപെററ്റീവ് എന്നൊക്കെ പ്രീ റിക്വസ്റ്റിന് പറയാം. എസെൻഷ്യൽ കണ്ടീഷനാണ്, എസെൻഷ്യൽ തിങ് ആണ് എന്നൊക്കെയുള്ള കാര്യമാണ് പ്രീ റിക്വസ്റ്റ് പറയാം. നൗണും പറയും, അഡ്ജക്റ്റീവ്. അപ്പം അഡ്ജക്റ്റീവിൻ്റെ അർത്ഥം എന്താ? നെസസറി, ഏറ്റവും ആവശ്യമായ കാര്യം, അല്ലെങ്കിൽ റിക്വയർഡ്, ഏറ്റവും റിക്വയർഡ്. നമുക്കിപ്പോൾ ആവശ്യമാണ്, റിക്വയർഡ് ആണ് അല്ലെങ്കിൽ നെസസറി ആണ് എന്ന് നമുക്ക് എന്ത് പറയാം? ഈ പ്രീ റിക്വസ്റ്റിന് പറയാം, നൗണായിട്ടും അഡ്ജക്റ്റീവായിട്ടും. അഡ്ജക്റ്റീവ് ഫോർമുലേഷനിൽ റിക്വയർഡ്, നെസസറി, നൗൺ ആയിട്ട് ഇംപെററ്റീവ് അല്ലെങ്കിൽ എസെൻഷ്യൽ. ഏറ്റവും എസെൻഷ്യൽ ആയിട്ടുള്ള, എസെൻഷ്യൽ നൗണും ആണ് കേട്ടോ. എസെൻഷ്യൽസ് എന്ന് പറയില്ലേ, വാട്ട് ആർ ദ എസെൻഷ്യൽസ് ഫോർ സംതിങ്, എന്തെങ്കിലും ആട്ടെ, ഫോർ യുവർ ഇൻ്റർവ്യൂ എന്നൊക്കെ പറയില്ല. എന്ന് വെച്ചാൽ ഏറ്റവും ആവശ്യങ്ങൾ ഏതൊക്കെയാണ്. അടുത്ത ബ്രേക്ക് ത്രൂ, നൗണാണേ ബ്രേക്ക് ത്രൂ മീൻസ് ഡിസ്കവറി, നമ്മുടെ ഒരു കണ്ടുപിടുത്തം അല്ലെങ്കിൽ ഒരു ഡെവലപ്മെൻറ്റ്. നമ്മുടെ ബ്രേക്ക് ത്രൂ, എന്തെങ്കിലും ബ്രേക്ക് ത്രൂ ആയോ നിൻ്റെ പഠനത്തിൻ്റെ കാര്യത്തിൽ, അല്ലെങ്കിൽ നിൻ്റെ ജോലി നോട്ടത്തിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും ബ്രേക്ക് ത്രൂ ആയോ? എന്തെങ്കിലും ഡെവലപ്മെൻറ്റ് ഉണ്ടോ? എന്തെങ്കിലും അഡ്വാൻസ് ഉണ്ടോ? ചിലർ ചോദിക്കൂലേ, എന്തായി പഠിച്ചൊക്കെ കഴിഞ്ഞ് കുറേ ആയില്ലേ, എന്തെങ്കിലും ബ്രേക്ക് ത്രൂ ഉണ്ടോ നിൻ്റെ പഠനമൊക്കെ കഴിഞ്ഞ് ജോലീൻ്റെ വല്ല കാര്യത്തിൽ? ദാറ്റ്സ് ഇറ്റ്. ബ്രേക്ക് ത്രൂ മീൻസ് ഡിസ്കവറി, ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ അഡ്വാൻസ്. അടുത്തത് ഇമിനൻറ്റ്. ഇവിടെ വന്നു. ഇമിനൻറ്റ് എന്ന വാക്കിൻ്റെ അർത്ഥം അഡ്ജക്റ്റീവ് ആണ്. ഇംപെൻഡിങ്, അറ്റ് ഹാൻഡ്, തൊട്ടടുത്തേ വരുന്നു, അപ്രോച്ചിങ് ആണ്, ഇപ്പോൾ വരാൻ പോവാണ്. ഇമിനൻറ്റ് മൺസൂൺ, വരാൻ പോകുന്ന മൺസൂൺ. കുറച്ച് നാൾ മുമ്പ് നമ്മൾ പറഞ്ഞില്ലേ, മൺസൂൺ വരാൻ പോകണം, നോക്കിയിരുന്നു നമ്മൾ പറഞ്ഞായിരുന്നു. അങ്ങനെ മൺസൂൺ വന്നു. അപ്പോൾ ഇമിനൻറ്റ് എന്ന് പറഞ്ഞാൽ വരാൻ പോകുന്നത്. ഇംപെൻഡിങ്, അപ്രോച്ചിങ്, അറ്റ് ഹാൻഡ്, ക്ലോസ് എന്നൊക്കെയാണ് അർത്ഥം. അപ്പോൾ കുറച്ച് കൺഫ്യൂസിങ് വേർഡ്സ് ഉണ്ടല്ലോ. അപ്പോൾ എനിക്ക് പറഞ്ഞു തന്നെ,
യെസ്. എന്താണ് എമിനന്റ് പിള്ളേരെ? വാട്ട് ഇസ് എമിനന്റ്? എമിനന്റ് എന്താ? അഡ്ജക്റ്റീവ് ഇതും എമിനന്റ്. അതുപോലെ ഇമനന്റ്. പറയണേ, എല്ലാവരും പറയണം. ഞാൻ പെട്ടെന്ന് സെൻറ്റൻസ് വായിക്കുമ്പോഴേക്കും എല്ലാവരും പറയണം. ഓക്കെ. This is the breakthrough we wanted for resolving this issue. Great. That's great. Is there any prerequisite for the mission? That's great. The government always tries to drag their foot in case of facilities provided to the public. Yes, Neha. Great. She reiterated her words one by one. Teacher reiterated the same topic more than 3 times. That's great. Central government resolved the Agnibath protest. Yes. The discovery of penicillin became a breakthrough in the history of modern medicine. Yes. Reiterating practice helps us to win in the entire area. Great. Oxygen is prerequisite to the life. To the life വേണ്ട, to life. കേട്ടോ, ഇനി അവിടെ ദ വേണ്ട, to life. ലൈഫിന് ആണ് ദ വേണ്ട അവിടെ. ജീവന്, ദ ജീവന് എന്ന് പറയില്ല കേട്ടോ. Reiterating unsavory polls from people, government backs down the Agnibath scheme. Yes. വന്നല്ലോ. യെസ്. ആദ്യത്തെ എമിനന്റിന്റെ അർത്ഥം വെൽ നോൺ അല്ലേ? സത്യം. വെൽ നോൺ. അല്ലെങ്കിൽ നമ്മൾ എന്നാ വിളിക്കുക അതിനെ? ഒന്നെങ്കിൽ അതിനെ പറയും വെൽ നോൺ ആണ്, അല്ലെങ്കിൽ എന്ത് പറയും? ഫേമസ് ആണ് അല്ലേ? വളരെ ഫേമസ് ആയ, ഡിസ്റ്റിങ്വിഷ്ഡ് ആയ, അറിയപ്പെടുന്ന, ഫേമസ് ആയ എന്നാണ് അർത്ഥം. അപ്പോൾ ഇമനന്റിന്റെ അർത്ഥം എന്താണെന്ന് പറഞ്ഞത്? ഇമനന്റിന്റെ അർത്ഥം എന്നാ പറഞ്ഞല്ലോ? ഇമനന്റ് ഇൻട്രിൻസിക് ആയ അല്ലെങ്കിൽ ഇൻഹറന്റ് ആയത് അല്ലേ? ഇൻട്രിൻസിക് അല്ലെങ്കിൽ ഇൻഹറന്റ്. ഇത് കാണത്തൂല്ല ഈ കളർ. അല്ലെങ്കിൽ ഇൻഹെറൻറ്റ്, ഉള്ളിലുള്ള അല്ലേ? എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള അല്ലേ? നിലവിലുള്ളത് അല്ലേ? അത് തന്നെ. വേറൊരു സാധനം കൂടെ ഉണ്ട് നമ്മുടെ കയ്യിൽ, എമേർജിന്റെ മീനിങ് വരുന്നത് അല്ലേ? എമനേറ്റ്. അത് വേർബാണ്. അതൊരു വ്യത്യാസമുണ്ട്. അത് വേർബ്. എമനേറ്റ് വേർബാണ്. എമനേറ്റ് എന്ന് പറഞ്ഞാൽ എമേർജ് കേട്ടോ. എമനേറ്റ് നമ്മുടെ വേർബാണ്. ദാറ്റ് മീൻസ് എമേർജ്. ഇത്രയും കാര്യങ്ങളാണ് ഈ പറയുന്നത്. ഇമനന്റ് വന്നാൽ അല്ലെ, എമിനന്റ്, എമിനേറ്റ്, ഈ കാര്യങ്ങൾ എപ്പോഴും എക്സാമിന് മാറി മാറി ചോദിക്കുന്നത്. അത് നിങ്ങൾ പഠിച്ചോണം. അപ്കമിംഗ് ഫിനാൻഷ്യൽ ഇയർ വിൽ ബി breakthrough for our company. Great. Getting a secure job is a breakthrough for every person. Yes. Breakthrough of, the IMD announced that cyclones are imminent in the eastern coast of India. Yes. The very instant one realizes that their partner is toxic and gaslighting, it's prerequisite to it is അപ്പോൾ എന്ത് കൊടുക്കണം? കോമ. ഇറ്റ് ഈസ് അപ്പസ്ട്രോഫി കൊടുക്കാൻ മറന്നുപോയല്ലോ അനു. അവിടെ അപ്പസ്ട്രോഫി. ഇറ്റ്സ് അതിൻ്റെ അതിൻ്റെ എസെൻഷ്യൽസ് എന്നാണ് ഇത്. അത് നെസസറി ആണെന്നല്ലേ? ഇറ്റ് ഈസ് പ്രീറിക്വസിറ്റ് ടു കോൾ ഫോർ ക്വിറ്റ്സ്. ഓക്കെ. വാട്ടർ അതോറിറ്റീസ് റോഡ് ഡിക്കിംഗ് ഇസ് ഇമ്പറേറ്റീവ് ഇൻ എവറി ഇയർ. യെസ്, വേണം. മൈ നെയ്ബേഴ്സ് ആൻഡ് റിലേറ്റീവ്സ് asked me about the breakthrough of my studies yesterday. My relatives and neighbors asked me about the breakthrough of my studies yesterday. The government should take prerequisites actions. Prerequisites action പറയില്ല കേട്ടോ റിയ. ഒന്നെങ്കിൽ prerequisite action അല്ലെങ്കിൽ prerequisites എന്ന് കൊടുത്താൽ മതി. നൗൺ ആയിട്ട് prerequisite എന്ന് കൊടുക്കാം. അല്ലെങ്കിൽ അഡ്ജക്റ്റീവിന് പ്ലൂറൽ ഇല്ല. ഇവിടെ അഡ്ജക്റ്റീവ് ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. അത് പ്ലൂറൽ ഫോമിൽ കൊടുക്കരുത്. prerequisites കൊടുക്കരുത്. prerequisite action എന്നാ കേട്ടോ. ഗവൺമെന്റ് ഷുഡ് ടേക്ക് പ്രീറിക്വസിറ്റ് ആക്ഷൻസ് അഗൻസ്റ്റ് ദോസ് ഹു ഡിസൊബേ. അഗൻസ്റ്റ് വേണം അവിടെ, അവർക്കെതിരെ അല്ലെ? അഗൻസ്റ്റ് ദോസ് ഹു ഡിസൊബേ ദ റൂൾസ് കേട്ടോ റിയ. ഓക്കെ. ഡിസ്കവറി ഓഫ് കോവിഡ് വാക്സിൻ. വാക്സിന് ഉണ്ട്. സോണിൽ വിട്ടുപോയോ? വാക്സിൻ ഈസ് എ ബ്രേക്ക് ത്രൂ ഇൻ ദ ഹെൽത്ത് സെക്ടർ. യെസ് ഇറ്റ് ഈസ്. എ ഹോസ്റ്റൈൽ ടൈം ഇസ് ഇമിനന്റ് ഇൻ ദ ലാൻഡ് ഓഫ് സിറിയ. Reiterated practice is a prerequisite matter to strengthen our weak area. Yes. Rajeshwari, good morning. എവിടെയായിരുന്നു? Yes. All right. That's great. Yes. Moving on. നമുക്ക് അടുത്ത സെറ്റിലോട്ട് പോവാം. സ്വീപ്പിംഗ്. സ്വീപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ ലിറ്ററലി സ്വീപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ അറിയാലോ, തുടച്ച് മാറ്റുക അല്ലേ? നമ്മളൊരു സാരം സ്വീപ്പ് ചെയ്യുക അല്ലേ? തുടച്ച് മാറ്റുക. ബട്ട് സ്വീപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ വേറൊരിടത്തുണ്ട്. അഡ്ജക്റ്റീവ് ഫോർമുലേഷനിൽ സ്വീപ്പിംഗ് മീൻസ് ബ്രോഡ് ആയിട്ടുള്ള, വളരെ വൈഡ് ആയിട്ടുള്ള, എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള, വാസ്റ്റ് ആയിട്ടുള്ള എന്നൊക്കെ അർത്ഥമാണ്. സ്വീപ്പിംഗ് ഡിസിഷൻസ്, ബ്രോഡ് ഡിസിഷൻസ് എന്നൊക്കെ പറയും. അതിനാണ് സ്വീപ്പിംഗ് എന്നർത്ഥം പറയാം കേട്ടോ. യെസ്. ups and downs are imminent in life.
ആർ അപ്രോച്ചിങ് ഇൻ ലൈഫ് അല്ലേ, അതാണ് ഉദ്ദേശിച്ചത്. ഇമിനൻ്റ് എന്ന് പറയുമ്പോൾ അപ്രോച്ച് ചെയ്യാന്നല്ലേ, ക്ലോസ് ഇൻ ലൈഫ്. എനിക്കൊന്ന് ഇതിന് കുറച്ചുകൂടെ സൂട്ടബിൾ ആയിട്ടുള്ള അഡ്ജക്റ്റീവ് ഏതാണെന്ന് അറിയാം. ഷമാസെ പ്രീ റിക്വസ്റ്റ് ഇൻ ലൈഫ്, ആവശ്യത്തിന് നെസസറി ആണ് എന്നുള്ളതാണ് എനിക്ക് കുറച്ചുകൂടെ എന്താ പറയുക കുറച്ചുകൂടെ അപ്രോപ്രിയേറ്റ് ആയിട്ട് തോന്നുന്നു, ആപ്റ്റ് ആയിട്ട് തോന്നുന്നു കേട്ടോ. യെസ്, അടുത്ത് നോക്കിയേ അപ്പാരൻറ്റ്. അപ്പാരൻ്റ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അഡ്ജക്റ്റീവ് ആണ്. അപ്പാരൻ്റ് എന്ന് പറഞ്ഞാൽ ഒബ്വിയസ് ആണ്, ക്ലിയർലി വിസിബിൾ ആണത്. അത് കണ്ടാൽ നമുക്ക് മനസ്സിലാവില്ലേ, ക്ലിയർലി വിസിബിൾ. അതാണ് നമ്മുടെ എന്നാ പറയുക, അപ്പാരൻ്റ് എന്ന് പറഞ്ഞാൽ ക്ലിയർലി വിസിബിൾ കേട്ടോ, ക്ലിയർലി വിസിബിൾ, കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും. ഒബ്വിയസ് ആണ്, ദാറ്റ്സ് സോ ക്ലിയർ അല്ലേ. എവിഡൻ്റ് ആണ്, ഒസ്റ്റെൻസിബിൾ ആണ്. കാരണം അപ്പാരൻ്റ്ലി അഡ്വേർബ് വന്ന് ഒരുപാട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു. ഒബ്വിയസ്ലി, എവിഡൻ്റ്ലി, ഒസ്റ്റെൻസിബിളി എന്നൊക്കെ പറയില്ലേ. അടുത്തത് സ്റ്റേൽമേറ്റ്. അറിയാലോ, നൗൺ ആണ്. സ്റ്റേൽമേറ്റ് എന്ന് പറഞ്ഞാൽ കുടുങ്ങി, ഊരാ കൊടുക്കുക, പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് പോകാൻ പറ്റില്ല, ഇങ്ങോട്ട് പോകാൻ പറ്റില്ല, ഒരു മൂവ്മെൻറ്റും ഇല്ല. അതിന് നമ്മൾ പറയുന്നതാണ് സ്റ്റേൽമേറ്റ്. ഡെഡ് ലോക്ക്, ഇംപാസെ അല്ലെങ്കിൽ സ്റ്റാൻഡ് സ്റ്റിൽ. പെട്ടു മോനെ പെട്ടു, ഇനിയിപ്പോൾ അങ്ങോട്ടേക്ക് പോകാൻ മുന്നോട്ടും പറയാൻ പറ്റില്ല, അവിടെ നിന്ന് അനങ്ങാൻ പറ്റില്ലാത്തൊരവസ്ഥ. ദാറ്റ് ഇസ് സ്റ്റേൽമേറ്റ് കേട്ടോ. ദ സിറ്റുവേഷൻ ഇസ് എ സ്റ്റേൽമേറ്റ് നൗ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലടാ, കുടുങ്ങിയിരിക്കുന്ന ഒരു അവസ്ഥ. ചിലരോട് വിളിക്കില്ലേ, ബിസിനസ്സൊക്കെ എന്തായി എടാ, എങ്ങനെയാണ് ബിസിനസ്സൊക്കെ, പുതിയ ബിസിനസ്സൊക്കെ എങ്ങനെയുണ്ട്, സംഭവം സെറ്റായി പോകുന്നുണ്ടോ? ഒന്നും പറയണ്ട, കുടുങ്ങിയിരിക്കുന്ന അവസ്ഥയാണ്. ഇറ്റ്സ് എ സ്റ്റേൽമേറ്റ് എന്ന് പറഞ്ഞാൽ പെട്ടുമോനെ എന്നുള്ള അർത്ഥം കേട്ടോ. യെസ്, മാംസ് ക്ലാസ് മേക്സ് എസ് പ്രീ റിക്വസിറ്റ് ടു സ്ട്രെങ്തൻ ഫോർ കോമ്പറ്റീവ് എക്സാമിനേഷൻ ഇൻ ഇംഗ്ലീഷ്. അവിടെ ഒരു തെറ്റ്. സ്ട്രെങ്തൻ ഇംഗ്ലീഷ് ഫോർ കോമ്പറ്റീവ് എക്സാം വിച്ച് ഇസ് എന്ന് പറഞ്ഞോ, വിച്ച് ഈസ് ബ്ലസ്റ്റസ് കേട്ടോ, വിച്ച് ബ്ലസ്റ്റസ്. അവിടെ പാസീവ് കൊടുക്കണ്ട. ഗുരുദാസ് ചെറിയ ചേഞ്ച്. മാംസ് ക്ലാസ് മേക്സ് എസ് പ്രീ റിക്വസിറ്റ് സ്ട്രെങ്തൻ ഇംഗ്ലീഷ് വിച്ച് ബ്ലസ്ഡ് അസ് കേട്ടോ. താങ്ക് യു സോ മച്ച്, അതിലെനിക്ക് സന്തോഷം. ഓക്കെ, their college made a sweeping win at the university sports meet. Yeah, broad, extensive. Hi Sukanya, good morning. The party gained power with sweeping majority of votes. Great. He's an innocent person and has a sweeping mind. Oh, broad mind ആണല്ലേ, കൊള്ളാം. അത് കുഴപ്പമില്ല, ലേറ്റ് ആയാലും ലേറ്റസ്റ്റ് ആയി വന്നല്ലേ, അത് മതി, അതിനൊരു പ്രശ്നമില്ല. അടുത്ത് വിളിച്ചോ. എൻഡ്യൂർ ചെയ്യുക. എൻഡ്യൂർ എന്ന് പറഞ്ഞാൽ എന്താണ്? സഫർ ചെയ്യുക. എൻ്റെ പൊന്നടാവേ, I don't want to endure this pain. എന്നെ കൊണ്ട് പറ്റില്ല. I don't want to endure this situation. I don't want to undergo. എനിക്ക് ഇതിലൂടെ പോകണ്ട, എനിക്ക് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിലൂടെ പോകണ്ട. I don't want to endure this situation. ഈ സിറ്റുവേഷനിലൂടെ എനിക്ക് പോകണ്ട. I don't want to undergo. അല്ലേ, നമ്മളൊരു കാര്യത്തിന് അണ്ടർഗോ ചെയ്യുക, ദാറ്റ് ഈസ് സഫർ ചെയ്യുക. അതാണ് എൻഡ്യൂർ എന്ന വാക്കിൻ്റെ അർത്ഥം. അല്ലെങ്കിൽ ഒരർത്ഥത്തോടെ ഉണ്ട്, എൻഡ്യൂർ മീൻസ് ലാസ്റ്റ് ചെയ്യുക, ലിവ് ഓൺ ചെയ്യുക, ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുക, ദാറ്റ് ഈസ് എൻഡ്യൂർ. അങ്ങനെ ഒരു അർത്ഥമുണ്ട് കേട്ടോ. രണ്ട് മീനിങ് ഉണ്ട്. വേർബാണ് എൻഡ്യൂർ എന്ന് പറഞ്ഞാൽ സഫർ, അണ്ടർഗോ, അല്ലെങ്കിൽ ലിവ് ഓൺ, ലാസ്റ്റ് എന്നൊക്കെ അർത്ഥം പറയും. ഓക്കെ, യെസ്, ദാറ്റ്സ് ഇറ്റ്. അടുത്ത് നോക്കിയേ, ലാക്സിറ്റി. ലാക്സിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ പറയില്ലേ, ഭയങ്കര റിലാക്സ് ആയിട്ടുള്ള അവസ്ഥയില്ല, അതിനാണ് ലാക്സിറ്റി പറയുക. ലാക്സിറ്റി മീൻസ്, ലാക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ റിലാക്സ് ആയിട്ടുള്ള അല്ലേ, കെയർലെസ് ആയിട്ടുള്ള എന്നൊക്കെ അർത്ഥം. അപ്പം ലാക്സിറ്റി അതിൻ്റെ നൗണാണ്, ലാക്സിൻ്റെ നൗണാണ് ലാക്സിറ്റി. ഓർത്തോണേ, ലാക്സ് ആണ് നൗണ്, ലാക്സിറ്റി അതിൻ്റെ ലാക്സിറ്റി നൗണ്, ലാക്സ് അഡ്ജക്റ്റീവ് ആണ്. സോറി, ലാക്സ് അഡ്ജക്റ്റീവ്. യെസ്, അതാ റിലാക്സ്, അത് റിലാക്സ് അല്ലേ, അത് കെയർലെസ്നെസ്, നെഗ്ലിജൻസ് അല്ലെങ്കിൽ ഒട്ടും അറ്റൻഷൻ കൊടുക്കാത്ത, നെഗ്ലക്ട് ചെയ്യുന്ന ഒരു കാര്യം, അതിനെ മൈൻഡ് ചെയ്ത് പോലും ഇല്ല. കാരണം അത് മൈൻഡ് ചെയ്ത് നമുക്ക് സമയവിടെ നമ്മൾ ഭയങ്കര റിലാക്സ് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. സോ നെഗ്ലിജൻസ്, ഇൻഅറ്റൻഷൻ അല്ലെങ്കിൽ കെയർലെസ്നെസ്, അതാണ് ലാക്സിറ്റി കേട്ടോ. യെസ്, ഷാജി ഹായ്, ഗുഡ് മോർണിംഗ്, വെൽക്കം. യെസ്, എവിടെ വരെ എത്തിയായിരുന്നു? ഷീ ജസ്റ്റ് സ്വെപ്റ്റ് ഔട്ട് ഹിസ് ടോക്സിക് ബോയ് ഫ്രണ്ട് ഫ്രം ഹെർ ലൈഫ്. അത് മറ്റേ സ്വീപ്പ് ഔട്ട്, തുടച്ചു മാറ്റി. ഗോപിക, ഗ്രേറ്റ്, അത് നല്ല സെന്റൻസ് ആണ് കേട്ടോ. ഗ്രേറ്റ്. വി ആർ എൻഡ്യൂറിംഗ് വിത്ത് ദിസ് ടഫ് മാത്സ് സിലബസ്. വി ആർ എൻഡ്യൂറിംഗ് വിത്ത് വേണ്ട, വി ആർ എൻഡ്യൂറിംഗ് ദിസ്. അവിടെ ഒരു പ്രശ്നമുണ്ട്. എന്താണെന്ന് ദേവിക പറ്റിയ ഡീലിംഗ് വിത്ത് ആണ് കേട്ടോ. കോപ്പ് വിത്ത്, ഡീലിംഗ് വിത്ത് ഒക്കെ ഉണ്ട്. ആ സാധനവും ഈ സാധനവും ഡിഫറെൻറ്റാണ്. എൻഡ്യൂർ എന്ന വേർബ് ട്രാൻസിറ്റീവ് ആണ്, അത് കഴിഞ്ഞൊരു ഒബ്ജക്റ്റീവ് ആണ്. അവിടെ വിത്ത് വേണ്ട കേട്ടോ. വി ആർ എൻഡ്യൂറിംഗ് ദിസ് ടഫ് മാത്സ് സിലബസ് എന്ന് പറഞ്ഞു. ഓക്കെ മാം, ക്യാൻ ഐ ഫോളോ ദിസ് ഫോർ ഗേറ്റ്? ഷുവർ, ഉറപ്പായിട്ടും. ഇംഗ്ലീഷ് ഇമ്പോർട്ടൻ്റ് ആണ്, ധൈര്യമായിട്ടും ഇത്. Be my guest. Okay, yes. The apparent movement of sun creates equinoxes in the world. Yes. Reiterating the topic will help her to face the imminent exam confidently. Yes, Sonal, great. Imminent adjective ആണ്. സെയ്തമ്മ, യെസ്. അയ്യോ, ഞാൻ അങ്ങനെയല്ല എഴുതിയേ, അവിടെ അങ്ങനെയല്ല എഴുതിയേ. അഡ്ജക്റ്റീവ് ആണ്, ഇമിനന്റ് അഡ്ജക്റ്റീവ് ആണ്, എമിനന്റ് അഡ്ജക്റ്റീവ് ആണ്, ഇമനന്റ് അഡ്ജക്റ്റീവ് ആണ്. ആകെ അഡ്ജക്റ്റീവ് അല്ലാത്ത ഇതാ എമനേറ്റ്, അത് മാത്രം വേർബ് കേട്ടോ. ദാറ്റ് ഈസ് എ ഡിഫറൻസ്. ബാക്കിയെല്ലാം അഡ്ജക്റ്റീവ്സ് ആണ്. ഇമനന്റ്, എമിനന്റ് ഇല്ല. എനിക്ക് ഡൗട്ട് ഇല്ല, ഞാൻ തെറ്റിച്ചോന്ന്, അതുകൊണ്ടാണ് കേട്ടോ. ഐ ഡോണ്ട് വോണ്ട് ടു ലിവ് ഓൺ ദിസ്. ഓക്കെ, ഓൾ റൈറ്റ്. ലിവ് ഓൺ, യെസ്, കണ്ടിന്യൂ ദിസ്. യെസ്, ഇങ്ങനെ ജീവിച്ചങ്ങ് പോകണ്ടല്ല, കണ്ടിന്യൂ ചെയ്യേണ്ടത്. യെസ്,
terrorists make a stalemate to Indian army. All right. ഒരു കുടുക്കുണ്ട് എന്നല്ലേ. Deal became a stalemate for him. All right. I hardly in English before. I hardly അല്ല. I hardly എന്ത് ചെയ്തു in English? Succeed in English അല്ലെങ്കിൽ I hardly score in English അങ്ങനെ കൊടുക്കുക. ഹാർഡ്ലി കഴിഞ്ഞിട്ടൊരു വേർബ് വേണം കേട്ടോ. വേർബിലെ പണി വാളില്ലേ ഗുരുദാസേ? ഹാർഡ്ലി എന്താ? അഡ്വേർബ് ഓഫ് ഫ്രീക്വൻസി. വേർബിന് മുമ്പിൽ മെയിൻ ഫ്രീക്വൻസി ആണ് ഹാർഡ്ലി. അത് മെയിൻ വേർബിന് മുമ്പിൽ ഇട്ടണം. ഇതിപ്പോൾ നീ പ്രിപ്പോസിഷന് മുമ്പിൽ ഇട്ടേക്കണം. അപ്പോൾ ഹാർഡ്ലിയുടെ മുമ്പിൽ ഒരു നൗൺ ഇട്ട് കൊടുത്തേ. ഐ ഹാർഡ്ലി സ്കോർ ഇൻ ഇംഗ്ലീഷ് ബിഫോർ വാച്ചിങ് മാംസ് ക്ലാസ്. നീ എന്നെ ഒരുപാട് പുകഴ്ത്തുവാണല്ലോ ഇന്ന് എന്താണ് കാര്യം ഗുരുദാസേ? നീ ഇന്ന് ഫുൾ ഓൺ ആണല്ലോ. കൊള്ളാം. With the victory, the team India sweep the series. Okay, clean sweeped. Okay, India clean sweeped. Okay, all right. Yes. The Kitex apparel companies, dress companies issues are apparent. All right, ma'am. എനിക്ക് പനിയായിരുന്നു. അതാണ് ക്ലാസ്സിൽ. ഓ പനിയായിരുന്നോ? ശരി. ഓക്കെ. കുഴപ്പമില്ല. എനിക്കും പനിയായിരുന്നു. നമ്മളപ്പോൾ തിരിച്ചു വന്നു ഒരുമിച്ച്. പൂർവാധികം ശക്തിയോടെ അല്ലേ? ബാക്ക് വിത്ത് പവർ. നമുക്ക് വരാം. പാർവതി, ലെറ്റ്സ് ട്രൈ അഗൈൻ അല്ലേ? വീണ്ടും കണ്ടിന്യൂ ചെയ്യാൻ നമുക്ക്. ഇൻ ഓർഡർ ടു സക്സീഡ് ഇൻ യുവർ ലൈഫ് യു ഷുഡ് എൻഡ്യോർ വിത്ത് യുവർ ഓപ്പറേഷൻസ്. വിത്ത് വണ്ട് എൻഡ്യോർ യുവർ ഓപ്പറേഷൻസ്. ഓക്കെ, ഒരു എൻഡ്യോർ വിത്ത് വരുന്നു. ഒരു സെക്കൻഡ്, ഞാൻ എൻഡ്യോർ ഇനി എനിക്കൊരു ഡൗട്ട്. ഇനി എൻ്റെ ഡൗട്ടാണോ? എൻഡ്യോർ വിത്ത് ഒരുപാട് പേര് പറഞ്ഞല്ലോ. എൻഡ്യോറിൻ്റെ കൂടെ ഞാൻ വിത്ത് ഇതുവരെ കണ്ടിട്ടില്ല. ഞാൻ ഇതുവരെ എൻഡ്യോറിൻ്റെ കൂടെ എൻഡ്യോർ വിത്ത് അല്ല, എൻഡ്യോർ ആണ് കേട്ടോ. വിത്ത് വേണ്ട, അതാണ് ഞാൻ പറഞ്ഞത്. എൻഡ്യോർ വിത്ത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അതില്ല. നിങ്ങൾ പിന്നെ പറഞ്ഞപ്പോൾ എനിക്കൊരു ഡൗട്ട്. ഇല്ല, എൻഡ്യോർ മാത്രമേ ഉള്ളൂ കേട്ടോ. ചിപ്പി, എൻഡ്യോർ വിത്ത് വേണ്ട. എൻഡ്യോർ യുവർ പ്രിപ്പറേഷൻസ് കേട്ടോ. ഓക്കെ. കണ്ടിന്യൂ എന്ന് ലിവ് ഓൺ, ലാസ്റ്റ് ചെയ്യുക എന്നുള്ള അർത്ഥത്തിൽ നമുക്ക് പറയാം. അതിൽ അങ്ങനെ അർത്ഥത്തിൽ കേട്ടോ. നമ്മൾ സഫർ ചെയ്യുക അണ്ടർഗോൻ്റെ കൂടെ എൻഡ്യോറിൻ്റെ കൂടെ വിത്തില്ല. പക്ഷെ മറ്റേ നൗണിൻ്റെ കൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അവിടെ ഇത് ഉപയോഗിക്കാം കേട്ടോ. വിത്ത് ഉപയോഗിക്കാം. അതിൻ്റെ മീനിങ് വേറെയാണ്. സോ ദാറ്റ്സ് ഇറ്റ്. ഉപയോഗിക്കാം. ഇതപ്പോൾ അങ്ങനെയാണ്. ലിവ് ലാസ്റ്റാണ് ഉപയോഗിച്ചേക്കുന്നത്. അപ്പോൾ കുഴപ്പമില്ല. ഐ ഡോണ്ട് ലൈക്ക് ഹിസ് ലാക്സ് നേച്ചർ. ഗ്രേറ്റ്. ഐ എം ഗോയിങ് ടു വയനാട് ഫോർ ലാക്സ് അല്ല ഫോർ എന്താ ലാക്സിറ്റി ഓഫ് മൈ മൈൻഡ് എന്ന് പറയാം. ഒന്ന് ചുമ്മാ ഒന്ന് റിലാക്സ് ചെയ്യുന്ന അവസ്ഥ, അതിന് പറയാം കേട്ടോ. പക്ഷേ ലാക്സിറ്റി കുറച്ചുകൂടെ നെഗറ്റീവ് മീനിങ് കേട്ടോ. ഇങ്ങനെ കൊടുക്കാം. ദേവിക്ക് ഏറ്റവും നല്ലത് റിലാക്സിങ് ആണ്. റിലാക്സിങ് മൈ മൈൻഡ് മതി. കാര്യം ലാക്സിറ്റി നെഗറ്റീവ് മീനിങ്ങാണ്. തീരെ എന്താ പറയുക, ശ്രദ്ധയില്ലായ്മ എന്നുള്ള അർത്ഥമാണ്. അപ്പോൾ ലാക്സിറ്റി എന്നുള്ളത് കൊടുക്കണ്ട. അതിന് പകരം ടു റിലാക്സ് മൈ മൈൻഡ് അല്ലെങ്കിൽ ഫോർ റിലാക്സിങ് മൈ മൈൻഡ് എന്ന് കൊടുത്തു. അത് കറക്റ്റാണ്. ഓക്കെ പിള്ളേരെ, ഇത്രയും പേര് ലൈവിലുണ്ട്. ഷോ മി സം ലവ് ആൻഡ് സപ്പോർട്ട്. 50+ ഉണ്ട്. എന്നിട്ടാണ് ഷോ മി സം ലവ് ആൻഡ് സപ്പോർട്ട്. വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ഒരു ലൈക്ക് ഇട്ട് പിള്ളേരെ. 55+ ഉണ്ടല്ലേ? ഓ ലൈക്ക് ഇടൂ പിള്ളേരെ, ലൈക്ക് ഇടൂ ഇഷ്ടപ്പെട്ടെങ്കിൽ കേട്ടോ. മനസ്സിലാവുന്നുണ്ട്, ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക് ഇട് കേട്ടോ. ലൈക്ക് വീഡിയോസിൽ കാണുന്നുണ്ട്. നിങ്ങൾക്ക് പിന്നെ റെഫർ ചെയ്യുമെങ്കിൽ റെഫർ ചെയ്യാലോ. യെസ്, സം പ്രോമിസസ് അല്ല, എവിടെയായിരുന്നു അത്? മാറിപ്പോയല്ലോ. യാ, ഐ ക്യാൻ എൻജോയ് ഹിസ് ബിഹേവിയർ. ഐ കാൺ. ഓക്കെ ഗ്രേറ്റ്. ഹോപ്പ് യു ആർ ഡൂയിങ് ഓൾ റൈറ്റ്. അപ്പാരൻ്റ്ലി early 20s make life feel like a stalemate. All right. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. എല്ലായിടത്തും അങ്ങനെ തന്നെ. എല്ലാ ഏജിൽ വരുമ്പോൾ നമുക്കൊരു തോന്നലുണ്ട് കേട്ടോ. 10-14 വയസ്സാകുമ്പോൾ നമുക്ക് ടീനേജ് ആണ്, അഡോളസെൻസ് ആണ്. എൻ്റെ ദൈവമേ ഒന്നും നടക്കുന്നില്ലല്ലോ എന്നൊരു തോന്നലുണ്ടാവും. മനസ്സിലായോ? പിന്നെ 20 വയസ്സാകുമ്പോൾ അതുപോലെ ഒരു തോന്നലുണ്ടാവും. 25 വയസ്സാകുമ്പോൾ അതുപോലെ തോന്നലുണ്ടാവും. അങ്ങനെ എല്ലാവർക്കും എല്ലാ വയസ്സിലും എല്ലാവർക്കും തോന്നുന്നൊരു പ്രത്യേക ഒരു മനോഭാവമാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞ മനോഭാവം കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടു എന്തായാലും. യെസ്, apparently okay, even though most of the people around us are enduring the after effect of COVID-19. are enduring. വെറും enduring കൊടുക്കരുത് കേട്ടോ. അനക അത് ഞാൻ പറഞ്ഞില്ലേ, കണ്ടിന്യൂസ് ടെൻസിനൂടെ ബി ഫോർമുലേഷൻ കൊടുക്കണം. അപ്പോൾ പീപ്പിൾ ആയതുകൊണ്ട് ആറാണ്. ഹിസ് ലാക്സിറ്റി ഇൻ മെയിൻറ്റെയിനിങ് ദ ഹൗസ് കോസ്റ്റ് a lot. കണ്ടോ, ഇത് കറക്റ്റ് സെന്റൻസ്. കാര്യം എന്താ? ഇപ്പോൾ പോസിറ്റീവ് സാഹോമീഡിയ ഉപയോഗിച്ചേക്കുന്ന ദേവിക ഇവിടെ ശ്രദ്ധിച്ചേ. ദ ലാക്സിറ്റി ഇൻ മെയിൻറ്റെയിനിങ് ദ ഹൗസ് കോസ്റ്റ് a lot. അതായത് അവൻ്റെ നെഗ്ലിജൻസും ഉണ്ട്, അവൻ്റെ കെയർലെസ്നെസ്സും കൊണ്ട് ആ മെയിൻ്റെനൻസിന് പൈസ കൂടിപ്പോയി. മനസ്സിലായോ? അത് നെഗറ്റീവ് മീനിങ്, നെഗറ്റീവ് സെൻസ് ആണ്. അതാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. യെസ്, ദാറ്റ്സ് ഇറ്റ്. നെഗറ്റീവ് മീനിങ് ആണ് ലാക്സിറ്റിക്ക്. പക്ഷെ റിലാക്സ് ചെയ്യാന്ന് പറയുമ്പോൾ കുറച്ച് ഫ്രീ ആകുക എന്നുള്ള അർത്ഥമാണ് കേട്ടോ. He endured 5 years as a prisoner of war. Yes. You are enduring this only because of your laxity. Okay. നിന്റെ കാരണം കൊണ്ടാ അല്ലേ? കൊള്ളാം. Now the Sri Lankan president is in a stalemate. All right. For our success to endure. Okay. Right. Endure. Live on. It should be hardly. It should be hardly earned. Okay. It should be hard earned. Okay. Great. Laxity while investigation anticipated in stalemate for them. All right, great.
Some promises became stalemate for me. All right. Nobody should endure an unhappy relationship just because they invested many years on it. That's great. അതെന്താ കുറച്ച് ദിവസമായാലും ഇപ്പോൾ റിലേഷൻഷിപ്പിനെ പറ്റിയൊക്കെ പറയുന്നുണ്ടല്ലോ. Okay, great. I can't endure the pressure in the IRB endurance test. All right. The disagreement over the bill make a statement. Make വരില്ല. Disagreement അല്ലേ ഗോപിക? അപ്പോൾ ഡിസഗ്രിമെന്റ് സിംഗുലർ സബ്ജക്റ്റ്, വേർബ് എന്ത് വേണം? സിംഗുലർ വേർബ് വേണം. അപ്പോൾ എന്ത് നോക്കണം? ഡിസഗ്രിമെന്റ് ഓവർ ദ ബിൽ മേക്സ് എ സ്റ്റേൽമേറ്റ് ഇൻ ദ പാർലമെന്റ്. ഇനി പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ മെയ്ഡ് കൊടുത്ത ഒരു പ്രശ്നമില്ല. പ്രസന്റ് ടെൻസ് ആണെങ്കിൽ സിംഗുലറിന് സിംഗുലർ വേർബ് കൊടുക്കണേ, മറക്കരുത്. Lazy people always bear a lax mindset. Yes. So motto to reports populations, to reports population, no, to report. So motto to report population in India is soaring and India is impending to the first position. All right. Her laxity during her exam preparation was reflected in her results. reflect ചെയ്തിട്ടുണ്ട്. ഓൺ അല്ല, reflected in her results. reflected on her എന്ന് പറഞ്ഞാൽ ഓക്കെ, അവളിൽ ബാധിച്ചിട്ടുണ്ട്, അവളുടെ മേളിൽ അത് ബാധിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ റിസൾട്ടിൽ ബാധിച്ചിട്ടുണ്ട്. in her results. She is laxity in her അല്ല, she has laxity in her work. She has, അവൾക്ക് laxity ഉണ്ട്, അവളുടെ വർക്കിൽ laxity ഉണ്ട്. She has laxity. കേട്ടോ അറിയാ? വന്നോ സ്പാം വന്നോ? ഞാൻ ഇപ്പോഴാണ് കണ്ടേ. യെസ്, നമുക്ക് അപ്പോൾ നമ്മുടെ കാര്യങ്ങളോട് കിടക്കാം. The prevalent laxity towards marriage causes the divorce rate. Sugandhya, the prevalent laxity towards marriage causes the divorce rate to rise. Causes the divorce rate to rise. കേട്ടോ, ഈ റേറ്റ് അല്ല, to rise കൊടുക്കണം. Okay. Good to know I ain't alone in this. അടിപൊളി. എൻ്റെ പൊന്നെ, കൊള്ളാം. That emanate from a keen observation. That emanates. നേഹ, that സിംഗുലർ അല്ലേ? അപ്പോൾ emanates കൊടുക്കണം, സിംഗുലർ വേർബ് അല്ലെങ്കിൽ പാസ്റ്റ് ടെൻസ് കൊടുക്കണം. emanated, that emanated emerged from a clean observation എന്ന് കേട്ടോ. laxity behavior വേണ്ട, her laxity അല്ലെങ്കിൽ lax behavior. adjective ആണെങ്കിൽ ആ ബിഹേവിയർ നൗണിൻ്റെ കൂടെ ലാക്സ് ബിഹേവിയർ മതി കേട്ടോ. ഹെർ ലാക്സ് ബിഹേവിയർ അല്ലെങ്കിൽ ഹെർ ലാക്സിറ്റി കോസ്റ്റ് ഹെർ എ ലോട്ട്. യെസ്. കൂട്ടുകാരുടെ റിലേഷൻഷിപ്പ് പ്രോബ്ലംസ് എന്നാൽ കുഴപ്പമില്ല. ഞാൻ വിചാരിച്ചു പാവാനു അത്ര സ്ട്രഗിൾ ചെയ്യുന്നുണ്ടോ എന്ന് പഠനം അതിൻ്റെ ഇടയ്ക്ക്, അതാണ്. ഓക്കെ, ഗ്രേറ്റ്. ലാക്സിറ്റി സംടൈംസ് wreaks havoc. Yes, it will wreaks havoc. Reason, great. He can't endure being defected. That's right. Okay, great. Moving on. അപ്പോൾ നമ്മുടെ ഈസി ഇംഗ്ലീഷ് ബാച്ച് ഞാൻ ഇന്നലെ രാത്രിയിലാണ് ശ്രദ്ധിച്ചത്. നമ്മുടെ സെഷൻ സമയത്ത് ടൈം ജൂൺ അല്ല കേട്ടോ, ജൂലൈ ആണേ. നമുക്കൊരു അബദ്ധം പറ്റിയ നമ്മുടെ ടെക്നിക്കൽ ടീമിന് ഞാൻ ഇപ്പോഴാണ് കണ്ടത്. ഞാനത് മാറ്റാൻ പറയാം കേട്ടോ. അത് രാത്രി ആയതുകൊണ്ട് പറ്റില്ല, ടെക്നിക്കൽ ടീമിന് മാറ്റാൻ പറ്റില്ല, അതുകൊണ്ട്. ഓക്കെ, സോ ഈസി ഇംഗ്ലീഷ് 2.0. നമ്മുടെ ഇംഗ്ലീഷിന് ബേസിക്സ് കുറവായ കുട്ടികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ, നിങ്ങൾ ഒക്കെ അത്യാവശ്യം അടിപൊളി പിള്ളേരാണ്. അപ്പോൾ പുതിയതായിട്ട് റെക്കോർഡ് കാണുന്ന ഏതെങ്കിലും കുട്ടികൾക്ക് ഇംഗ്ലീഷ് ഭയങ്കര വീക്കാണെങ്കിൽ നമുക്ക് ബേസിക്സ് മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു കോഴ്സ് വന്നിട്ടുണ്ട്, ഈസി ഇംഗ്ലീഷ് 2.0. നമ്മൾ ആദ്യം ഒരു ഈസി ഇംഗ്ലീഷ് ബാച്ച് തുടങ്ങി, നമ്മൾ ഒരു വർഷം മുമ്പ് ശരിക്കും നമ്മുടെ കോഴ്സ് തുടങ്ങിയ സമയത്ത് ഒരു ഈസി ഇംഗ്ലീഷ് ബാച്ച് തുടങ്ങിയിരുന്നു. ഇതിപ്പം രണ്ടാമത്തെ ബാച്ചാണ്. അതിൽ ഞാനും ഉണ്ട്, റീമ മിസ്സും ഉണ്ട്. അപ്പോൾ ഞങ്ങൾ PSC എക്സാം മുതൽ ചെറിയ ലെവൽ മുതൽ ബേസ് നമ്മൾ കീപ്പ് ചെയ്ത് പോവാണ് കേട്ടോ. അപ്പോൾ നമുക്ക് 40 സെഷൻസ് ഉള്ളത്, 40 മണിക്കൂറിൻ്റെ സെഷൻസ് ആണുള്ളത്. 899 രൂപ ആണ് നമ്മുടെ കോഴ്സ് ഫീ. 899 രൂപ. ഒരു കാര്യം ചെയ്യാം, നിങ്ങൾ എന്ത് ചെയ്യണം, കോഴ്സ് പർച്ചേസ് ചെയ്യാം നിങ്ങൾക്ക് ഇത് കുറവാണെങ്കിൽ. ഓക്കെ, കോഡ് ഉപയോഗിക്കാം Y314 Y314 എന്ന കോഡ് ഉപയോഗിച്ച് നിങ്ങൾക്ക് 899 രൂപയ്ക്ക് കോഴ്സ് കിട്ടും. അപ്പോൾ അതുകൂടാതെ 2 ക്ലാസ്സുകൾ അഴിക്കുക. കൂടുതൽ 4 മണി സെഷൻസ് ആണ്. അപ്പോൾ ചില ദിവസങ്ങൾ ഒരു 5 ദിവസങ്ങളെങ്കിലും 12 മണി വരും, കാരണം ഞങ്ങൾ രണ്ടും ഭയങ്കര ടൈറ്റ് ഷെഡ്യൂൾ ആയതുകൊണ്ട് കേട്ടോ. അല്ലാതെ എല്ലാ ദിവസവും 4 മണിക്കായിരിക്കും, വൈകുന്നേരം 4 മണിക്കായിരിക്കും ക്ലാസ്. ദിവസം ഓരോ ക്ലാസ്സുള്ളൂ, 2 ക്ലാസ്സുകൾ ഓരോ ക്ലാസ്സേ ഉള്ളൂ. പയ്യെ റിലാക്സ് ചെയ്ത് പോകാം. എല്ലാ ദിവസവും ഉണ്ട്. ബട്ട് ബാക്കി ടൈമിൽ നിന്ന് പഠിക്കുമോ അല്ലെങ്കിൽ മറ്റ് ക്ലാസ്സുകളൊക്കെ ഉണ്ടെങ്കിൽ അത് കൂടുകയും ചെയ്യാം, ജോലിക്ക് പോകുക, അങ്ങനെയൊക്കെ ചെയ്യാം. എന്നിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പ്രാക്ടീസ് ചെയ്യാം. അതിനുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് 40 മണിക്കൂറിൻ്റെ സെഷനാണ്. വെറും 40 മണിക്കൂർ, ഓരോ മണിക്കൂറിൻ്റെ സെഷൻസ്. ഒരുപാട് ലോങ് ചെയ്യുന്നില്ല, നമ്മൾ എലോങ്ങേറ്റ് ചെയ്യാതെ 1 മണിക്കൂർ സെഷൻസ് ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാം, ഇംഗ്ലീഷ് വളരെ വീക്കായ ആർക്കെങ്കിലും അറിയാമെങ്കിൽ അവരോട് പറയണം. അതുപോലെ നമ്മുടെ ഇംഗ്ലീഷ് ചാനൽ ജോയിൻ ചെയ്യാത്തവർ ഇംഗ്ലീഷ് ചാനൽ ജോയിൻ ചെയ്യുക. എൻ്റെ ടെലിഗ്രാം ചാനൽ ഇംഗ്ലീഷ് വിത്ത് റിൻറ്റു, ജസ്റ്റ് അടിച്ചു കൊടുത്താൽ മതി. ഇംഗ്ലീഷ് വിത്ത് റിൻറ്റു എന്ന് അടിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് എൻ്റെ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഡെയിലി ക്വിസസ് ഉണ്ട്. ഞാൻ നോട്ട് അയച്ചു തരാം. നമ്മൾ ഏതൊക്കെ സെഷൻ നമ്മൾ ചെയ്യുന്നുണ്ടോ ഞാൻ യൂട്യൂബിൽ അതിൻ്റെയൊക്കെ നോട്ട്സ് ഞാൻ എൻ്റെ ടെലിഗ്രാം
ചാനൽ അയക്കാറുണ്ട്. അപ്പോൾ വരിക, ജോയിൻ ചെയ്യുക, ബി എ പാർട്ട് ഓഫ് അവർ ക്ലബ് കേട്ടോ. അപ്പോൾ ഇംഗ്ലീഷ് വിത്ത് റിൻറ്റു ജോയിൻ ചെയ്യുക കേട്ടോ. അതുപോലെ നമ്മുടെ IBPS ക്ലർക്കിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നു. നമ്മുടെ 3ാമത്തെ ബാങ്കിങ് ബാച്ച് തുടങ്ങുവാണ് യജ്ഞ 3.0. പ്രിലിംസ് ബാച്ച് ആണ് കേട്ടോ. നമ്മൾ അതിൽ GK ഇല്ല, മാത്ത്, റീസണിങ് ആൻഡ് ഇംഗ്ലീഷ്, അതാണ് പ്രിലിംസിൽ വരിക. IBPS ക്ലർക്കാണ്. പോസ്റ്റ് 70 വേക്കൻസി ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി റിപ്പോർട്ട് ചെയ്യാനുണ്ട്. 100+ വേക്കൻസി വരും. അത് പേടിക്കേണ്ട. അതുകൊണ്ട് ചില 4 ബാങ്കുകളോളം റിപ്പോർട്ട് ചെയ്യാനുണ്ട്. അതുകൂടാതെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഇതിപ്പോൾ ഹൈ വേക്കൻസിയാണ്. ഇത്തവണ ഭയങ്കര വേക്കൻസിയാണ്. ടോട്ടൽ ഓവറോൾ വേക്കൻസി കൂടുതലാണ്. അപ്പോൾ എല്ലായിടത്തും ഇപ്പോൾ വേക്കൻസി കൂടുതലാണ്. അപ്പോൾ പിള്ളേരെ പരമാവധി ട്രൈ ചെയ്ത നല്ലൊരു പോസ്റ്റാണ് ക്ലർക്ക് പോസ്റ്റ് കേട്ടോ. അപ്പോൾ നോക്കുക, അത് ഓർക്കുക കേട്ടോ. ജൂലൈ 13 നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനിരിക്കുന്നതാണ്. അപ്പോൾ നാളെയാണ്. നമ്മുടെ ഫാക്കൽറ്റീസിന് കുറച്ച് പേർക്ക് വയ്യായിക ഉണ്ട്. അതുകൊണ്ട് നമ്മളതൊന്ന് പോസ്റ്റ്പോൺ ചെയ്തിട്ടുണ്ട് കേട്ടോ. 20th പോസ്റ്റ്പോൺ ചെയ്തിട്ടുണ്ട്, 20th. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, കോഴ്സിൻ്റെ കാര്യം മറക്കണ്ട. 2 ക്ലാസ്സുള്ളൂ, 11 and 2. ഓക്കെ, മൂവിങ് ഓൺ. മറ്റൊരു വേർഡ്സ് കൂടെ നോക്കാം നമുക്ക്. യെസ് ഇൻവൊക്കേഷൻസ്. നോക്കിയാൽ ലാസ്റ്റ് സ്ലൈഡാണ്. ഇതുകൂടെ പഠിച്ച് നമുക്ക് നിർത്താം. എന്നിട്ട് നമുക്ക് നമ്മുടെ ആർട്ടിക്കിളിലോട്ട് പോകും. ഇൻവൊക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൈറ്റേഷൻ, അതായത് നമ്മൾ ഒരു കാര്യത്തെ സൈറ്റ് ചെയ്യില്ലേ, ഒരു കാര്യത്തെ കോട്ട് ചെയ്യുക അല്ലെങ്കിൽ മെൻഷൻ ചെയ്യുക, അത് നമ്മൾ ഇൻവൊക്കേഷൻ എന്ന് പറയും. അല്ലാതെ ഇൻവൊക്കേഷൻ ഉണ്ട്, പ്രെയർ, ദൈവത്തെ വിളിക്കില്ലേ, ലെറ്റ്സ് ഇൻവോക്ക് ദ പ്രസൻസ് ഓഫ് ഗോഡ്. ഞാൻ എപ്പോഴും പറയും ഇൻവോക്ക് ചെയ്യാം, വേർബ് പറയാറുണ്ട്. ഇൻവോക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ ദൈവത്തിൻ്റെ പ്രസൻസ് വിളിക്കുക. ഇൻവോക്ക് ചെയ്യുമ്പോൾ കെ ആണേ വേർബ് കേട്ടോ. ഇൻവോക്കിൻ്റെ നൗൺ ഫോമുലേഷനാണ് ഇൻവൊക്കേഷൻ. ലെറ്റ്സ് ഇൻവോക്ക് ദ പ്രസൻസ് ഓഫ് ഗോഡ്. ലെറ്റ്സ് ഇപ്പോൾ നമ്മളൊരു പ്രെയർ സോങ്ങിൻ്റെ ഒക്കെ മുമ്പ് പറയുന്നില്ലേ, ലെറ്റ്സ് ഇൻവോക്ക് ദ പ്രസൻസ് ഓഫ് ഓൾമൈറ്റി എന്നൊക്കെ പറയില്ല അത്. അപ്പോൾ പ്രെയർ റിക്വസ്റ്റ് എന്നുണ്ട്, അല്ലാതെ സൈറ്റേഷൻ മെൻഷൻ എന്ന് വാക്കും അർത്ഥവും കൂടെ ഉണ്ട് കേട്ടോ. ഇതിന് ഓർത്തോണം. യെസ്, റെസൊല്യൂഷൻ ബിഹൈൻഡ് യുവർ ആക്ഷൻസ് വാസ് ടു കൺവിൻസ് ദം. ഗ്രേറ്റ് നേഹ, ഈസ് ഇംഗ്ലീഷ് ഡിഗ്രി മെയിൻസിന് യൂസ്ഫുൾ ആകും. ഉറപ്പായിട്ടും അതുകൊണ്ട് തുടങ്ങിയതാണ്. എനിക്ക് തോന്നുന്നു നമ്മൾ ഒരുപാട് സ്റ്റുഡൻസ് ചോദിച്ചായിരുന്നു ഈസ് ഇംഗ്ലീഷ്. നമ്മുടെ ഇംഗ്ലീഷിലൊക്കെ ഇപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച്, നിങ്ങളൊരു കോഴ്സ് കംപ്ലീറ്റ് എടുക്കുമ്പോൾ ഇംഗ്ലീഷ് കംപ്ലീറ്റ് ആയിട്ട് വരില്ല. പക്ഷേ ഇംഗ്ലീഷിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ PSC എക്സാംസിനൊക്കെ കണ്ടോ 20 മാർക്ക് ഇംഗ്ലീഷിനുണ്ട് PSCക്ക് അല്ലേ. 20 മാർക്കിന് ഇംഗ്ലീഷ് വരുന്നുണ്ട്. LDC ദേവസ്വം ബോർഡിന് നോക്കിയേ, ദേവസ്വം ബോർഡിൻ്റെ LDക്ക് എത്ര ഉണ്ട്? 20 മാർക്കുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് PSCയും ദേവസ്വം ബോർഡും ഒക്കെ ഒരു ക്ലാസ്സിൽ കംപ്ലീറ്റ് ആയിട്ട് ചെയ്യാൻ പറ്റില്ല. ബേസിക്സ് ഇല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ളവർ എന്ത് ചെയ്യണം, കോഴ്സ് ജോയിൻ ചെയ്യാം. ഞാൻ എപ്പോഴും പറഞ്ഞു, നിർബന്ധിക്കരുത്. നിങ്ങൾക്ക് ബേസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും ജോയിൻ ചെയ്യേണ്ട കാര്യമില്ല. ബേസ് ഇല്ലെങ്കിൽ അത്യാവശ്യം നിങ്ങൾക്ക് ഒന്ന് പഠിക്കണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ജോയിൻ ചെയ്യാം കേട്ടോ. മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക, നിങ്ങളുടെ അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഓൾക്കാം. ഓൾ റൈറ്റ്, യെസ് ഓൾ റൈറ്റ്. ഓക്കെ, ഞാൻ ചോദിക്കാനിരിക്കുമായിരുന്നു അപ്ലൈ ചെയ്തു എന്ന്. നിങ്ങൾ SCA സുപ്രീം കോർട്ട് അല്ലേ, ഹെർ ലാക്സ് ഡ്രൈവിംഗ് ലെറ്റ് ടു ദ ആക്സിഡന്റ്. ഗ്രേറ്റ്. ഓക്കെ, അടുത്ത അബറേഷൻ. നോക്കിയേ, അബറേഷൻ ഇസ് എ നൗൺ. എന്താണ് അർത്ഥം എന്നറിയോ? അനോമലി, എന്തോ ഒരു പോരായ്മ അല്ലെങ്കിൽ ഒരു ഡീവിയേഷൻ, ഡൈവേർജൻസ് അല്ലെങ്കിൽ ഒരു ഡിസോർഡർ, ഡിഫക്റ്റ്. ബയോളജിക്കൽ ടേം ആയിട്ട് നമ്മൾ അബറേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിസോർഡർ അല്ലെങ്കിൽ ഡിഫക്റ്റ് എന്നാണ് അർത്ഥം. ബയോളജിക്കൽ ടേം അബറേഷൻ അല്ല. നമ്മൾ പറയുമ്പോൾ അനോമലി, എന്തൊരു പോരായ്മ, എന്തൊരു പ്രശ്നം ഉണ്ടല്ലോ, സംതിങ്, എന്തൊരു പ്രോബ്ലം, അനോമലി അല്ലെ, ഡീവിയേഷൻ, ഡൈവേർജൻസ് എന്നൊക്കെ അർത്ഥം അബറേഷൻ ഉണ്ട്. ഓർത്ത് വെച്ചോണം കേട്ടോ. അടുത്ത നമ്മുടെ ഈ സൈറ്റേഷൻ ഇപ്പോൾ നമ്മൾ കണ്ടില്ല, സൈറ്റേഷൻ്റെ വേർബാണ് സൈറ്റ്. സൈറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ റെഫർ ചെയ്യുക, ഒരു കാര്യത്തെ റെഫർ ചെയ്യുക അല്ലെങ്കിൽ കോട്ട് ചെയ്യുക. സൈറ്റേഷൻ അതിൻ്റെ സൈറ്റ്. അല്ലെങ്കിൽ വേറൊരു അർത്ഥത്തോടെ ഉണ്ട് പ്രേസ് ചെയ്യുക. കോമയായിരുന്നേ, ഫുൾ സ്റ്റോപ്പ് അല്ല കേട്ടോ, അത് കോമയായിരുന്നു. ഞാൻ ഇട്ട പങ്ക് ടൈപ്പിംഗ് എററാണ്. കോമ. പ്രേസ് ചെയ്യുക അല്ലെ കമൻറ്റ് ചെയ്യുക. ഒരാളെ നമ്മൾ പുകഴ്ത്തുക, ഒരാളുടെ നല്ല കാര്യത്തെ പ്രശംസിക്കുക അല്ലെ, പ്രേസ് ചെയ്യുക അല്ലെ കമൻറ്റ് ചെയ്യുക എന്ന് പറയും സൈറ്റ് വേർബ് കേട്ടോ. അടുത്ത കൺകറാണ്. കൺകർ എന്ന വേർബിന്റെ അർത്ഥം എന്താ? കൺകറൻസ് എന്ന് പറഞ്ഞാൽ അഗ്രിമെന്റ് അല്ലെ, അക്കോർഡ് അല്ലെ, അഗ്രിമെന്റ് പറയും അല്ലെ, കോയിൻസിഡൻസ്, കോഎക്സിസ്റ്റൻസ് എന്ന് പറയില്ലേ. അപ്പൊ കൺകറൻസ് നൗൺ ആണെങ്കിൽ കൺകറൻസ് നൗണും കൺകർ വേർബും കേട്ടോ. കൺകറൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ട് എഡിറ്റോറിയൽ സെഷൻ തന്നെ. കൺകർ ചെയ്യുക വേർബ് അല്ലേ, അപ്പൊ എഗ്രി ചെയ്യുക, അക്കോർഡ് ചെയ്യുക വേർബ്. വേറെ അർത്ഥം കോയിൻസൈഡ് ചെയ്യുക, കോഎക്സിസ്റ്റ് ചെയ്യുക, കൂട്ടിമുട്ടുക അല്ലെങ്കിൽ ഒരുമിച്ച് ഒരേ സമയത്ത് സംഭവിക്കുന്ന 2 കാര്യങ്ങൾ, കോഎക്സിസ്റ്റ് ചെയ്യുക. കൺകർ. അടുത്ത സ്നാഗ്. എയർലൈൻസിനെ പറ്റിയാണ് സ്നാഗ് എന്ന് പറഞ്ഞാൽ ഒബ്സ്റ്റക്കിൾ അല്ലെങ്കിൽ ഡിഫിക്കൽറ്റി, എന്തെങ്കിലും ഒരു പ്രശ്നം, എന്തെങ്കിലും ഒരു തടസ്സം അല്ലെങ്കിൽ ഒരു പ്രശ്നം, അതിനാണ് സ്നാഗ് എന്ന് പറയാം. വേർബായിട്ട് പറയുകയാണെങ്കിൽ ഒരു ഒബ്സ്റ്റക്കിളും തടസ്സം വന്നാൽ നമ്മൾ എന്ത് ചെയ്യും, അത് നമ്മൾ മുറിക്കും. ഇറ്റ് ടിയേഴ്സ് ആസ് അപ്പാർട്ട്, റിപ്പസ്, അതിനാണ് സ്നാഗ് എന്ന് പറഞ്ഞാൽ ടിയർ ചെയ്യുക, റിപ്പ് ചെയ്യുക, കീറി മുറിക്കുക അല്ലെങ്കിൽ റിപ്പ് ചെയ്യുക, വലിച്ചു കീറുക, അതൊക്കെയാണ് അർത്ഥം സ്നാഗ്. ഓക്കെ, അടുത്ത നിമ്പിൾ അഡ്ജക്റ്റീവ് ആണ്. നിമ്പിൾ മീൻസ് അജൈൽ, ലിത്ത് അല്ലെങ്കിൽ സ്പ്രൈറ്റ്ലി എന്നൊക്കെയാണ് അർത്ഥം. അഡ്ജക്റ്റീവ് ആണ്. ലിത്ത്, അജൈൽ അല്ലെങ്കിൽ സ്പ്രൈറ്റ്ലി. അതായത് ലിക്കത്തായിൽ എന്ന് പറഞ്ഞാൽ വളരെ തിന്നായിട്ടുള്ള എന്നുള്ള അർത്ഥത്തിലാണ്, തിന്ന് ആയിട്ടുള്ള ഒരു അർത്ഥമൊക്കെ ആയിട്ട് പറയുന്നത്. അജൈലാണ്. ഓക്കെ,
അല്ലെങ്കിൽ നിമ്പിളിന് വേറൊരു അർത്ഥം കൂടെ ഉണ്ട്, വേറൊരു അർത്ഥം കൂടെ ഉണ്ട്. ക്വിക്ക് വിറ്റഡ്, വളരെ എന്താ പറയുക, വളരെ എന്താ പറയുക, നമുക്ക് പെട്ടെന്നൊരു എന്താ പറയുക, ക്വിക്ക് വിറ്റഡ് എന്ന് പറഞ്ഞാൽ ആള് എന്താ പറയുക, മലയാളത്തിൽ എന്താ പറയുക, അതിന് മലയാളത്തിൽ ഞാനൊരു അടിച്ചു നോക്കട്ടെ, മലയാളത്തിൻ്റെ പേരെന്താണ്, അത് നമ്മൾ പണ്ടായിട്ടെടുക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ പേര്, വളരെ വിജിലൻ്റ് ആയിട്ടുള്ള അല്ലേ, അത് നിരീക്ഷണമല്ലല്ലോ, എൻ്റെ മനസ്സിലത് വരുന്നില്ല. അലേർട്ടായിരിക്കുക എന്നൊക്കെ പറയില്ല നമ്മൾ, ശ്രദ്ധയോടെ ഇരിക്കുക അല്ലേ, വളരെ എന്താ പറയുക, അലേർട്ടായിരിക്കുക, അത് മതി, അത് മലയാളം കിട്ടുന്നില്ല. അപ്പോൾ എന്തായാലും പറയുക ക്വിക്ക് വിറ്റഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കര അലേർട്ടായിട്ട്, വളരെ ക്വിക്കായിട്ട് എഫിഷ്യൻ്റ് ആയിട്ടൊരു കാര്യം ശ്രദ്ധയോടെ ഇരിക്കുന്നതിനാണ് അത് പറയുന്നത് ക്വിക്ക് വിറ്റഡ്. അപ്പം അജൈൽ എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ എന്താണ് നിമ്പിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു അർത്ഥമുണ്ട് കേട്ടോ, വളരെ എന്താണ് ക്വിക്ക് വിറ്റഡ് ആയിരിക്കും, അലേർട്ടായിട്ടിരിക്കുക എന്നുള്ള അർത്ഥം കേട്ടോ. ഓക്കെ, ആദ്യമായിട്ട് നമ്മൾ പഠിക്കുന്നതാണേ നിമ്പിൾ. ഓക്കെ, ഓർത്തോണം. അജൈൽ പെട്ടെന്നല്ലേ, ക്വിക്കാണ്, സ്പീഡുമാണ്, ലൈറ്റ്, വളരെ ലൈറ്റുമാണ്. തിന്നല്ല, സോറി, തിന്നാണ് ഞാൻ പറഞ്ഞത്, സോറി, തിന്നല്ല, ക്വിക്ക് ആൻഡ് ലൈറ്റ് ആട്ടോ, ക്വിക്ക് ആൻഡ് ലൈറ്റ് എന്ന ഉദ്ദേശം, തിന്നെ അറിയാതായിപ്പോയതാ, വളരെ ലൈറ്റ് ആയിട്ട് എന്നാൽ ക്വിക്ക് ആയിരിക്കും, അതിനാണ് അജൈൽ, ലിത്ത് അല്ലെങ്കിൽ സ്പ്രൈറ്റ്ലി കേട്ടോ. ഒന്നുകൂടെ എഴുതിയൊക്കെ ഇവിടെ, ലൈറ്റ് ആൻഡ് ക്വിക്ക് ആൻഡ് ലൈറ്റ്, അതിനാണ് നമ്മൾ നിമ്പിൾ എന്ന് പറയാം, മറക്കണ്ട കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വാക്കുകൾ. നമുക്ക് നേരെ ആർട്ടിക്കിളോട് പോകണം. അപ്പോഴേക്കും നിങ്ങളുടെ സെൻറ്റൻസുകളൊക്കെ ഒന്ന് വായിക്കട്ടെ, വേഗം ആട്ടെ, നമ്മുടെ സെൻറ്റൻസുകളൊക്കെ പെട്ടെന്ന് വായിച്ചിട്ട് നമുക്ക് ആർട്ടിക്കിളോട് പോകും. സൂക്ഷ്മമായ, യെസ്, അത് മതി, കറക്റ്റാണ്. While taking the class, the professor invoked the importance of self-reliance. Great. We all know that Virat Kohli's contribution is momentous to Indian team. Momentous, important to Indian team. Apparently, he is in the stalemate of poor form. All right. Do you have any breakthrough in your studies? breakthrough ഒറ്റ വാക്കാണ് കേട്ടോ നേഹ. ആൻഡ് ക്വസ്റ്റ്യൻ മാർക്ക് കൂടി ഇട്ട്, ഡു യു ഹാവ് എനി ബ്രേക്ക് ത്രൂ ഇൻ യുവർ ലൈഫ്, ക്വസ്റ്റ്യൻ മാർക്ക്, ഡി ക്യാപിറ്റൽ കൊടുക്കുക, സെൻറ്റൻസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ബ്രേക്ക് ത്രൂ ഒറ്റ വാക്കാണ്. എഡിറ്റോറിയൽ അനാലിസിസ് ചെയ്യുന്നില്ലേ മാം? ഐ എം ന്യൂ ഹിയർ, ദാറ്റ്സ് വൈ ഐ എം ആസ്കിങ്. യെസ്, വരുന്നു. ഇത് കഴിഞ്ഞ ഉടനെ അതെ. Turner syndrome and Down syndrome are the examples of chromosomal aberration. Yes, defects. Yes. Teacher cited out the aberration in the essay. Yes, they didn't bothered. Chippy, അടി. ഡിഡിൻ്റെ പിന്നെ bothered പറ്റുമോ? V2 വരില്ല. ഡിഡിൻ്റെ കൂടെ, ഡസിൻ്റെ കൂടെ, ഡൂവിൻ്റെ കൂടെ, V1 only, V1 മാത്രം. They didn't bother about his invocations. ഇവിടെ എഡിറ്റോറിയൽ വന്ന വേർഡ്സ് മാത്രമാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതെ, എഡിറ്റോറിയൽ വന്ന അതാണ്. ഉണ്ട് ഹാരിസ്, ഇംഗ്ലീഷ് ക്ലാസ് മാത്രമായിട്ടുണ്ട്. അതാ ഞാൻ പറഞ്ഞത്, ഈസി ഇംഗ്ലീഷ് 2.0 എന്ന് പറഞ്ഞ നമ്മുടെ ക്ലാസ് ഉണ്ട്. ഞാനിപ്പോൾ ലിങ്ക് അയക്കാം ഇപ്പോൾ തന്നെ കേട്ടോ. ക്ലിക്ക് ചെയ്യുക, ജോയിൻ ചെയ്യുക, കോഡ് മറക്കണ്ട, Y314 എന്ന കോഡ് അടിച്ചു കൊടുത്താൽ മതി കേട്ടോ. അബറേഷൻസ് ഇൻ ദിസ് തീസിസ് വാസ് കറക്റ്റഡ് ബൈ ദ ഗൈഡ്. ഓക്കെ, മിസ്റ്റേക്സ് അല്ലേ, അബറേഷൻസ് ഇൻ ദ തീസിസ് അല്ലേ, അപ്പോൾ പ്ലൂറൽ അല്ലേ രാജേശ്വരി, അപ്പോൾ വേർ വേണം, വാസ് കറക്റ്റഡ് അല്ല, വേർ കറക്റ്റഡ് ബൈ ദ ഗൈഡ് കൊടുക്കണം കേട്ടോ. അജൈൽ ഫ്ലെക്സിബിൾ എന്നൊരു മീനിങ് ഉണ്ട്. ഡിഡ് യു ഫൈൻഡ് എനി അബറേഷൻ ഓവർ ദെയർ? ഓക്കെ, ഇംഗ്ലീഷ് കോഴ്സിൻ്റെ ലിങ്ക് തരാം കേട്ടോ, ലിങ്ക് തരാം. ഹാരിസ ഇപ്പം തരാവേ, ഒരു സെക്കൻഡ്. ഓക്കെ, യെസ്. അപ്പോൾ ഹാരിസേ ഇതാ വന്നേക്കുന്നു, കോഡ് മറക്കണ്ട, Y314 കേട്ടോ, Y314 കോഡ് ഉപയോഗിച്ചാൽ മതി എൻ്റെ കൂടെ. ഇല്ലേ, കോഴ്സ് കിട്ടിയില്ലേ? ഹാരിസ് ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്തോളൂ കേട്ടോ. നമ്മൾ 27-ാം തീയതി സ്റ്റാർട്ട് ചെയ്യും കേട്ടോ, ജൂലൈ 27-ന് സ്റ്റാർട്ട് ചെയ്യും. Invocation of positive thoughts in the beginning of every class builds positive mind. Yes, Jagrad. Correct, Parvati. Thank you. Rintu ma'am's effort to bring in interesting strategy is highly citable. Oh, thank you. Our mentor cited a lot of examples in our class. Yes. So-called experts cited that Virat Kohli got dismissed through his laxity in shots. Okay, all right. Vinunu ഭയങ്കര ഇഷ്ടമാണ് കോഹ്ലിനെ എന്ന് തോന്നുന്നല്ലോ. They didn't bother about his invocations. Yes. She concurred that her snag during driving is not having a nimble mind. All right. She overcame so much snags during her preparation. Agile approach is the theme of Economic Survey 2021-22. Yes. Flexible approach. Yes. അപ്പോൾ നമുക്ക് നേരെ ആർട്ടിക്കിളോട്ട് പോകാം. അപ്പോൾ വൊക്കാബുലറി കഴിഞ്ഞു, ഒരു തംസപ്പ് ഇട്ടോ കേട്ടോ. വൊക്കാബുലറി മനസ്സിലായെങ്കിൽ എല്ലാവരും തംസപ്പ് ഇട്ടോ. നമ്മൾ നേരെ ആർട്ടിക്കിളോട്ട് പോവാണ്. സോ ലെറ്റ്സ് റീഡ് അവർ ആർട്ടിക്കിൾ. ഓക്കെ,
ഫാർ അപ്പാർട്ട്, ഒരുപാട് ദൂരത്താണ് കേട്ടോ, ഫാർ അപ്പാർട്ട്. നമുക്ക് നോക്കാം, ഇന്ത്യയും ചൈനയും എപ്പോഴും അങ്ങനെയല്ലേ, ദൂരത്ത്, അക്കരെ ഇക്കരെ നിന്നാണ് അവർ രണ്ടുപേരും കളിക്കുന്ന കളി. അപ്പോൾ നമുക്ക് അതാണ് നോക്കുന്നത്, ഫാർ അപ്പാർട്ടാണ് ഇന്ത്യയും ചൈനയും. അതിനെപ്പറ്റി നമുക്ക് വായിച്ചു നോക്കാം. ഇന്ന് ഞാൻ പറഞ്ഞല്ലോ, ഇന്ന് ഇന്ത്യയും ചൈനയും പറ്റിയുള്ള കാര്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇന്ത്യ ചൈന നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇന്ത്യയും നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ചൈന അതുപോലെ ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കിയിരിക്കണം അല്ലേ. നമുക്ക് നോക്കാം. ഹിസ് നിംബിൾ അപ്രോച്ച് ടു ദ ക്രൈം മെയ്ഡ് ഹിം ടു ഫൈൻഡ് ഔട്ട് ദ കൾപ്രിറ്റ്സ് ഈസിലി. ഗ്രേറ്റ്. വേൾഡ് leaders cited Zelensky's attitude to stay back in Ukraine itself during this conflict. All right, yes. Yeah, satyam. Noka, China seems to want to test India's resolve to sustain its forward deployments. Appam China ipo endha cheyunne, Chinaku oru aagraham undu, Indian determination ഒന്ന് ടെസ്റ്റ് ചെയ്യണം, ഇന്ത്യയുടെ ഡിസിഷൻ മേക്കിംഗ് പവർ അല്ലെങ്കിൽ ഇന്ത്യയുടെ എന്താണ് ഇന്ത്യയുടെ ഡിറ്റർമിനേഷൻ ഒന്ന് ടെസ്റ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് കാര്യം എന്താ, ഡിറ്റർമിനേഷൻ, എന്തിനുള്ള ഡിറ്റർമിനേഷനാ, കണ്ടിന്യൂ ചെയ്യാം. ഇന്ത്യ ഈസ് ട്രൈങ് ടു സസ്റ്റെയിൻ ചെയ്യുന്നു, കണ്ടിന്യൂ ചെയ്യുന്നു ടു ഇറ്റ്സ് ഫോർവേഡ് ഡിപ്ലോയ്മെന്റ്സ്. അത് ഡിപ്ലോയ്മെന്റ് എന്ന് പറഞ്ഞാൽ ആർമി ഡിപ്ലോയ്മെന്റ് ഇല്ലേ, നമ്മുടെ ഒരു ആർമീനെ ഇവിടെ നിന്ന് അപ്പുറ സ്ഥലത്തോട്ട് കൊണ്ടുപോയിട്ട് ഇന്ന സ്ഥലത്തോട്ട് തമ്പടിപ്പിക്കുക, അവരെ നമ്മൾ എന്ത് ചെയ്യുക, ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തോട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു, അവിടെ അവരെ എന്താ പറയുക, അവരെ അവിടെ സ്റ്റേഷൻ ചെയ്യിപ്പിക്കുന്നതിന് ഡിപ്ലോയ്മെന്റ് പറയാം, ആർമി ഡിപ്ലോയ്മെന്റ്സ് കേട്ടോ. അതാണ് നമ്മൾ ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട് ഡിപ്ലോയ്മെന്റ്സ്, അതുകൊണ്ട് ഞാൻ ഇപ്പോൾ എഴുതാത്തത്. അപ്പം ഗൂഗിളെ എഡിറ്റോറിയൽ അനാലിസിസ് വായിക്കുമ്പോൾ നിങ്ങൾക്ക് റീഡിംഗ് കോംപ്രിഹെൻഷൻ ഇമ്പോർട്ടൻ്റ് ആണ്, ഒരുപാട് റീഡിംഗ് കോംപ്രിഹെൻഷൻ ക്വസ്റ്റൻസ് വരാറുണ്ട്. പിന്നെ നിങ്ങളുടെ വൊക്കാബുലറി യൂസ് ചെയ്യുന്ന എങ്ങനെ ഗ്രാമർ സ്ട്രക്ചേഴ്സ് പഠിക്കാൻ എഡിറ്റോറിയൽ ഭയങ്കര ഹെൽപ്ഫുൾ ആണ് കേട്ടോ. ലാംഗ്വേജ് ഇംപ്രൂവ്മെന്റ് നടക്കും കേട്ടോ, എഡിറ്റോറിയൽ കൊണ്ട് എല്ലാം ഗുണമുള്ളൂ ഗൂഗിൾ കേട്ടോ. യെസ്, നോക്കിയോ. അപ്പോൾ ഡിറ്റർമിനേഷൻ ആണ് റിസോൾവിൻ്റെ അർത്ഥം, ഓർക്കുക. The July 7 meeting, July 7 ഒരു മീറ്റിംഗ് നടന്നത് between External Affairs Minister S. Jaishankar and his Chinese counterpart Wang Yi on the sidelines of the G20 foreign ministers meet in Bali served as a reminder of the curious state of affairs in India's relations with China. That the two ministers had their second meeting in 4 months. Mr. Wang was in New Delhi in March, indicates both sides see value in continued engagement and remain dissatisfied with the current low level of relations. The problem, however, is that the commonalities appear to end there. Mr. Jaishankar reiterated India's stand conveyed to China on numerous, നോക്കിക്കേ പിള്ളേരെ, ജൂലൈ 7 നമ്മുടെ ചൈനയും ഇന്ത്യയും തമ്മിലുള്ള എക്സ്റ്റേണൽ മിനിസ്റ്റേഴ്സ് തമ്മിൽ, അഫയർ മിനിസ്റ്ററും ജൂലൈ 7 ഒരു മീറ്റിംഗ് നടന്നു. ഈ മീറ്റിംഗ് ആര് തമ്മിലായിരുന്നു, ജയശങ്കറും നമ്മുടെ എക്സ്റ്റേണൽ മിനിസ്റ്ററായ ജയശങ്കറും അതുപോലെ തന്നെ നമ്മുടെ എക്സ്റ്റേണൽ മിനിസ്റ്ററായ ജയശങ്കറും അതുപോലെ അവിടുത്തെ ചൈനീസ് കൗണ്ടർ പാർട്ട്, അവിടുത്തെ എക്സ്റ്റേണൽ മിനിസ്റ്ററായ വാങ് യിയും തമ്മിലാണ്. ഓർമ്മയുണ്ടോ, ഈ വാങ് യിയും ജയശങ്കറും ഇതിനു മുമ്പ്, കുറച്ച് മുമ്പ്, ഒരു 3-4 മാസം മുമ്പ് ഒരു മീറ്റിംഗ് നമ്മൾ നടന്നിരുന്നു അല്ലേ, അത് നമ്മൾ ഓർക്കുന്നുണ്ട്, അത് നമ്മൾ വായിച്ചതുവാ. അപ്പോൾ ഇതെവിടെ വെച്ചാൽ നമ്മുടെ ഇത് നടന്നത്, ബാലിയിൽ വെച്ചിട്ട് കേട്ടോ, ഫോറിൻ അഫയേഴ്സ് G20 ഫോറിൻ മിനിസ്റ്റേഴ്സിന്റെ മീറ്റിൽ വെച്ചിട്ട്, G20 ഫോറിൻ മിനിസ്റ്റേഴ്സ് മീറ്റ് G20 വെച്ചിട്ട്. അപ്പോൾ അതിൽ ശരിക്കും പറഞ്ഞാൽ അതൊരു റിമൈൻഡർ, നമുക്ക് അതൊരു ഓർമ്മ പുതുക്കല, ശരിക്കും ഓർമ്മപ്പെടുത്തുക, നമ്മൾ ഓർമ്മപ്പെടുത്തില്ല നമ്മുടെ സ്റ്റേറ്റ് ഓഫ് അഫയേഴ്സ്, ഇപ്പോഴത്തെ സ്റ്റേറ്റ് ഓഫ് അഫയേഴ്സിനെ പറ്റി, ഇന്ത്യയുടെ സ്റ്റേറ്റ് ഓഫ് അഫയേഴ്സ് എങ്ങനെ, ക്യൂരിയസ് സ്റ്റേറ്റ് ഓഫ് അഫയേഴ്സ്, ഇന്ത്യയുടെ റിലേഷൻ ചൈനയുമായിട്ട് റിലേഷൻഷിപ്പ് എങ്ങനെയാണെന്നുള്ളതിനെ ഓർമ്മപ്പെടുത്തുക കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ അവരുടെ രണ്ടാമത്തെ മീറ്റിംഗ്, 4 മാസത്തിനുള്ളിൽ അവരുടെ രണ്ടാമത്തെ മീറ്റിംഗ് ആണോ, 4 മാസത്തിനിടയിൽ രണ്ടാമത്തെ മീറ്റിംഗ് ആണ്. ഞാൻ പറഞ്ഞു ആദ്യത്തെ മീറ്റിംഗ് നമ്മൾ 3-4 മാസം മുമ്പ് വായിച്ചായിരുന്നു. അപ്പോൾ അന്ന് നമ്മുടെ ഡ്യൂട്ടി വെച്ചിട്ടായിരുന്നു അല്ലേ, അപ്പോൾ അന്ന് അത് വെച്ചിട്ട് ആൻഡ് ഈ മീറ്റിംഗിൽ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന, ഇപ്പോഴത്തെ മീറ്റിംഗിൽ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന എങ്ങനെയാണ്, രണ്ട് സൈഡും ഇന്ത്യ ആയാലും ചൈന ആണെങ്കിലും രണ്ടുപേരും വാല്യൂ ചെയ്യുന്നുണ്ട് ഇന്ത്യയുടെയും ചൈനയുടെയും കണ്ടിന്യൂഡ് എൻഗേജ്മെന്റ്, രണ്ടുപേരും തമ്മിലുള്ള അവരുടെ ഒരു എൻഗേജ്മെന്റ് അവർ വാല്യൂ ചെയ്യുന്നുണ്ട്. ആൻഡ് അതുപോലെ തന്നെ രണ്ടുപേരും ഡിസ്സാറ്റിസ്ഫൈഡ് ആണ്, ഒട്ടും തൃപ്തിയില്ല അവർക്ക്, അതൃപ്തിയാണ് അവർക്ക്. എന്ത് കാര്യത്തിലാണ്, രണ്ടുപേരും തമ്മിലുള്ള, ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ലോ ലെവൽ ഓഫ് റിലേഷൻഷിപ്പ് വളരെ മോശമാണ്, വളരെ മോശമായ റിലേഷൻഷിപ്പ് ഇന്ത്യ തമ്മിൽ, സ്വരച്ചേർച്ചയില്ലായ്മയാണ് അവർ തമ്മിൽ. അതിനെപ്പറ്റി രണ്ടുപേരും ഡിസ്സാറ്റിസ്ഫൈഡ് ആണ്, ഇന്ത്യയും ഡിസ്സാറ്റിസ്ഫൈഡ് ആണ്, ചൈനയും ഡിസ്സാറ്റിസ്ഫൈഡ് ആണ്. അപ്പോൾ പ്രോബ്ലം എന്താ വെച്ചാൽ ഇവരുടെ ഈ കോമണാലിറ്റീസ് ഇവിടെ എൻഡ് ചെയ്യുന്നു, അതാണ് ഇവിടുത്തെ പ്രോബ്ലം. നമുക്ക് നോക്കാം. അതായത് ഇവർക്ക് കോമൺ ആയി ഇപ്പോൾ ഒരു ഫാക്ടർ, എല്ലാവരും എതിർപ്പാണ്, എല്ലാ കാര്യത്തിലും എതിർപ്പാണ്, തമ്മിൽ ഒരു എന്താ പറയുക ഇതില്ല, ഒരു എന്താ പറയുക, എന്താ രണ്ടുപേരും ഒരു കാര്യം ഒരാൾ പറഞ്ഞാൽ അതിന് മറ്റൊരാൾക്ക് താല്പര്യമില്ല, അങ്ങനെ മനസ്സിലായി, എതിർപ്പ്, ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ജയശങ്കർ റീട്രേറ്റ് ചെയ്തു, അങ്ങേര് പിന്നെയും പറഞ്ഞു, റീസ്റ്റേറ്റ് ചെയ്ത് പറഞ്ഞു, അയാൾ വിട്ടുകൊടുത്തില്ല, അങ്ങേര് പറഞ്ഞു ഇന്ത്യയുടെ സ്റ്റാൻഡ് ഇതാണ് എന്ന് പറഞ്ഞു, ചൈനയോട് കൺവേ ചെയ്തു ഓൺ ന്യൂമറസ് ഒക്കേഷൻ, പല കാര്യത്തിലും പറഞ്ഞു ഇന്ത്യയുടെ സ്റ്റാൻഡ്, ഞങ്ങളുടെ തീരുമാനം ഇങ്ങനെ തന്നെയാണ്, ഡിസിഷൻ ഇങ്ങനെ ഒരു മാറ്റവും ഇല്ലെന്ന് പല വട്ടം റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട് ജയശങ്കർ. സിൻസ് ദ ലാസ്റ്റ് സ്റ്റാർട്ട് ഓഫ് ലാക് ടെൻഷൻസ് ഇൻ 2020 ദാറ്റ് normalcy
would not be possible without a resolution of the boundary crisis and full disengagement from all friction areas. The MEA said the External Affairs Minister called for an early resolution of all outstanding issues and reiterated the need to sustain the momentum to complete disengagement from all the remaining areas. അപ്പോൾ പറഞ്ഞു വരുന്ന കാര്യം ഇതാണ്, നമ്മുടെ 2020 ലാക്ക് ടെൻഷൻ വന്നപ്പോഴേ പറയുന്നതാണ് ഈ ഒരു കാര്യത്തിൽ നമ്മുടെ സ്റ്റാൻഡ് എങ്ങനെയായിരിക്കും, അതിലൊരു മാറ്റം ഉണ്ടാവില്ല എന്ന് പറയുന്നുണ്ട്. പിന്നെയും ജയശങ്കർ പറയുന്നുണ്ട്. അപ്പോൾ അത് പറയുന്നതിന് ഒരു നോർമലായിട്ടൊരു സ്റ്റേറ്റ്, നോർമൽസി എന്ന് പറഞ്ഞാൽ നോർമൽ സ്റ്റേറ്റിലോട്ട് വരിക എന്ന് പറയുന്നത് പോസിബിൾ ആവില്ല. നമ്മളൊരു റെസൊല്യൂഷൻ എടുത്ത്, നമ്മളൊരു ഡിറ്റർമിനേഷൻ എടുത്തിൽ ഈ ബൗണ്ടറി ക്രൈസിസിന്റെ കാര്യത്തിൽ നമ്മൾ ഇന്ത്യയും ചൈനയും തമ്മിൽ ഏറ്റവും വലിയ പ്രശ്നം എന്താ? ബൗണ്ടറി ക്രൈസിസാ. അതിന്റെ കാര്യത്തിൽ ഒരു ഡിസിഷൻ എടുത്തില്ലെങ്കിൽ, വിതൗട്ട് എ റെസൊല്യൂഷൻ, അവിടെ ഡിസിഷൻ ഒരു തീരുമാനം എടുത്തില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? പരിപാടി നമ്മുടെ നോർമൽ സ്റ്റേറ്റിലോട്ട് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അത് മാത്രമല്ല, എല്ലാ ഏരിയയിൽ നമുക്ക് ഫുൾ ഫ്രിക്ഷൻ ഏരിയാസ്, മൊത്തം പ്രശ്നമാണ്. നമ്മുടെ ഇന്ത്യയുടെ സെൻസിറ്റീവ് ഏരിയാസ് ഉണ്ട്, ബൗണ്ടറി ഏരിയാസ്, അതുപോലെ ചൈനയുടെ ബൗണ്ടറി ഏരിയാസിലെല്ലാം ഡിസ്എൻഗേജ്മെന്റ് വേണം. അവിടെ കയറി ഇന്ത്യയുടെ ഏരിയയിൽ കയറി ചൈന പണിയാനും പാടില്ല. ചൈനയാണ് പണിയുന്നത്, ഇന്ത്യ പണിയാൻ പോകാറില്ല. അത് ഇന്ത്യ എപ്പോഴും ഇത് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ചൈന അങ്ങനെ പരിപാടി ചെയ്താൽ നമ്മൾ കംപ്ലീറ്റ് ഡിസ്എൻഗേജ്മെന്റ്, പിന്നെ ഒരു എൻഗേജ്മെന്റ് നമ്മൾ തമ്മിൽ ഉണ്ടാവില്ല എന്ന് ജയശങ്കർ എടുത്തു പറഞ്ഞിട്ടുണ്ട്. MEAയും അതുപോലെ തന്നെ എക്സ്റ്റേണൽ മിനിസ്റ്റർ അയാളും ജയശങ്കറും പറയുന്നു, അദ്ദേഹം ഡിമാൻഡ് ചെയ്തു ഒരു ഏർലി പെട്ടെന്ന് വേണം, റെസൊല്യൂഷൻ പെട്ടെന്ന് നേരത്തെ വേണം, നമ്മൾ ചുമ്മാ വെച്ചുകൊണ്ടിരിക്കാനുള്ള സമയത്തില്ല നമുക്ക്. അവർ തമ്മിൽ കോൾഡ് ഫോർ എന്ന് പറഞ്ഞാൽ ഡിമാൻഡഡ് ഒരു റെസൊല്യൂഷൻ വേണം, എല്ലാ ഔട്ട്സ്റ്റാൻഡിങ് ഇഷ്യൂസിനും വേണം. അതുപോലെ റീട്രേറ്റ് ചെയ്തു നമ്മൾ എന്ത് ചെയ്യണം? ഒരു മൊമെന്റം സസ്റ്റെയിൻ ചെയ്യണം, അല്ലെ? നമ്മൾ മൊമെന്റം ടു കീപ് ദ മൊമെന്റം തന്നെ നമ്മൾ കീപ്പ് ചെയ്യണം, അല്ലെങ്കിൽ കണ്ടിന്യൂ ചെയ്യണം, ഇല്ലേ പണി പാടില്ല. അപ്പോൾ ആ ഒരു മൊമെന്റം ചെയ്യണം. ടു ഡിസെൻഗേജ്, മറ്റ് ഏരിയാസിൽ നിന്നൊക്കെ ഒന്ന് ഡിസെൻഗേജ് ചെയ്ത് നിൽക്കുക എന്നുള്ള ഒരു മൊമെന്റ് നമ്മൾ കീപ്പ് ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തലും കൂടെ ഡിമാൻഡ് ചെയ്യലും കൂടെ ആര് ചെയ്തു? നമ്മുടെ ജയശങ്കർ ചെയ്തു. ഓക്കെ, നെക്സ്റ്റ് പാരഗ്രാഫിൽ പറയാം. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. നെക്സ്റ്റ് പാരഗ്രാഫിൽ പറയാം, നോക്കിക്കേ. It is, however, clear that Beijing does not appear to share that view. On the contrary, recent actions suggest Beijing has no desire to resolve the row immediately, which India reasonably sees as a prerequisite for restoring normalcy in relations. Indeed, the official Chinese readout of the Bali done. എന്നാലും ഇറ്റ് ഈസ് വളരെ ക്ലിയർ ആണ്, ബെയ്ജിങ്ങിന് ഇക്കാര്യത്തിൽ ഒരു പ്രത്യേകിച്ച് ഒരു അല്ലെ, ബെയ്ജിങ്ങിന് ഇത് പറഞ്ഞിട്ടു. ബെയ്ജിംഗ് എന്ന് പറഞ്ഞാൽ ന്യൂഡൽഹി എങ്ങനെയാണ് ഇന്ത്യയുടെ സെന്റർ, അതുപോലെ ബെയ്ജിംഗ് ചൈനയിൽ അല്ലേ. അപ്പം ബെയ്ജിങ്ങിന് അത് ആ ഒരു വ്യൂ ഷെയർ ചെയ്യാനായിട്ട് ബെയ്ജിങ്ങിന് വലിയ താല്പര്യമില്ല എന്നായിട്ട് നമുക്ക് തോന്നുന്നുണ്ട്. അതാണ് ഈ പറഞ്ഞ കാര്യമൊക്കെ, ഇതാണ് നമ്മുടെ ഇന്ത്യയുടെ കാര്യം എന്ന് ജയശങ്കർ പറഞ്ഞത് ഫസ്റ്റ് പാരഗ്രാഫിൽ പറഞ്ഞത്. എന്നാൽ ബെയ്ജിങ്ങിന്റെ അവസ്ഥ, എന്നാൽ മറുപക്ഷം എന്താ പറയുന്നത്? അവർക്കത് താല്പര്യത്തോടെ ഉൾക്കൊള്ളാനുള്ള ഒരു മനോഭാവം ഇല്ല. ഓൺ ദ കോൺട്രറി, പക്ഷേ ഇത് കണ്ടോ, ഇതൊരു കൊഹീസീവ് ഡിവൈസ് ആണ്. ഓൺ ദ കോൺട്രറി, എന്നിരുന്നാലും അല്ലേ, ഓൺ ദ കോൺട്രറി അല്ലേ, അതിനെതിരായിട്ട് നമ്മുടെ ബെയ്ജിങ്ങിന് എന്താ പറയുക, ഈ ആക്ഷൻസ് കാണുമ്പോൾ ബെയ്ജിങ് എന്താ പറയുന്നത്? പ്രത്യേകിച്ച് റിസോൾവ് ചെയ്യാൻ ഒരു താല്പര്യവും ഇല്ല. ഇങ്ങനത്തെ ഈ കാര്യങ്ങളൊക്കെ റോ ആയിട്ട് ഇങ്ങനെ സംഭവങ്ങൾ നിറച്ചിരിക്കുക. ഈ പ്രശ്നങ്ങളെല്ലാം ഒന്ന് റിസോൾവ് ചെയ്യാൻ അതിനൊരു ഡിസിഷൻ എടുക്കാൻ ബെയ്ജിങ്ങിന് വലിയ താല്പര്യമില്ലായിരുന്നു നമുക്ക് കാണാം. പക്ഷേ ഇന്ത്യ ഇതിനെ റീസണബിൾ ആയിട്ട്, വളരെ ലോജിക്കലായിട്ട് കാണുന്നു. ഒരു എസെൻഷ്യൽ ഫാക്ടറാണ്. ഇറ്റ്സ് ആൻ ഇമ്പെറേറ്റീവ് ഫോർ റീസ്റ്റോറിംഗ് നോർമൽസി റീസ്റ്റോർ ചെയ്യാനുള്ള ഒരു എസെൻഷ്യൽ ഫാക്ടർ ആയിട്ടാണ് ഇന്ത്യ ഈ പറയുന്ന ടോക്സിനെയും ഇങ്ങനെയുള്ള ഡിസിഷൻസിനെയും കാണുന്നത്. അതുപോലെ തന്നെ ബാലിയിലെ ഒഫീഷ്യൽ ചൈനീസ് റെഡ് ഔട്ടില് ഈ ഒരു ടോക്സിൽ എന്ത് ചെയ്യാം, ഒരു സിംഗിൾ ബെയ്ജിങ് അല്ലെങ്കിൽ ചൈന നമുക്ക് വായിക്കാം, നോക്കിയോ. ടോക്സ് ഫെയിൽ ടു മേക്ക് എ സിംഗിൾ മെൻഷൻ ഓഫ് ദ ലാക്ക് ക്രൈസിസ്, സജസ്റ്റിംഗ് ഇറ്റ് ഈസ് നോട്ട് എ പ്രയോറിറ്റി ഫോർ ബെയ്ജിങ്. ഇത് പറഞ്ഞിട്ട് നിർത്താട്ടോ. അപ്പോൾ ബാലിയിൽ വെച്ച്, ഈ മീറ്റിൽ വെച്ചിട്ട് ഇവരെന്ത് ചെയ്തു? ദേ ഫെയിൽ ടു മേക്ക് എ സിംഗിൾ മെൻഷൻ. ഒരു ചെറുതായിട്ട് പോലും അതിനെപ്പറ്റി മെൻഷൻ ചെയ്തു, ലാക്ക് ക്രൈസിസിനെ പറ്റി ഒന്നും മെൻഷൻ ചെയ്തു പോലും ഇല്ല ബെയ്ജിങ്. കാരണം വെച്ചാൽ അതിന്റെ സജഷൻ എന്താ അതിന്റെ അർത്ഥം? അത് വലിയ പ്രയോറിറ്റി ഉള്ള കാര്യമൊന്നുമില്ല, ഇപ്പോൾ വലിയ കാര്യമുള്ള കാര്യമൊന്നുമില്ല, ഇപ്പോൾ അത് പെട്ടെന്ന് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. നോട്ട് എ പ്രയോറിറ്റി ഫോർ ബെയ്ജിങ് എന്ന രീതിയിലാണ് പറഞ്ഞ്, അത് സജസ്റ്റ് ചെയ്യുന്ന രീതിയിലാണ് അവരതിനെപ്പറ്റി മെൻഷൻ ചെയ്തു. ബാലിയിൽ അവർ മെൻഷൻ ചെയ്തുകൊണ്ട് വിളിച്ചു. ഫെയിൽ ടു മേക്ക് എ സിംഗിൾ മെൻഷൻ ഓഫ് ലാക്ക് ക്രൈസിസ്. അത് ഓർത്ത് വെച്ചോളാം. ഓക്കെ, പക്ഷെ വേറെ എന്താ മെൻഷൻ ചെയ്തത്? ഇൻസ്റ്റെഡ് it emphasized Beijing's current interest in engaging with India on multilateral groupings such as BRICS and the SCO, which China and Russia see as valuable platforms to counter the West and to promote, as Mr. Wong put it, a fairer international order.
The Chinese military, meanwhile, has dragged its feet in responding with dates for the 16th round of military talks, marking the longest pause since the talks began. The last round, that was held as long as 4 months ago on March 11th, both sides failed to achieve a breakthrough to disengage at patrolling point 15 in Hot Springs. Dispangs and Demchok also remained unresolved. അപ്പം നോക്കിക്കേ ഇവിടുത്തെ കാര്യം പറഞ്ഞു നിൽക്കാം. അപ്പം ലാക്ക് ക്രൈസിസിനെ പറ്റി പറയാൻ ബെയ്ജിങ്ങിന് വലിയ താല്പര്യമില്ല. പക്ഷേ അതിന് പകരമായിട്ട് എന്തിനാ എംഫസൈസ് ചെയ്തേ? ബെയ്ജിങ്ങിന്റെ കറണ്ട് ഇൻട്രസ്റ്റ്, എനിക്ക് ഇങ്ങനെ ഒരു കാര്യത്തിൽ ഇൻട്രസ്റ്റ് ഉണ്ട്, എന്താ കാര്യത്തിലാണ് ഇൻട്രസ്റ്റ് ഉള്ളതെന്ന് പറയുകയാണ്. എന്ത് കാര്യത്തിലാണ് ഇൻട്രസ്റ്റ്? ഇന്ത്യയുമായിട്ട് എൻഗേജ് ചെയ്യണം. എന്ത് കാര്യത്തിൽ എൻഗേജ് ചെയ്യണം? മൾട്ടിലാറ്ററൽ ഗ്രൂപ്പിംഗ്സ് വേണം നമുക്ക്. എന്ത് കാര്യത്തിലൊക്കെ? ബ്രിക്സിന്റെ കാര്യത്തിലും അതുപോലെ SCOയുടെ കാര്യത്തിലും എന്ത് വേണം? നമുക്ക് ഒരു ഒരുമ വേണം. ഇന്ത്യയുമായിട്ട് എൻഗേജ് ചെയ്ത് മൾട്ടിലാറ്ററൽ ഗ്രൂപ്പിംഗ്സിലോട്ട് വരണം. കാര്യം എന്തുകൊണ്ടാണ്? ചൈനയും റഷ്യയും കൂടി കൂടിച്ചേർന്നിട്ട്, ഇവർ രണ്ടുപേരും കൂടെ കൂടിച്ചേർന്നിട്ട് വെസ്റ്റിനെ കൗണ്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കാര്യം കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. അവർ രണ്ടുപേരും കൂടി. അതുകൊണ്ടാണല്ലോ റഷ്യയെ എതിർക്കാതിരുന്നത്. ഓർമ്മയുണ്ടോ? റഷ്യ ഉക്രൈൻ വോറിൽ ഇന്ത്യ എന്തുകൊണ്ട് റഷ്യ എതിർക്കാതിരുന്നത്? കാരണം റഷ്യയും ചൈനയും തമ്മിലൊരു ഇതിലോട്ട് വരാറുണ്ട്, അവരുടെ തമ്മിലൊരു ഇതുണ്ട്. അപ്പോൾ നമ്മൾ റഷ്യ ശത്രുവാക്കിയ ചൈന രണ്ട് ശത്രുക്കൂടെ കൂടി ചെന്ന പണിവാളും. അപ്പോൾ ശത്രുവിന്റെ ഫ്രണ്ടായിട്ട് വന്ന പണിവാളും അല്ലേ? അതുകൊണ്ട് ഭയങ്കര പ്രശ്നം. അതുകൊണ്ട് എന്ത് ചെയ്യും? ഇവർ രണ്ടുപേരോട് കൂടി ചേർന്നിട്ട് വെസ്റ്റിനെ കൗണ്ടർ ചെയ്യാനുള്ള കാര്യമുണ്ട്. മാത്രമല്ല വാങ് ഇതിനെ പറയുന്നതെന്ന് വെച്ചാൽ, ഇതിനെ വാങ് പറയുന്ന രീതിയിൽ നിന്ന് ഇറ്റ് ഈസ് എ ഫെയർ ഇന്റർനാഷണൽ ഓർഡർ. ഇതാണ് കുറച്ചുകൂടി ന്യായപരമായ ഇന്റർനാഷണൽ ഓർഡർ എന്ന് പറഞ്ഞാൽ അതാണ്. അപ്പോൾ ഇന്ത്യയും കൂടെ ഞങ്ങളുടെ കൂടെ കൂടി ചേർന്നാൽ നമുക്ക് ഒരു സെറ്റ് ആക്കിയിട്ട് വെസ്റ്റിനെ കൗണ്ടർ ചെയ്യുന്നുള്ള രീതിയിലാണ് ഇവർ പറയുന്നത്. സോ സംതിങ് ബിഗർ എന്ന രീതിയിലാണ് പറയുന്നത്. അല്ലാതെ ലാക്ക് ക്രൈസിസ് ഒന്നും നമുക്ക് വലിയ പ്രശ്നമല്ല, നമുക്ക് വേറെ കാര്യങ്ങളുണ്ട് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ എന്നാണ് ബെയ്ജിങ് പറയുന്നത്. ചൈനീസ് മിലിറ്ററി എന്താ ചെയ്യുന്നത്? ചൈനീസ് മിലിറ്ററി ഇങ്ങനെ പറഞ്ഞ് ഡ്രാഗിങ് ഇറ്റ്സ് ഫീറ്റ്. ചൈനീസ് മിലിറ്ററി അതിന്റെ ഫീറ്റ് ഡ്രാഗ് ചെയ്തുകൊണ്ടിരിക്കുക. അതായത് പരമാവധി ഡിലേ ചെയ്യിപ്പിച്ചുകൊണ്ട് കാര്യങ്ങളൊക്കെ ഇന്റൻഷണൽ ആയിട്ട് ഡെലിബറേറ്റ് ആയിട്ട് ഡിലേ ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇൻ റെസ്പോണ്ടിങ് വിത്ത് ഡേറ്റ്സ് ഫോർ ദ 16th റൗണ്ട് ഓഫ് മിലിറ്ററി ടോക്സ്. നമുക്ക് മിലിറ്ററി ടോക്ക് നടത്തണമെന്ന് ഇന്ത്യ പറയുന്നുണ്ട്. 16ാമത്തെ മിലിറ്ററി ടോക്ക്. അതിനെ എത്ര താമസിപ്പിക്കാവോ അത്രയും താമസിപ്പിക്കാൻ ചൈനീസ് മിലിറ്ററി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അതാണ് ദ ലോങ്സ്റ്റ് പോസ്റ്റ് സിൻസ് ടോക്സ് ബിഗാൻ. ഇത് ഇത്ര നാളായിട്ട് ടോക്ക് 16ാമത്തെ വട്ടം എന്ന് പറയുമ്പോൾ ആദ്യത്തെ റൗണ്ട് ഒക്കെ ആലോചിക്കുക. ഇത് ആദ്യത്തെ റൗണ്ട് മുതൽ 16ാമത്തെ വട്ടം ആകുമ്പോൾ ഇത്രയും ലോങ്സ്റ്റ് പോസ്റ്റ് ഇതുവരെ ഉണ്ടായിട്ടില്ല. അപ്പം ചൈനീസ് മിലിറ്ററി ഇതിപ്പോൾ മിലിറ്ററി ടോക്ക് നടത്താൻ അവർക്ക് താല്പര്യമില്ല. അതുകൊണ്ട് ഡേറ്റ് ഇങ്ങനെ വെച്ച് താമസിപ്പിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ലാസ്റ്റ് റൗണ്ടിൽ കഴിഞ്ഞ റൗണ്ടിൽ ദാറ്റ് വാസ് ഹെൽഡ് ആസ് ലോങ് ആസ് 4 months ago on March 11th. അതായത് ഒരു 4 മാസങ്ങൾക്ക് മുമ്പ് ചൈനീസ് മിലിറ്ററി ആയിട്ടൊരു ടോക്ക് നടന്നത്. ഇന്ത്യൻ മിലിറ്ററിയും ചൈനീസ് മിലിറ്ററിയും തമ്മിലുള്ള ടോക്ക്. അതിൻ്റെ അകത്ത് March 8 ഈ ഇത് നടന്നത്. അപ്പോൾ അവിടെ മുതൽ ഇവിടെ വരെയായിട്ട് ഇതുവരെ ഒരു ടോക്ക് നടത്താൻ ഈ ചൈനീസ് മിലിറ്ററി സമ്മതിക്കുന്നില്ല. അടുത്ത ടോക്ക് എന്ന് വേണം പറയാം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിർത്തുവാണ്. അപ്പോൾ അവിടെ നടന്ന കാര്യം എന്ന് വെച്ചാൽ രണ്ട് ഭാഗങ്ങളും failed to achieve a breakthrough to disengage at patrolling point 15 in Hot Springs. അപ്പോൾ നമുക്കൊരു പ്രശ്നമുണ്ട് അല്ലേ? രണ്ടുപേരും തമ്മിലൊരു ഒരുമയിലൊരു കാര്യത്തിലൂടെ രണ്ടുപേർക്കും ഒരു ബ്രേക്ക് ത്രൂ, ഒരു അഡ്വാൻസ്, ഒരു ഡെവലപ്മെന്റ് കൊണ്ടുവരാൻ സാധിച്ചില്ല. ഡിസ്എൻഗേജ്മെന്റ് പെട്രോളിംഗ് പോയിന്റ് 15 ഇൻ ഹോട്ട് സ്പ്രിങ്സിന്റെ കാര്യത്തിൽ എൻഗേജ് ചെയ്യേണ്ട ആരും എന്ന് പറഞ്ഞ് അതിനുവേണ്ടി ഒരു തീരുമാനത്തിലെത്താൻ ആർക്കും പറ്റിയിട്ടില്ല. അതുപോലെ തന്നെ ഡെസ്പാങ്ങിന്റെയും ഡെമച്ചോക്കിന്റെ കാര്യത്തിലും സംഭവം റിസോൾവ് ചെയ്തിട്ടില്ല, ഒരു ഡിസിഷൻ മേക്കിംഗ് വന്നിട്ടില്ല. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഓക്കെ, സോ ലെറ്റ്സ് സീ. There is little expectation in New Delhi for an imminent breakthrough, particularly with domestic politics in China on edge before the party congress this fall, when Xi Jinping will begin a third term, and the military leadership will also see sweeping changes. The Chinese foreign minister in Bali said both countries should push for the early return of bilateral relations to the right track. That aspiration, however, contrasts sharply with Beijing's continued unwillingness to resolve the status quo of April 2020. The apparent goal appears to be aimed at testing India's resolve to sustain its forward deployment and to force New Delhi to accept a new normal at the LAC. Until that changes, the stalemate along the borders and in the relationship is likely to endure. അപ്പോൾ നമ്മുടെ പ്രശ്നം എന്താണെന്ന് പറയുന്നത് കേട്ടോ, ശരിക്കും പറഞ്ഞാൽ നമുക്ക് നോ എക്സ്പെക്ടേഷൻസ് ആണ്. നമുക്ക് പ്രത്യേകിച്ച് ഒരു എക്സ്പെക്ടേഷനും, ലിറ്റിൽ എക്സ്പെക്ടേഷൻ എന്ന് പറഞ്ഞാൽ നോ എക്സ്പെക്ടേഷൻ, പ്രത്യേകിച്ച് ഒരു പ്രതീക്ഷയില്ല ന്യൂഡൽഹിക്ക് ഒരു പെട്ടെന്നൊരു എന്താ പറയുക വേഗം ഒരു ബ്രേക്ക് ത്രൂ, പെട്ടെന്നൊരു എന്താ പറയുക തൊട്ടടുത്ത് ഒരു ക്ലോസ് ബ്രേക്ക് ത്രൂ വരും, പെട്ടെന്നുണ്ടാവും ഒരു ബ്രേക്ക് ത്രൂ നടക്കുമെന്നുള്ള ഒരു കാര്യം അങ്ങനെ ഒരു എക്സ്പെക്ടേഷൻ നമുക്കില്ല, ഒരു പ്രതീക്ഷ നമുക്കില്ല. കാരണം വെച്ചാൽ പെർട്ടിക്കുലർലി ചൈനയോട്ടുള്ള ഡൊമസ്റ്റിക് പൊളിറ്റിക്സിൻ്റെ കാര്യത്തിൽ നടക്കുന്നില്ല. കാരണം ഈ പറയുന്ന പാർട്ടി കോൺഗ്രസിന് മുമ്പ് നമുക്ക്
ഈ ഷീ ജിൻപിങ് പറയുന്നതെന്ന് വെച്ചാൽ ഒരു തേർഡ് ടേം വരുമ്പോഴേക്കും ഞങ്ങൾ തേർഡ് ടേമിൻ്റെ സമയത്ത് ഒരു പുതിയ ടേം വരുന്നു, മിലിറ്ററി ലീഡർഷിപ്പ് ഒക്കെ വരുന്നു, അതിൽ ഒരുപാട് ചേഞ്ചസ് ഒക്കെ കൊണ്ടുവരുന്നൊക്കെ ഷീ ജിൻപിങ് പറയുന്നുണ്ട്. പക്ഷേ അപ്പോഴേക്കും നമുക്ക് എന്ത് വരാൻ പറ്റില്ല, അങ്ങനെ ഒരു കാര്യത്തിലോട്ട് അതിനു മുമ്പ് ഒരു ബ്രേക്ക് ത്രൂലോട്ട് ന്യൂഡൽഹിയും ബീജിങ്ങും തമ്മിൽ എത്തുമെന്ന് പറയാൻ പറ്റില്ല. കാര്യം എന്താ വെച്ചാൽ ഫോറിൻ മിനിസ്റ്ററുമായിട്ടുള്ള ബാലി വെച്ചുള്ള ചർച്ചയിൽ നമുക്ക് മനസ്സിലായി സംഭവങ്ങളൊന്നും നടക്കുന്നില്ല. രണ്ട് കാര്യത്തിലും ഒരു ബയലാറ്ററൽ ടോക്ക് റൈറ്റ് ട്രാക്കിലോട്ട് എത്താൻ നമ്മളെ കൊണ്ട് സാധിക്കുന്നില്ല. ഇപ്പം മനസ്സിലായല്ലോ, വളരെ ഡ്രാഗ് ചെയ്യിപ്പിക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ ഷീ ജിൻപിങ് പറഞ്ഞ കാര്യവും നമ്മുടെ വാങ് യി പറഞ്ഞ കാര്യവും തമ്മിൽ കോൺട്രാസ്റ്റിംഗ് ആണ്. രണ്ടും അല്ലേ, ഷീ ജിൻപിങ് ഇപ്പം നമ്മൾ ബയലാറ്ററൽ ടോക്ക് നടത്തി ഇന്ത്യയും ചൈനയും തമ്മിൽ റൈറ്റ് ട്രാക്കിലാവും സെറ്റ് ആക്കും എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ ഒരുപാട് ചേഞ്ച് ഒക്കെ കൊണ്ടുവരും എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ബെയ്ജിങ്ങിൽ നടന്ന കാര്യം അങ്ങനെയല്ല, അതിന് നേരെ വിപരീതമായ ഒരു കാര്യം നടന്നത്. സോ അവിടെ നടന്നതെന്ന് വെച്ചാൽ കണ്ടിന്യൂഡ് ആയിട്ട് അൺവില്ലിങ്നെസ് നമുക്ക് കാണാൻ പറ്റും. കാരണം സ്റ്റേറ്റസ് കോ ലാക്ക് ക്രൈസിസ് മുതൽ ഏപ്രിൽ 2020 ലാക്ക് ക്രൈസിസ് അതിന് മുതൽ ഉള്ള ആ സ്റ്റേറ്റസ് കോ ഒന്ന് റീസ്റ്റോർ ചെയ്തെടുക്കാനോ എന്തൊന്ന് മാറ്റിയെടുക്കാനുള്ള കാര്യമൊന്നും ചൈനയും ഇന്ത്യയും തമ്മിൽ ഒരിക്കലും അങ്ങോട്ട് അങ്ങനെ സംസാരം പോലും എത്തുന്നില്ല, അത്ര ഇതായിട്ട്. അപ്പം ഇത്ര എവിഡൻ്റ് ആയിട്ട് നമുക്ക് മനസ്സിലാവും ഇന്ത്യയെ ടെസ്റ്റ് ചെയ്യാണ് ചൈന. എന്ത് ചെയ്യാണ്, ഇന്ത്യയുടെ ദേ ആർ എയിമിങ് അറ്റ് ഇന്ത്യയുടെ ഡിസിഷൻ മേക്കിങ്ങിനെ, അതായത് ഡിപ്ലോയ്മെൻറ്റുമായിട്ട് മിലിറ്ററി ഡിപ്ലോയ്മെൻറ്റായിട്ട് ഇന്ത്യ മുന്നോട്ട് പോയില്ലയോ എന്ന് ഒന്ന് ടെസ്റ്റ് ചെയ്യുകയും അതുപോലെ തന്നെ ന്യൂഡൽഹിനെ ഫോഴ്സ് ചെയ്യുക ചെയ്യുന്നത്. പുതിയ നോർമൽ എന്ത് ചെയ്യാം, ന്യൂ നോർമൽ കൊണ്ടുവരട്ടെ, ലാക്കിൽ ന്യൂ നോർമലുമായിട്ട് വേണമെങ്കിൽ ആര് കൊണ്ടുവരട്ടെ, ന്യൂഡൽഹി കൊണ്ടുവരട്ടെ എന്നുള്ളൊരു സ്റ്റേറ്റിലാണ് ഇവർ പറയുന്നത്. അപ്പോൾ മാത്രമല്ല നോക്കിയേ, അങ്ങനെ ഒരു ചേഞ്ച് വന്നത് അൺടിൽ ദാറ്റ് ചേഞ്ച്, അങ്ങനെ ഒരു ചേഞ്ച് വരുന്നത് വരെ ഈ സ്റ്റെയിൽമേറ്റ് ബോർഡറിലുള്ള ഈ ഒരു ക്രൈസിസ് എന്ന് പറയുക, ഒരു കുടുക്ക് അങ്ങോട്ടും പോകാൻ പറ്റില്ല ഇങ്ങോട്ടും പോകാൻ പറ്റാത്ത സ്റ്റെയിൽമേറ്റ്, ആ കുടുക്ക് മാറത്തില്ല. ആൻഡ് ഇൻ ദ റിലേഷൻഷിപ്പ് ഇസ് ലൈക്ലി ടു എൻഡ്യൂർ. ആൻഡ് ഈ റിലേഷൻഷിപ്പ് എന്ത് ചെയ്യും, ഇങ്ങനെ എൻഡ്യൂർ ചെയ്തുകൊണ്ടേയിരിക്കും. ഇറ്റ്സ് ലൈക്ലി ടു എൻഡ്യൂർ, അണ്ടർഗോ ചെയ്തുകൊണ്ടിരിക്കും, കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. ദാറ്റ്സ് ഇറ്റ്. ഓർ സഫർ, അങ്ങനെ രീതിയിൽ ഏത് രീതിയിലും വേണമെങ്കിലും നമുക്ക് എടുക്കാം. അപ്പോൾ ഇത് വളരെ അനലിറ്റിക്കലായ ഒരു ആർട്ടിക്കിൾ ആയിരുന്നു അല്ലേ, അനലിറ്റിക്കലായ ആർട്ടിക്കിളാണ്. കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് അനലിറ്റിക്കലാണ് പ്ലസ് ഇൻഫോർമേറ്റീവ് ആണ്. കാരണം എന്താണ് അവസ്ഥ എന്ന് നമുക്ക് മനസ്സിലായി. പുതിയ ചർച്ചയിൽ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള അപ്രോച്ച് എന്താണെന്ന് നമുക്ക് മനസ്സിലായി. അതുപോലെ തന്നെ ഒരു കാര്യം കൂടെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമായിരിക്കും, എങ്ങനെയാണ് ഇതിനെ ഓതർ അനലൈസ് ചെയ്തേക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമായിരിക്കും. സോ ദാറ്റ്സ് ഇറ്റ്. ക്ലിയർ ആയോ, മനസ്സിലായോ? എങ്കിൽ നമുക്ക് വേഗം നമ്മുടെ ക്വസ്റ്റ്യനിലോട്ട് പോകാം കേട്ടോ. ഹാരിസ്, ക്ലാസ്സുകൾ തുടങ്ങാൻ പോകുന്നു 27-ാം തീയതി, വീഡിയോ തുടങ്ങാൻ പോകുന്നുള്ളൂ കേട്ടോ. ഹാരിസ് എന്നെ കോൺടാക്ട് ചെയ്തോ, എന്നെ പേഴ്സണലായിട്ട് കോൺടാക്ട് ചെയ്തോ, ഞാൻ പറഞ്ഞു തരാമല്ലോ, പേടിക്കണ്ട കേട്ടോ. ഹാരിസ് എന്നെ കോൺടാക്ട് ചെയ്താൽ മതി, എൻ്റെ ഇമെയിൽ ഐ ഡി തരാം. ഇതാ ഇതെൻ്റെ പേഴ്സണൽ ഇമെയിൽ ഐ ഡിയാ, അല്ല പേഴ്സണൽ നമ്മുടെ ഇതിൻ്റെ ഇമെയിൽ ഐ ഡിയാ, പ്രൊഫഷണൽ ഇമെയിൽ ഐ ഡി. എനിക്ക് മെസ്സേജ് അയച്ചോളൂ, നമ്പർ തന്നാൽ മതി, ഞാൻ വിളിച്ച് കോൺടാക്ട് ചെയ്യും. ഹാരിസ് പേടിക്കണ്ട, ഞാനിവിടെ ഉണ്ട്, ജീവനോടെ ഉണ്ട്, ഞാൻ വിളിച്ചോളാം. ഹാരിസ് എനിക്ക് നമ്പർ തന്നാൽ മതി, ഞാൻ കോൺടാക്ട് ചെയ്യാം കേട്ടോ. ക്ലാസ് 27 ജൂലൈ 27-ാം തീയതി തുടങ്ങുന്നത്, അതുവരെ വെയിറ്റ് ചെയ്യും കേട്ടോ. It is difficult to concur him. Okay. We only concur with him. അവനുമായിട്ട് കോഎക്സിസ്റ്റ് ചെയ്യാൻ, അതല്ലേ, ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു കോഎക്സിസ്റ്റ് വിത്ത് കേട്ടോ. നമുക്ക് പീസ്ഫുൾ ടെറിട്ടറീസ് മതി, അത് തന്നെ പാർവതി, കറക്റ്റ് ആണ്. യെസ്, ദാ അപ്പോൾ സ്പോട്ട് ദ ക്വസ്റ്റ്യൻ ഇന്നലത്തെ ഇതാണ്. It is now fair clear that the people have not been pacified by the formation of a new regime under Mr. Rackensinge. നോക്കിയേ, ഇവിടെ എന്താണ് ഇവിടുത്തെ ആർട്ടിക്കിളിലെ ക്വസ്റ്റ്യനിലെ തെറ്റെന്താണ്? ഈ ക്വസ്റ്റ്യനിലെ തെറ്റെന്താ പിള്ളേരെ പറഞ്ഞേ? എറർ ഉണ്ടോ അതോ എറർ ഇല്ലയോ? എന്താണ്, പറയൂ. It is now fair clear that the people have not been pacified by the formation of a new regime. ആൻസർ കിട്ടിയോ? കുറച്ച് പേര് എനിക്ക് ആൻസർ ഒന്നും, ഇവിടെ കുറച്ച് പേർക്ക് ആൻസർ കിട്ടിയില്ല എന്ന് തോന്നുന്നു. ആരും ആൻസർ പറയുന്നില്ലല്ലോ, ഒരു റെസ്പോൺസും ഇല്ല. എന്താ പറഞ്ഞുതരാം. ക്ലിയർ എന്ന് പറയുന്ന ഡിസ്ക്രിപ്റ്റീവ് ഒബ്ജക്റ്റീവ് ആണ്, ഫെയർ എന്ന് പറയുന്നത് ഡിസ്ക്രിപ്റ്റീവ് ഒബ്ജക്റ്റീവ് ആണ് അല്ലെ. ഒപ്പീനിയൻ അല്ലെ, ഫെയർ ക്ലിയർ പറയാൻ പറ്റുമോ? ഇല്ല. ക്ലിയർ എന്ന് പറയുന്ന ഒബ്ജക്റ്റീവ് ആണെങ്കിൽ ഒബ്ജക്റ്റീവിനെ ക്വാളിഫൈ ചെയ്യാൻ ഞാൻ എന്ത് കൊടുക്കണം? വീണ്ടും ഒരു ഒബ്ജക്റ്റീവ് ആണ് കൊടുക്കേണ്ടത്, അല്ല ഫെയർലി ക്ലിയർ അല്ലേ. ക്ലിയർ ഓർ ഫെയർ, അല്ലെങ്കിൽ എന്ത് കൊടുക്കണം? ഫെയർലി ക്ലിയർ. അഡ്വേർബ് കൊടുത്തേ, ഫെയർലി ക്ലിയർ. മനസ്സിലായി? ഇറ്റ് ഈസ് നൗ ഫെയർലി ക്ലിയർ ദാറ്റ്, ഫെയർലി ക്ലിയർ
നല്ല ന്യായമായിട്ട് ക്ലിയർ ആണ് ദാറ്റ് ദ പീപ്പിൾ ഹാവ് നോട്ട് ബീൻ പാസിഫൈഡ് ബൈ ദ ഫോർമേഷൻ ഓഫ് എ ന്യൂ റഷ്യം. കേട്ടോ, മനസ്സിലായോ? ഇങ്ങനെ വരണ്ടേ, ഫെയർലി ക്ലിയർ. അല്ലെങ്കിൽ ഇറ്റ് ഈസ് നൗ ക്ലിയർ ദാൻ എന്ന് പറഞ്ഞാലും കറക്റ്റ് തന്നെയാണ്, തെറ്റൊന്നുമില്ല. അതാ ഞാൻ പറഞ്ഞത്, ഒന്നെങ്കിൽ ക്ലിയർ എന്ന് പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ ഫെയർ ഉണ്ടെങ്കിൽ അതിന് LY അഡ്ജക്റ്റീവ് കൊടുക്കുക. കേട്ടോ, കാരണം ഒരു അഡ്ജക്റ്റീവിനെ ക്വാളിഫൈ ചെയ്യുന്ന ഒരു അഡ്വേർബ് കൊടുക്കുക. കേട്ടോ, ദാറ്റ്സ് ഇറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്നത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ഈവൻ മോർ ആൻഡ് ഡേഞ്ചറസ് ആർ നോട്ട് ഹാവിംഗ് ദ acknowledged root causes addressed. Even worse and dangerous are not having the acknowledged root causes addressed. ക്വസ്റ്റ്യൻ ഇതാണ്. സ്ക്രീൻഷോട്ട് എടുക്കുക, ആൻസർ എനിക്ക് കോമെന്റ് സെക്ഷൻ തരിക. അപ്പോൾ 8 മണിക്ക് നമുക്ക് എന്ത് ചെയ്യാം, ലൈവിൽ കാണാം സുപ്രീം കോർട്ട് അസിസ്റ്റന്റിന്റെ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ 10th ലെവൽ മെയിൻസിന്റെ ക്ലാസ്സുകൾ ജൂലൈ 18-ാം തീയതി ആരംഭിക്കുകയാണ്. കോഴ്സിൽ ജോയിൻ ചെയ്യാത്തവർ വേഗം ജോയിൻ ചെയ്യുക. 10th ലെവൽ പ്രിലിംസ് പാസ്സാവുന്ന ഉറപ്പുള്ളവർ എന്തായാലും മെയിൻസ് പഠിച്ചു തുടങ്ങണം. നമുക്ക് ജോയിൻ ചെയ്യാൻ ക്ലാസ് പഠിച്ചു തുടങ്ങാം. കേട്ടോ, ഒരുപാട് പഠിക്കാനുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. അതുപോലെ ദേവസ്വം ബോർഡിന്റെ 4ാമത്തെ ബാച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ജൂലൈ 14-ാം തീയതി. ജോയിൻ ചെയ്യാനുള്ളവർ വേഗം ചടുപടയെന്ന് ജോയിൻ ചെയ്യാം. കോഡ് അറിയാലോ, Y314 Y314. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ഗൈസ്. അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട, കമന്റ് സെക്ഷനിൽ ആൻസർ ഇടാൻ മറക്കണ്ട, സജഷൻസ് ഉണ്ടെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിലും ചോദിക്കാം. അതുപോലെ തന്നെ മറ്റുള്ളവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, ഷെയർ ടു മാക്സിമം. അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുന്നവരൊന്ന് പരിഗണിക്കാം. അപ്പോൾ താങ്ക് യു സോ മച്ച്. സ്റ്റേ സേഫ്, ഹെൽത്തി ആയിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. രാവിലെ 8:30-ക്കാണ്. ചില ദിവസങ്ങളിൽ മിക്കവാറും നമ്മൾ 8 മണിക്ക് ആക്കുമായിരിക്കും. ആ കാര്യം ഒന്ന് റിമൈൻഡർ വെച്ചോട്ടോ. അപ്പോൾ 8 മണിക്കാവുമ്പോൾ നമ്മൾ നേരത്തെ എണീക്കേണ്ടി വരും, നിങ്ങളും ഞാനും. യെസ്, താങ്ക് യു, ബൈ, ടേക്ക് കെയർ. ഇനി സമയം കളയാനില്ല. അപ്പോൾ ഓക്കെ, കാണാം.